യോഗാൻ സതതാനുഷക്താൻ അശേഷകായ പ്രസൃതാനശേഷാൻ ഔത്സുക്യമോഹാരതിദാഞ്ജഖാന യോപൂർവവൈദ്യായ നമോസ്തു തസ്മൈ. ഇന്നത്തെ അതിഥി ഡോക്ടർ കെ വി രാധാകൃഷ്ണൻ സർ, വൈദ്യൻ രാജ്മോഹൻ സർ, എം പ്രസാദ് സർ, മുരളി സർ, മറ്റ് വൈദ്യന്മാർ, ഗവേഷകർ, വിദ്യാർത്ഥികൾ, എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ആയുർവേദത്തെയും അതുപോലെ തന്നെ ആയുർവേദ ഔഷധ നിർമ്മാണ രംഗത്തെയും അതിന്റെ കേരളത്തിലെ ഒരു സ്ഥാപനത്തെ വിശ്വപ്രശസ്തിയിലേക്ക് എത്തിച്ച പത്മഭൂഷണം ഡോക്ടർ പി കെ വാര്യർ സർ ഇന്നലെ നിര്യാതനായി. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്മരണകൾക്ക് മുമ്പിൽ അദ്ദേഹം തുടങ്ങി വെച്ച പ്രയാണം ഇതിലും ഊർജിതമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന പ്രതിജ്ഞയോടുകൂടി ആദരാഞ്ജലികൾ, സ്മരണകൾ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ആയുർവേദത്തിന്റെ വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ ആയുർവേദത്തിലെ വിജ്ഞാനത്തെ കൂടുതൽ പ്രസിദ്ധപ്പെടുത്തുന്നതിനും വേണ്ടി എടുത്ത സംരംഭങ്ങൾ, പ്രത്യേകിച്ച് ഗുരുനാഥന്റെ പ്രകാശിക വ്യാഖ്യാനം ഒക്കെ നമ്മളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം വഹിച്ച പങ്ക്, ഇതെല്ലാം ഈ ഒരു അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. അദ്ദേഹത്തിന് മുന്നിൽ നമസ്കാരങ്ങൾ. ഇന്നത്തെ ചർച്ചയിലേക്ക് വരാം. വൈദ്യഭൂഷണം കെ രാഘവൻ തിരുമുൽപ്പാട് സാറിന്റെ അനുസ്മരണത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആയുർവേദ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഗവേഷണവുമായി ബന്ധപ്പെട്ട് വേണ്ട പരിചയം നൽകുക, ഗവേഷണ മേഖലയിലെ പ്രമുഖരുമായി അവർക്ക് സംഭാഷണത്തിനുള്ള വേദി ഒരുക്കുക എന്നീ ഉദ്ദേശങ്ങളോടുകൂടിയാണ് ഈ ഒരു ചർച്ചയുടെ ഒരു സീരീസ് ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. കഴിഞ്ഞ ഒരു ചർച്ചയിൽ രാമനോഹർ സാറുമായി നടത്തിയത് ഗവേഷണം എന്നതിനെ കുറിച്ചുള്ള അടിസ്ഥാന ചില സമസ്യകളാണെങ്കിൽ, ഇന്ന് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആയുർവേദത്തിലെ ദ്രവ്യ കേന്ദ്രീകൃതമായ ഔഷധങ്ങളിൽ ഉള്ള ഗവേഷണത്തിന് നമുക്ക് ഇന്ന് എന്തെല്ലാം സാധ്യതകളാണുള്ളത്, അതുപോലെ എന്തെല്ലാം സാഹചര്യങ്ങളാണുള്ളത്, അതിന് നവീനമായ എന്തെല്ലാം രീതികളാണ് നമുക്ക് പ്രയോഗിക്കാൻ പറ്റുക, ആയുർവേദക്കാരന് തന്റെ ഗവേഷണം ചെയ്യാൻ സമീപിക്കാവുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്, ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് വേണ്ട ഒരു അവബോധം നൽകുന്നതിനായിട്ടാണ്. അപ്പൊ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിനായിട്ട് ഇന്ന് ഇവിടെ മുഖ്യ പ്രഭാഷകനായി എത്തിയിട്ടുള്ളത് ഡോക്ടർ കെ വി രാധാകൃഷ്ണൻ സാറാണ്. അദ്ദേഹം ഒരു പ്രമുഖ ശാസ്ത്രജ്ഞനാണ്, അന്താരാഷ്ട്ര തലത്തിൽ ഒട്ടനവധി സംഭാവനകൾ നൽകിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഒരു ചെറിയ ആമുഖം. അദ്ദേഹം 2002 മുതൽ തിരുവനന്തപുരത്തെ CSIR-ന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ സീനിയർ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആയിട്ടും ഓർഗാനിക് കെമിസ്ട്രി വിഭാഗം മേധാവിയായിട്ടും സേവനമനുഷ്ഠിക്കുകയാണ്. അദ്ദേഹം കെമിസ്ട്രി അതിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കി. അതിനുശേഷം സിന്തറ്റിക് ഓർഗാനിക് കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. അതിനുശേഷം മാസ്റ്റർ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അതിൽ 1ാം റാങ്കോടുകൂടി അദ്ദേഹം പാസ്സാവുകയും ചെയ്തു. പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് അദ്ദേഹത്തിന് ജാപ്പനിൽ നിന്നും US-ൽ നിന്നും 3 പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പുകൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ റിസർച്ച് ഇൻട്രസ്റ്റുകളിൽ അദ്ദേഹത്തിനെ ആയുർവേദത്തോട് ചേർത്ത് നിർത്തുന്നത് ബയോ പ്രോസ്പെക്ടിംഗ് ഓഫ് മെഡിസിനൽ പ്ലാന്റ്സ്, അതായത് ഫൈറ്റോ കെമിസ്ട്രിയിൽ ഉള്ള അദ്ദേഹത്തിന്റെ പഠനങ്ങളാണ്. അതോടൊപ്പം സിന്തറ്റിക് ഓർഗാനിക് കെമിസ്ട്രിയിലും മറ്റ് മേഖലകളിലും ഒരുപാട് ഗവേഷണങ്ങളെ നയിച്ചിട്ടുണ്ട്, ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഗൈഡൻസ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം നിരവധി അവാർഡുകളുടെ ജേതാവും ഇന്ത്യക്കകത്തും പുറത്തുമായ നിരവധി സ്ഥാപനങ്ങളിലെ റെപ്യൂട്ടഡ് ഫാക്കൽറ്റിയുമായിട്ടുള്ള അദ്ദേഹം ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികളോടൊപ്പം അദ്ദേഹത്തിന്റെ സമയവും അറിവും പങ്കിടാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഫൗണ്ടേഷന്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു കാർത്തിക്. ഇന്ന് ചർച്ച നയിക്കുന്നത് വൈദ്യൻ രാജ്മോഹൻ സർ. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ല. തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് രസശാസ്ത്രം ഭേഷജകൽപ്പന വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. സ്റ്റേറ്റ് ആയുർവേദ കോവിഡ് റെസ്പോൺസ് സെല്ലിന്റെ ചീഫ് കോർഡിനേറ്റർ ആണ്. സർവോപരി അദ്ദേഹം തിരുമുൽപ്പാട് ഫൗണ്ടേഷന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഭാഗമാണ്. ഈ ഒരു സംരംഭം വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്നതിൽ മുൻകൈയെടുത്തതും അദ്ദേഹമാണ്. അപ്പോ
അദ്ദേഹത്തെ വ്യക്തിപരമായ പേരിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. താങ്ക് യു കാർത്തിക്. താങ്ക് യു. അപ്പൊ അധികം വൈകിക്കാതെ ചർച്ച ആരംഭിക്കാം. രാജ്മോഹൻ സാറിന് ഡൈസ് കൈമാറുകയാണ്. ഓക്കെ, താങ്ക് യു കാർത്തിക്. മുരളി സാർ ഉണ്ട്, അതുപോലെ തന്നെ പ്രസാദേട്ടനുണ്ട്, കാർത്തിക് ഉണ്ട്. നിരവധി വിദ്യാർത്ഥികൾ നമ്മളുടെ ഈ ചർച്ച കേൾക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കൂടുതലും രസശാസ്ത്ര ഭൈഷജ്യകൽപ്പന വിഭാഗവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദ്രവ്യഗുണവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ മാത്രമേ ആകാനാണ് സാധ്യത. കാര്യം അവർക്കാണ് പൊതുവേ ഫൈറ്റോ കെമിസ്ട്രി അല്ലെങ്കിൽ പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസ്, ആയുർവേദത്തിന്റെ പ്രീ ക്ലിനിക്കൽ സ്റ്റഡിയിലേക്ക് കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത് അവരാണ്. അപ്പൊ എനിക്ക് തോന്നുന്നൊരു കുറഞ്ഞ ഒരു സദസ്സായിരിക്കുന്നത് തന്നെ എനിക്ക് സന്തോഷമാണ് തോന്നുന്നത്. കാര്യം അവർക്ക് സാറിനെ കൂടുതലായിട്ട് സാറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും സാറുമായിട്ട് വ്യക്തിപരമായ ഒരു അടുപ്പം സ്ഥാപിക്കുവാനും ഒക്കെ ഈ ഒരു വേദി ഉപകരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം വളരെ ഒരു തുറന്ന മനസ്സോടുകൂടി ഗവേഷണത്തെയും ആയുർവേദത്തെയും കാണുന്ന ഒരു നല്ലൊരു ഗുരുനാഥനും നല്ലൊരു ശാസ്ത്രജ്ഞനും നല്ലൊരു അതിലുപരി സർവോപരി ഒരു പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു നല്ല ചാരിറ്റി പ്രവർത്തകൻ. അങ്ങനെ ഒരുപാട് പിന്നെ വിശേഷണങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുവാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അദ്ദേഹവുമായിട്ട് വളരെ നല്ലൊരു ഇന്ററാക്ഷൻ വിദ്യാർത്ഥികൾക്ക് സാധ്യമാണ്. നിങ്ങളുടെ സംശയങ്ങൾ വളരെ തുറന്ന മനസ്സോടുകൂടി അദ്ദേഹത്തെ ചർച്ച ചെയ്യുമ്പോൾ ആ സംശയങ്ങൾ പ്രിയ വിദ്യാർത്ഥികൾ കുറിച്ചു വെക്കുകയും കൃത്യമായിട്ട് അത് ചോദിച്ച് അതിനെ ഒരു നല്ല ഒരു ക്ലാരിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും ഇവിടെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരാമുഖമായിട്ട് കുറച്ച് വാക്കുകൾ നമ്മളോട് സംസാരിക്കാനായിട്ട് ഏറ്റവും പ്രിയങ്കരനായ രാധാകൃഷ്ണൻ സാറിന്. കാര്യം അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്ത് എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെയും കൂടെ ഒരു മെൻറ്ററാണ്. കാര്യം ഒരുപാട് കാര്യങ്ങൾ വളരെ ക്ലാരിറ്റിയോട് കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. എനിക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അദ്ദേഹത്തിനോട് സംസാരിക്കാൻ കഴിയുന്ന, വളരെ ക്ലാരിറ്റിയോട് കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, വളരെ സ്നേഹത്തോടു കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ശാസ്ത്രജ്ഞനായിരിക്കുന്ന ഒരു നല്ല മനുഷ്യൻ. അദ്ദേഹത്തെ ഈ ഒരു ആമുഖ സംഭാഷണത്തിനായിട്ട് സാദരം സ്നേഹത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. സാർ പ്ലീസ്. താങ്ക് യു രാജ്മോഹൻ. രാജ്മോഹൻ ആകെ എന്താണ്ടൊക്കെ കുറെ പറയുന്നുണ്ട്. എന്തായാലും ഈ തിരുമുൽപ്പാട് ഫൗണ്ടേഷന്റെ ഈ ഡിസ്കഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ആയുർവേദക്കാരോട് ഭയങ്കര അസൂയാണ്. കാരണം ഈ ആയുർവേദം പഠിക്കുന്ന ആൾക്കാരോട് അസൂയ തോന്നാൻ കാരണം, നിങ്ങള് പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത്, പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ആ ശാസ്ത്രം, ആയുർവേദ ശാസ്ത്രം, അത് അമൂല്യമാണ്. അത് അമൂല്യം ആണെന്ന് മാത്രമല്ല, ഇത്തരം ഒരു ട്രഷർ വേറെ കണ്ടെത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ നമ്മളിവിടെ ട്രഡീഷണൽ നോളജ് എന്ന് പറയുന്ന പല കാര്യങ്ങളും, സിദ്ധ ആയാലും ഹോമിയോപ്പതിയിലെ കുറെ കാര്യങ്ങളായാലും ഫോക്ലോർ ആയാലും, അതിന്റെ എല്ലാത്തിന്റെയും ബേസ് ആയുർവേദമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? അപ്പൊ ഈ അമൂല്യമായ ഈ അറിവ് നേടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളോട് അസൂയ തോന്നാതെ എനിക്ക് എന്ത് തോന്നണം? കാരണം ഞാനൊക്കെ ഈ കെമിസ്ട്രി മാത്രം പഠിക്കുകയും അതിൽ കുറച്ച് എന്നാ കൊണ്ടാകുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് മുന്നോട്ട് വരികയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ എന്തെങ്കിലും ആയുർവേദം പഠിച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വഴിയാണ്. ആയുർവേദം പഠിക്കല്ല ഞാൻ പറയുന്നത്, ആയുർവേദത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടർ രാജ്മോഹനുണ്ട്, അതുപോലെ കുറെ അധികം പേരുണ്ട്, റിട്ടയർഡ് ആയിട്ടുള്ള കുറെ അധികം വ്യക്തികളുണ്ട്, പിന്നെ ആയുർവേദ രംഗത്ത് ഉള്ള സനിൽ സാറുണ്ട്, സിരി പോലെ കുറെ അധികം പേരുണ്ട്. പേര് പറയുകയാണെങ്കിൽ കുറെ അധികം പേരുണ്ട്. അപ്പൊ അവർ ഓരോ കാര്യങ്ങളും എന്നോട് ഡിസ്കസ് ചെയ്യാൻ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആയുർവേദത്തില് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ വേണ്ട കാര്യം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫോർമുലേഷനിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അതെങ്ങനെ ആയിരിക്കണം എന്നുള്ള ആ പ്രോബ്ലം ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം ഡിസ്കഷനിലൂടെ. ഈവൻ ഇന്ന് പലപ്പോഴും എനിക്ക് ഒരുപാട് കോള് വരാറുണ്ട് ഇപ്പൊ അടുത്ത കാലത്തായിട്ട്. കാരണം എല്ലാവരും കരുതിയിരിക്കുന്നത് ഞാൻ ആയുർവേദത്തിനെ കുറിച്ച് സംസാരിക്കാൻ, ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണത്തെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നത്. അങ്ങനെ കോള് വരുമ്പോൾ അവര് നമ്മളുമായി പങ്കുവെക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നത്. പല കാര്യങ്ങളും, കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് കുറെയൊക്കെ അറിയായിരുന്നു. കാരണം എൻ്റെ അച്ഛൻ ചെറുപ്പത്തിൽ, എനിക്ക് തോന്നുന്നു ഒരു 10-15 വയസ്സ് തൊട്ട് ഒരു വൈദ്യന്റെ കൂടെ
മരുന്ന് ഒക്കെ പറിക്കാനും ഈ മരുന്ന് ഉണ്ടാക്കാനും കൂടി പോയിരുന്ന ഒരാളാണ് കുറെ കാലം. എനിക്ക് തോന്നുന്നു അദ്ദേഹം കല്യാണമൊക്കെ കഴിക്കുന്നവരെ അമ്മയെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് വരെ ഇതില് ഇൻവോൾവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ ഈ പല കാര്യങ്ങളും എന്നായിട്ട് പങ്കുവെക്കാറുണ്ടായിരുന്നു. ഇപ്പൊ എവിടെ പോകുകയാണെങ്കിലും പോണ വഴിക്കുള്ള കാര്യങ്ങള് ഇത് ഇന്ന ചെടിയാണെന്നും ഇന്ന കാര്യത്തിന് ഉപയോഗിക്കുകയാണ്, ഇന്ന മരുന്നിൽ ഉപയോഗിക്കേണ്ടെന്നൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കാം കുറച്ച് ഇൻട്രസ്റ്റ് വന്നത്. എന്തായാലും ഈ നമുക്ക് ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ബയോഡൈവേഴ്സിറ്റി ഉണ്ട്. ആ ബയോഡൈവേഴ്സിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ആയുർവേദ ശാസ്ത്രം. ഇപ്പൊ നിങ്ങള് കുറെ അധികം പേർക്കും എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, പല മെസ്സേജസ് എനിക്ക് വരുന്ന പലരും കുറെ യൂട്യൂബ് വീഡിയോസ് അയച്ചു തന്നിട്ട് എന്നോട് ചോദിക്കും, ഇത് നമ്മൾ എങ്ങനെ എതിരിടണം, ഇതിനെ കുറിച്ച് ഞാൻ എന്ത് അഭിപ്രായം മറുപടി പറയണം, ഇത് നമ്മൾ എങ്ങനെയാണ് എതിർക്കുന്നത്. അതിற்கு ഞാൻ പലരോടും ഞാൻ മറുപടി കൊടുക്കാറില്ല. കാരണം ഈ യൂട്യൂബ് അതുപോലെയുള്ള ഇപ്പൊ വേറെ എന്തോ ഒരു ഹൗസിന്റെ കാര്യം പറഞ്ഞേക്കാം, ക്ലബ് ഹൗസ് എന്തോ കാര്യങ്ങള് ഫേസ്ബുക്കിലൊക്കെ ഉള്ള പോസ്റ്റ്, അത് അന്ധകാരത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഇതിനേക്കാളൊക്കെ ഉയരെയാണ്. നമ്മുടെ ഈ ആയുർവേദം ഇതിനേക്കാളൊക്കെ ഉയരെയാണ്, വെളിച്ചമാണ്. അത് എത്രയോ കാലങ്ങളായിട്ടുള്ള നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും വഴി ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഒരു ശാഖയാണ് ആയുർവേദം, അല്ലെ, ആയുർവേദ ശാസ്ത്രം. അതിന് അതിൻ്റെതായ രീതികളുണ്ട്. അതിന് ശാസ്ത്രീയമായി വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രത്തിൽ വെളിപ്പെട്ടതല്ലേ ആയുർവേദ ശാസ്ത്രമായിട്ട് വന്നിരിക്കുന്നത്. കാലത്തിനനുസരിച്ച് അതിനുള്ള മാറ്റങ്ങൾ വരുത്താം, അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം, ചെടികൾക്ക് ഉണ്ടാകുന്ന മാറ്റം, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് അനുസരിച്ച് ഉണ്ടാകുന്ന മാറ്റം, ആ മാറ്റങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആ മനസ്സിലാക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ഈ ആയുർവേദത്തിലെ പല പ്രിപ്പറേഷൻസിലോ മറ്റ് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള ചെറിയ മാറ്റങ്ങളല്ലാതെ മൊത്തത്തിലുള്ള ഒരു ഗവേഷണം കൊണ്ട് അങ്ങനെ ആയുർവേദത്തിനെ ശാസ്ത്രീയവൽക്കരിക്കുക എന്ന് പറയുന്നതിനെ കുറിച്ച് എനിക്ക് വിഷമം തോന്നുന്നു. കാരണം അന്ധകാരത്തിൽ നിന്ന് വരുന്ന ആ വാക്കുകൾക്ക് ചെവി കൊടുത്ത് നിങ്ങൾ അതിന് ഉത്തരം പറയാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കുന്നതാണ്. ഇത് പറയാൻ കാരണം പ്രത്യേകിച്ച് കുട്ടികളെ കുറിച്ച് ഓർക്കുന്നു. എന്നോട് പലരും ചോദിച്ചു, ഇത്രയധികം കുട്ടികൾ ഇങ്ങനെ പഠിച്ചിറങ്ങുന്നു, ഈ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് അവരെ കോൺഫിഡൻസ് പോകുന്നു. എന്തിന് കോൺഫിഡൻസ് പോകണം? നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ എന്തിനാണ് കോൺഫിഡൻസ് പോകുന്നത്? കാരണം നിങ്ങൾ പഠിക്കുന്ന അമൂല്യങ്ങളിൽ അമൂല്യമായിട്ടുള്ള ഒരു ശാസ്ത്രമാണ്. അത് ശാസ്ത്രമാണ്. ആ ശാസ്ത്രം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പാരാമീറ്റേഴ്സ് ഇപ്പൊ 100 കൊല്ലോ 150 കൊല്ലോ പഴക്കമുള്ള ഒരു മോഡേൺ സയൻസിന്റെ പാരാമീറ്റർ വെച്ചിട്ടല്ല. അത് മോഡേൺ സയൻസിന് മനസ്സിലാക്കാൻ പറ്റാവുന്നതിനേക്കാളും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ആയുർവേദം. അതിലെ ആ ഡ്രഗ് കോമ്പിനേഷൻസും ഓരോ ചെടികളുടെ കോമ്പിനേഷനും അതിൽ നിന്ന് വരുന്ന എഫക്റ്റും എല്ലാം നിരീക്ഷണങ്ങളിലൂടെ വന്നതാണ്. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. പിന്നെ ആകെ ഒരു ചേഞ്ച് ഇവിടെ വന്നിട്ടുള്ളത്, നമ്മൾ പണ്ട് ഹോം മെയ്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു വൈദ്യന്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുത്തിരുന്ന ഇതാണ്. അപ്പൊ ഒരു ഇൻഡസ്ട്രിയൽ, നമ്മളുടെ കാലത്തിനനുസരിച്ച് ഈ മരുന്നുണ്ടാക്കുന്നതൊക്കെ കുറച്ച് മാറി ഇൻഡസ്ട്രി ആയി മാറുമ്പോഴുണ്ടാവുന്ന ചെറിയ മാറ്റങ്ങൾ അതെങ്ങനെയാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടത്? അതിനുവേണ്ടി നമ്മൾ കുറച്ചും കൂടി ക്ലാരിറ്റി വരുത്താൻ ക്വാളിറ്റി അഷുറൻസും മറ്റു കാര്യങ്ങളും എങ്ങനെ ചെയ്യണം എന്നുള്ളത് മാത്രമേ ആയുർവേദത്തിന് ആവശ്യമുള്ളൂ. അപ്പൊ ഇൻഡസ്ട്രി ആയിട്ട് വരുമ്പോഴുണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി രാജ്മോഹൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം. അപ്പൊ ആയുർവേദ ഗവേഷണം അല്ലെങ്കിൽ ശാസ്ത്രീയവൽക്കരിക്കാം, അല്ലെങ്കിൽ ആയുർവേദ ശാസ്ത്രത്തെ മോഡേൺ സയൻസ് വെച്ച് എന്തൊക്കെ ചെയ്യാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ആവശ്യം കാലത്തിനനുസരിച്ച് ആയുർവേദ പ്രിപ്പറേഷൻസിലോ ഉപയോഗിക്കുന്ന പ്ലാന്റുകളോ അല്ലെങ്കിൽ ഈ കളക്ഷനോ അല്ലെങ്കിൽ സ്റ്റോറേജോ, ഇപ്പൊ ഇൻഡസ്ട്രിയൽ ആകുമ്പോ ഷെൽഫ് ലൈഫിലുള്ള വ്യത്യാസം, ഷെൽഫ് ലൈഫ് കണ്ടുപിടിക്കും. അത്തരം കാര്യങ്ങളൊന്ന് നോർമലൈസ് ചെയ്യുക, ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ കൊണ്ടുവരിക എന്നല്ലാതെ ആയുർവേദത്തിന് വേറൊരു ശാഖയുടെ അല്ലെങ്കിൽ ഒരു വളരെ ന്യൂ ആയിട്ടുള്ള ഒരു ശാഖയുടെ പാരാമീറ്റർ വെച്ച് അളക്കേണ്ട ആവശ്യമില്ല. കാരണം ആയുർവേദ ഹാസ് ഇറ്റ്സ് ഓൺ പാരാമീറ്റേഴ്സ് ടു മെഷർ ഇറ്റ്സ് എഫക്റ്റീവ്നെസ്. അത് കാലങ്ങൾ തെളിയിച്ചതാണ്.
ഇനി കാരണം നമുക്ക് നമ്മുടേതായ പാരാമീറ്റേഴ്സ് ഉണ്ട്. മറ്റ് വെസ്റ്റേൺ കൺട്രീസ് പറയുന്ന അക്കാഡമിക് സ്റ്റാൻഡേർഡിനനുസരിച്ച് പബ്ലിഷ് ചെയ്യാനല്ല നമ്മൾ ശ്രമിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ ശാസ്ത്രം നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് 5000 വർഷത്തോളം പഴക്കമുള്ള ആ ശാസ്ത്രത്തിന് നമ്മള് പുതിയ കാലഘട്ടത്തിനനുസരിച്ച് അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും, ആയുർവേദത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ ഒന്നും മാറ്റം വരുത്താതെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. അല്ലാതെ മോഡേൺ സയൻസിന്റെ പാരാമീറ്റേഴ്സിന്റെ ആവശ്യമില്ല. പിന്നെ ഇതിന് മറ്റ് ശാഖകളിൽ ഇരുന്ന് വേറെ പ്രത്യേകിച്ചൊന്നും എടുത്ത് പറയുന്നില്ല. മറ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു മെഡിസിനൽ കെമിസ്റ്റ് ആണ്. കാരണം എൻ്റെ ഒരു വർക്കിന്റെ പ്രധാന ഭാഗം പുതിയ ഡ്രഗ് ഡിസ്കവറി അത്തരം കാര്യങ്ങളാണ്. അപ്പൊ ആയുർവേദം ഞാനൊരു ശരിക്കും ഒരു സെൽഫിഷ് ആണെന്ന് പറയാം. കാരണം ആയുർവേദത്തിലെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിലുള്ള പ്ലാന്റ് വരുമ്പോൾ അതിന്റെ മോളിക്കുലാർ മെഡിസിൻ രീതിയിലും ഞാൻ ആ അറിവ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആയുർവേദം തന്നെയല്ല ഫോക്ലോർ ആയാലും എന്തായാലും. അപ്പൊ അത്തരം ഒരു ശാഖയില് ഇത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള, ഇത്രയും അമൂല്യമായിട്ടുള്ള, ഇത്രയും യുണീക്ക് ആയിട്ടുള്ള ഒരു ശാസ്ത്രശാഖ പഠിക്കുമ്പോൾ നമ്മൾ വേറെ അന്ധകാരത്തിന് മറുപടി കൊടുക്കുക. അന്ധകാരത്തിൽ നിന്ന്, അജ്ഞതയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിനും യൂട്യൂബിനും അതിനൊന്നും മറുപടി കൊടുക്കാനും അതിന്റെ പുറകെ പോകരുതെന്ന ഒരു അപേക്ഷയുണ്ട് നിങ്ങളോട് എല്ലാവരോടും. നമ്മുടെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോ ഒരു കബീർദാസിന്റെ ഒരു ദോഹ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹിന്ദിയില്. കസ്തൂരി കുണ്ടലി ബസൈ മൃഗഡൂണ്ടെ ബസൈ നാഹി എന്ന് പറഞ്ഞൊരു തുടക്കത്തിൽ. അതില് കസ്തൂരി അന്വേഷിച്ച് ഇത് നമ്മുടെ കസ്തൂരിമാൻ നടക്കാനെന്ന് പറയുന്ന പോലെ ഇവര് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസറും കൊണ്ട് നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്. ചില ആൾക്കാര് എനിക്ക് അവരായിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്യണം, സാർ ഹെൽപ്പ് ചെയ്യണം, അതിന് ശാസ്ത്രീയമായി ഹെൽപ്പ് ചെയ്യണം. എന്താ ഉദ്ദേശിക്കുന്നത്? അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ കൂടുതൽ കോൺഫിഡൻസ് വരാൻ, ഡീപ്പായിട്ട് നോളജിലേക്ക് പോകുക, നിങ്ങൾ അതിന് പാഷനേറ്റ് ആയിട്ട് എടുക്കുക, ഡെഡിക്കേറ്റഡ് ആയിട്ട് എടുക്കുക. അത്രയും ചെയ്തു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആയുർവേദത്തിലെ ഗവേഷണം എന്ന് പറയുന്നത് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇതിൽ എങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ, ക്ലാസിക്കൽ കാര്യങ്ങൾക്ക് കാര്യമായ മാറ്റങ്ങൾ വരുത്താതെ. എനിക്ക് വളരെ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളു ഈ ഏരിയയിൽ. പക്ഷെ ആ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയ എക്സൈറ്റ്മെന്റ് നിങ്ങളോട് ഞാൻ ഡിസ്കഷനിൽ പറഞ്ഞറിയിക്കാം. കാരണം അത്രയധികം എക്സൈറ്റിംഗ് കാര്യങ്ങളാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഈ ആയുർവേദ ആചാര്യന്മാർ ഇത് കണ്ടെത്തിയത്? പല കോമ്പിനേഷൻസിന്റെ കാര്യങ്ങളും ഈ ഫോർമുലേഷൻസ് ശരിക്കൊരു എന്താ പറയാ, ഇത്രയധികം നിരീക്ഷണ പാഠമുള്ള ആളുകളായിരുന്നു. അവർ ഡെഡിക്കേറ്റഡ് ആയിരുന്നു. ആ ഡെഡിക്കേഷന്റെ ഒരു ശതമാനത്തിലേക്ക് നിങ്ങളെല്ലാവരും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആയുർവേദം രക്ഷപ്പെടും. അപ്പൊ എനിക്ക് ഇത്രയും പറയാനുള്ളൂ രാജ്മോഹൻ. നമുക്ക് എന്താണ്? ഓക്കെ സാർ, താങ്ക് യു സാർ. വളരെ കൃത്യമായ ഒരു മെസ്സേജ് ഇവിടെ പറഞ്ഞു. കാര്യം നമ്മളുടെ പഠനങ്ങളിലും ഗവേഷണങ്ങളിലും കൂടുതൽ ഫോക്കസ് ചെയ്യാണ് വേണ്ടത്. ചില പ്രത്യേക ചർച്ചകൾക്ക് മറുപടി പറയുന്ന ഒരു നീജർക്ക് റിയാക്ഷനിലൂടെ അല്ല ആയുർവേദത്തിലെ ഗവേഷണങ്ങളും പഠനങ്ങളും സംഭവിക്കേണ്ടത് എന്നാണ് സാർ വളരെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞത്. നമ്മുടെ ചർച്ച ആരംഭിക്കാം സാർ. അപ്പൊ എനിക്ക് ആദ്യമായിട്ട് ഇതിനകത്ത് സാറിനോട് ചോദിക്കാനുള്ളത്, വളരെ എനിക്ക് തോന്നുന്നു വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളിവിടെ ഗവേഷണത്തിന്റെ സബ്ജക്റ്റുകൾ തേടി ആയിരിക്കാം ഒരു പക്ഷേ ഇവിടെ എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ സിനോപ്സിസിന്റെ ഒക്കെ സമയമാണ്. അപ്പൊ സാറ് പറയുന്ന അനുഭവങ്ങളിൽ നിന്നും സാറ് പറയുന്ന ചില എക്സാമ്പിൾസിൽ നിന്നും നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അത് വളരെ ശ്രദ്ധാപൂർവം എടുക്കുക. നമ്മൾ സാധാരണഗതിയിൽ വേർ ഡു റിസർച്ച് ഐഡിയാസ് കം ഫ്രം എന്ന് പറയുന്നത് ഒരാളുടെ എക്സ്പീരിയൻസിൽ നിന്ന്, ഒരാളുടെ ചർച്ചകളിൽ നിന്ന്, ഗ്രൂപ്പായിട്ടുള്ള ഡിസ്കഷൻസിൽ നിന്നൊക്കെയാണ് നമുക്ക് ഗവേഷണത്തിന്റെ സാധ്യതകളെ കുറിച്ചോ അല്ലെങ്കിൽ ഗവേഷണത്തിന്റെ വിഷയങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത്. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, സാർ വളരെ 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 റെപ്യൂട്ടഡ് ആയിട്ടുള്ള, സാറിന്റെ പേര് തന്നെ നമ്മൾ ഡാറ്റാബേസുകൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സാറിന്റെ നിരവധിയായ പേപ്പറുകൾ നമുക്ക് കാണാൻ കഴിയും. സാറിന്റെ പഠന കാലയളവ് തൊട്ട് ഇങ്ങോട്ടുള്ള നിരവധി പേപ്പറുകൾ കാണാൻ കഴിയും. അപ്പൊ ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടിരുന്ന ഒരാൾ എന്തുകൊണ്ടാണ് ഈ ആയുർവേദ ഗവേഷണ രംഗത്തേക്ക് തിരിഞ്ഞത് എന്നുള്ളത് സാർ ചുരുക്കം ഒരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ എനിക്ക് തോന്നുന്നു ഇവർക്കൊരു സാറ് കണ്ട ഗവേഷണ സാധ്യത, ആയുർവേദ രംഗത്ത് സാറ് കണ്ട ഗവേഷണ സാധ്യത എന്തായിരുന്നു, സാറിനെ ഇതിലേക്ക് തിരിച്ചുവിട്ട എന്തായിരുന്നു എന്ന് ഒന്ന് ചുരുങ്ങിയ വാക്കിൽ പറഞ്ഞാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു.
ഞാൻ ഈ സിന്തറ്റിക് മെഡിസിനൽ കെമിസ്ട്രി ഏരിയയിൽ സിന്തറ്റിക് ഓർഗാനിക് കെമിസ്ട്രി, അതായത് മോളിക്യൂൾസ് ഉണ്ടാക്കുക, മോളിക്യൂൾസ് ഡ്രഗ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുക, അങ്ങനെ അതിനുള്ള മെത്തേഡ്സ് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലായിരുന്നല്ലോ പോയത്. പിന്നീട് ഞാൻ ഈ ഫൈറ്റോ കെമിസ്ട്രിയെ കുറിച്ച് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പേടിയായിരുന്നു ചെയ്യാനായിട്ട്. കാരണം കുറച്ച് ലബോറിയസ് ആണ് ഉള്ളതുകൊണ്ട് മാറി നിൽക്കായിരുന്നു. പക്ഷെ പിന്നീട് ഒരു കാര്യം മനസ്സിലായത് എന്താന്ന് വെച്ചാല്, കുറെ ഡിസ്കഷൻ വഴിയും പല വായനയെന്ന് മനസ്സിലായത്, നമ്മൾ ഇനി ഫ്യൂച്ചറിൽ നമ്മൾ നേരിടാൻ പോകുന്ന പല ഹെൽത്ത് ഹസാർഡ്സും, ഹെൽത്ത് അല്ലെങ്കിൽ പാൻഡമിക്, എപ്പിഡമിക് എന്തായിക്കോട്ടെ, ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസിന് സൊല്യൂഷൻ ഈസ് ഓൺലി ആയുർവേദ അല്ലെങ്കിൽ നമ്മളെ ബയോഡൈവേഴ്സിറ്റി ആണെന്നുള്ള തിരിച്ചറിവാണ് ഇതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ കാരണം ഇത് ഫൈറ്റോ കെമിസ്ട്രി എന്ന് പറഞ്ഞ ഏരിയ വളരെ കുറച്ച് പേര് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരു 75 വരെ ഇന്ത്യയിൽ വളരെയധികം ലാബില് വളരെ ഫേമസ് ആയ ആൾക്കാർ ചെയ്തിരുന്നതാണ്. പിന്നീട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഈ ജോലി കിട്ടിക്കഴിഞ്ഞ പ്രൊമോഷൻ എന്താണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, എത്ര പേപ്പർ പബ്ലിഷ് ചെയ്യണം എന്നുള്ള രീതിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴും ഇത്തരം സൊസൈറ്റിക്ക് വളരെ ഉപയോഗമായിട്ടുള്ള പല കാര്യങ്ങളും ഓട്ടോമാറ്റിക് ആയിട്ട് നിന്നുപോയി. അതാണ് ശരിക്കും നടന്നത്. പക്ഷെ എനിക്ക് ഉള്ള ഇൻട്രസ്റ്റ് ഞാൻ പറഞ്ഞു, എനിക്കൊരു സെൽഫിഷ് ഇൻട്രസ്റ്റ് ആണ് ഇതില്. ഇത് പഠിക്കുന്നതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പുതിയത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ മോഡേൺ ഇനിയുള്ള ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന, ഇപ്പൊ നമുക്കിപ്പോ ഒരു വൈറസ് വന്നു, ധാരാളം വൈറസുകളും ബാക്ടീരിയയും എല്ലാം വരും. അതിനുള്ള സൊല്യൂഷൻ ആകെ ഒരു ഇതുള്ളൂ. ഇപ്പൊ അത് നമ്മുടെ ആയുർവേദമാണ്. ആയുർവേദത്തിൽ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ള ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഏത് തരം ആന്റിബയോട്ടിക് കഴിച്ചാലും മാറാത്ത കാര്യങ്ങള് നമ്മുടെ നീർഗുണ്ഡ്യാദി കഴിച്ചാലും മാറും എന്നുള്ള അനുഭവത്തിൽ നിന്നും കൂടിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഏരിയയിൽ കുറച്ചും കൂടി കൂടുതൽ ഫോക്കസ് ചെയ്യാൻ കാരണം. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നത് പ്രസാദേട്ടൻ എനിക്കൊന്ന് 6:30 മണിയോടുകൂടി ഒരു മീറ്റിംഗിലേക്ക് പോകാനുണ്ട്. പ്രസാദേട്ടൻ വളരെ ക്വിക്കായിട്ട് ഒരു 2 കമന്റ്സ് നമ്മുടെ ഇന്നത്തെ ചർച്ചയെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പ്ലീസ് പ്രസാദേട്ടൻ. ഞാൻ വളരെ കൗതുകത്തോടു കൂടി രാധാകൃഷ്ണൻ സാറ് പറയുന്നത് കേൾക്കുകയാണ്. കാരണം എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാല്, ഞാനിപ്പോ ഇന്ന് തന്നെ വേറൊരാളോട് പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന സംഗതി ഇത് തന്നെയായിരുന്നു. പുതിയ തലമുറയുടെ കയ്യിലുള്ള ഗവേഷണത്തിന് മുതിരുന്ന PG-ക്കാരും ഒക്കെ ആയിട്ടുള്ള വിദ്യാർത്ഥികളിൽ നിന്നുള്ള ഒരു വല്ലാത്തൊരു അങ്കലാപ്പിന്റെ ഒരു സന്ദർഭമുണ്ട്. അതായത് എന്താണ് ആയുർവേദം പുതിയ കാലത്തിന് ചെയ്യാൻ പോകുന്നത്, ഇതിനെ എങ്ങനെയാണ് പുതിയ സമൂഹം സ്വീകരിക്കാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കുറെ സംഗതികൾ. പക്ഷെ യഥാർത്ഥത്തിൽ രാധാകൃഷ്ണൻ സാറിന്റെ ആ തുടക്കത്തിലുള്ള ആ ഇൻട്രൊഡക്ടറി നോട്ട്സ് വളരെ കൺവിൻസിങ് ആണ്. അത് വളരെയധികം ഒരു കണ്ണു തുറപ്പിക്കേണ്ടതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഈ മാറ്റം വേണ്ടുന്ന മേഖലകൾ ഏതാണ്, എങ്ങനെയാണ് നമ്മൾ ശാസ്ത്രത്തെ നിത്യനൂതനമാക്കി നിർത്തുന്നത്, ഈ ഒരു ആലോചന വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിലല്ല പലപ്പോഴും മാറ്റം വേണ്ടി വരുന്നത്, പകരം അതിനെ പ്രയോഗിക്കുന്നതായ സമ്പ്രദായത്തിനാണ്. സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ഏത് കാലത്തും ആ സമയത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ആഗ്രഹങ്ങളുടെയോ സ്വപ്നങ്ങളുടെയോ ആവശ്യങ്ങളുടെയോ ഒക്കെ സാക്ഷാത്കാരമാണ്. ഇപ്പോ അതിനകത്ത് ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് ഈ ആവശ്യങ്ങൾക്കപ്പുറത്തും ആഗ്രഹങ്ങൾ ഉണ്ടാക്കിക്കാൻ കൂടെ സാങ്കേതിക വിദ്യക്ക് കഴിയും എന്നുള്ളൊരു സ്ഥിതി വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു. അതേ സമയത്ത് ഈ അടിസ്ഥാനപരമായി പ്രകൃതിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നില്ല, നേച്ചറിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നില്ല. എത്ര വലിയ ഇടപെടലുകൾ ഉണ്ടെങ്കിലും ശരീരം എന്ന് പറയുന്ന ജീവശരീരം എന്ന് പറയുന്നതിന്റെ സാഹചര്യങ്ങളോടുള്ള റെസ്പോൺസിൽ മാറ്റം വരുന്നില്ല. അപ്പോ സ്വന്തമായ ചില കാഴ്ചപ്പാടുകളിൽ ആഴത്തിൽ പഠനം നടത്തി അതില് കൃത്യമായ ചുവടുറപ്പിച്ചുകൊണ്ട് ലോകത്തെ അഭിമുഖീകരിക്കാൻ, പുതിയ കാലത്തിന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനോട് യോജ്യമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കാൻ, സാങ്കേതിക വിദ്യ എത്ര കണ്ട് ഉപയോഗിക്കണമോ അത്ര കണ്ട് ഉപയോഗിക്കാൻ, പരിഷ്കാരത്തിന് വേണ്ടി മാത്രമല്ലാതെ ആവശ്യത്തിന് വേണ്ടി പരിഷ്കാരങ്ങളെ ഉൾക്കൊള്ളാൻ ഒക്കെയുള്ള ഒരു സന്ദേശമാണ് രാധാകൃഷ്ണൻ സാറ് തന്നത്. അദ്ദേഹത്തിന്റെ ഇൻട്രൊഡക്ടറി നോട്ടില് ഇറ്റ് ഈസ് സോ കൺവിൻസിങ്. വളരെ കൃത്യമായി കണ്ണ് തുറപ്പിക്കേണ്ടതായ ഒരു നിലപാടാണ് അദ്ദേഹം എടുത്തത്. എനിക്ക് വളരെ സന്തോഷം.
താങ്ക് യു ഏട്ടാ, താങ്ക് യു. അപ്പം നമുക്ക് വിഷയത്തിന്റെ കോറിലേക്ക് പോകാം. എന്നിട്ട് മുരളി സാർ ഉണ്ട്, നമുക്ക് പിന്നീട് മുരളി സാറിലേക്ക് വരാം. സാർ, എനിക്ക് വിഷയത്തിലേക്ക് കിടക്കുകയാണ് സാർ. അതായത് ഉദാഹരണത്തിന് ആയുർവേദത്തിൽ എൻ്റെ മുമ്പ് എനിക്ക് തോന്നുന്നൊരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതുപോലെ ഒരു ഡാറ്റ കളക്ഷന്റെ ഭാഗമായിട്ട് ഞാൻ നോക്കിയപ്പോൾ ഒരു വായിച്ചത് ഏകദേശം 1648 മെഡിസിനൽ പ്ലാന്റ്സ് ആണ് ആയുർവേദത്തിൽ ഭാരതം ഒട്ടാകെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്, കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. മാത്രമല്ല നമ്മളുടെ വെസ്റ്റേൺ ഗാർഡ്സിൽ തന്നെ ഒരുപാട് ഏകദേശം 30,000 ആൻജിയോസ്പേംസ് ഉള്ളതായിട്ടും അതിനകത്ത് വളരെ നല്ല ഒരു ഔഷധ സമ്പത്ത് നമുക്ക് ലഭ്യമാണ് എന്ന് വായിച്ചു കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഔഷധ സമ്പത്തുകളെ കുറിച്ചുള്ള കൃത്യമായ ഒരു പഠനവും അല്ലെങ്കിൽ ഈ ഔഷധ സമ്പത്തുകളെ കുറിച്ചുള്ള അറിവുകൾ നമുക്ക് വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ ഒരു രോഗത്തെക്കുറിച്ചും ആ രോഗത്തിന് ഉപകരിക്കാൻ കഴിയുന്ന ഔഷധങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ ഔഷധ സസ്യങ്ങളായിക്കൊള്ളട്ടെ, ഔഷധ സസ്യങ്ങൾക്ക് എടുക്കുന്ന വിവിധങ്ങളായ കമ്പോണൻസ് ആയിക്കൊള്ളട്ടെ, വാട്ട് എവർ ഇറ്റ് ഇസ്, ഞാനതൊരു ആയുർവേദമെന്നോ അല്ലെങ്കിൽ മറ്റ് ഇതര വൈദ്യശാസ്ത്രമെന്നോ ഒന്നും കാണാതെ ഞാൻ പറയുകയാണ്. കാര്യം ഇതിനെക്കുറിച്ചുള്ള വളരെ വിശദമായ അറിവുകൾ നമ്മളുടെ ഈ ഔഷധ സമ്പത്തുകളിൽ ലഭ്യമാണ്. സാറിന് എന്ത് തോന്നുന്നു, ഇത്രത്തോളം ഈ ഔഷധ സമ്പത്ത് ഉണ്ടായിട്ട് സാറ് നേരത്തെ പറയുകയുണ്ടായി വളരെ കുറച്ച് ഫൈറ്റോ കെമിസ്ട്രികൾ മാത്രമാണ് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്കിത് ടാപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് പോലെയുള്ള ചില പുസ്തകങ്ങളൊക്കെ വന്നിട്ടുള്ളതിനപ്പുറത്തേക്കായിട്ട് ഫ്ലോറ പ്രസിഡൻസി ഒക്കെ വന്നിട്ടുള്ളതിനപ്പുറത്തേക്കായിട്ട് കാര്യക്ഷമമായി നമ്മളുടെ ഔഷധ സമ്പത്തിനെ എടുത്തു കാണിക്കുന്ന തരത്തിലുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും ഭാരതത്തിൽ കാര്യക്ഷമമായി നടക്കുന്നുണ്ടോ? ഒരു ആയുർവേദ വിദ്യാർത്ഥി ഈ മേഖലയിലേക്ക് കടന്നു വരുവാൻ ഒരു സാധ്യത, അയാൾ പലപ്പോഴും പോളിഹെർബൽ കോമ്പിനേഷൻസ് ആണല്ലോ ഉപയോഗിക്കുന്നത്, 1-2 മരുന്നുകൾ ചേർന്ന കോമ്പിനേഷൻസിനെയാണ് പോളിഹെർബൽ കോമ്പിനേഷൻസ് എന്ന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പറയുകയാണ് ഉപയോഗിക്കുന്നത്. ഫൈറ്റോ കെമിസ്ട്രി എന്ന് പറയുന്നത് നമ്മളുടെ ഫൈറ്റോ കെമിസ്ട്രിയും ഫൈറ്റോ മെഡിസിനും പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള മോളിക്യൂൾസിനെ കുറിച്ചും അതിന്റെ തെറാപ്പി, അത് ഉപയോഗിച്ചുള്ള തെറാപ്പിയെ കുറിച്ചുമാണ് സംസാരിക്കുന്നത്. അപ്പം ഈ മേഖലയിൽ നമുക്ക് എന്തൊക്കെയാണ് സാർ, ഇത് കൃത്യമായി ഭാരതം ടാപ്പ് ചെയ്യുന്നുണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? കൃത്യമായിട്ട് പറയാവുന്ന ഒരു കാര്യമാണ് അത്. കാരണം തീരെ ടാപ്പ് ചെയ്യുന്നില്ല, <1% എന്നാണ് ഞാൻ പറയാം. കാരണം ഈ പല മേഖലകളിലും ഈ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ, ആയുഷിന്റെ മേഖലകളിലുള്ള ഫണ്ടിങ്ങിന്റെ ഒക്കെ ഇതില് ഗൈഡ് ലൈൻസിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ അറിയാം, അവിടെ കുറെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ, ആ രീതിയിലല്ലേ പോകുന്നുള്ളൂ. എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ആയുർവേദത്തിനെ തലതിരിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള വളരെ വിഷമമുണ്ട്. ആരും ഇതില് ഗതിക്ക് എനിക്കെതിരെ ഒന്നും, എനിക്ക് തോന്നിയൊരു കാര്യത്തിന്റെ ക്രിറ്റിസിസം ആണ് ഞാൻ പറയുന്നത്. മിക്കവാറും ഇത്തരം റിസർച്ച് പ്രോജക്ട്സിലെല്ലാം പുതിയ ഡോസേജ് ഫോം അല്ലെങ്കിൽ അതിന്റെ വെച്ചൊരു പുതിയ ഫോർമുലേഷൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിൽ നിന്നൊരു ഫൈറ്റോ ഫാർമസ്യൂട്ടിക്കൽ ഉണ്ടാക്കുക, അത് ഉണ്ടായിക്കോട്ടെ. പക്ഷെ അത് അതിന്റെ എഫക്റ്റീവ്നെസ്സിനൊക്കെ അറിയാനൊക്കെ ആയിട്ട് കുറെ കാലങ്ങൾ എടുക്കില്ലേ, ക്ലാസിക്കലിലല്ല അത് ചെയ്യുന്നത്. അപ്പൊ ഫണ്ടിങ്ങിനൊക്കെ പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും അതെല്ലാം എത്ര കണ്ട് എഫക്റ്റീവായിട്ട് നമുക്ക് കിട്ടുമെന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല എന്നാണ് എന്റെ അറിവ്. ഇപ്പൊ ആന്റി വൈറൽ കോവിഡ് വന്നു കഴിഞ്ഞപ്പോ കുറെ അധികം ആയുർവേദ ഫോർമുലേഷൻസ് സ്റ്റഡി ചെയ്യുന്നതാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ അവിടെയും ഓരോ ഇൻഡിവിജ്വൽ പ്ലാന്റ് എടുത്തിട്ടുള്ള സ്റ്റഡി അല്ലേ കൂടുന്നതാണ്. കിരിയാത്ത് മാത്രം അല്ലെങ്കിൽ ഇരട്ടി മധുരം മാത്രം, അത് എഫക്റ്റീവ് ആണോ, എന്നിട്ട് ഈ എഫക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടി ചേർത്ത് ഒരു പുതിയൊരു മെഡിസിൻ വരിക, അതാണ് നമുക്ക് വേണ്ടത്. കാരണം നമുക്ക് വേണ്ടത് അതാകാം, ഒരു ഇൻഡസ്ട്രിയലി അല്ലെങ്കിൽ ബിസിനസ് പൊട്ടൻഷ്യൽ നോക്കി ആകാം. പക്ഷെ മറ്റൊന്നും മറന്നിട്ടാകരുത് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീരെ ഉപയോഗിക്കുന്നില്ല. കാരണം ഇന്റർനാഷണൽ ലെവലിൽ ആയുർവേദം പോണെങ്കിൽ ആയുർവേദത്തിന്റെ സത്ത കൈവിടാതെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടായിരിക്കണം ഇന്റർനാഷണൽ ലെവലിൽ പോകുന്നത്. FDA അപ്രൂവൽ കിട്ടാൻ വേണ്ടി മാത്രമായുള്ള ഒരു രീതിയാകരുത്. FDA അപ്രൂവൽ കിട്ടാനായിട്ട് ആയുർവേദത്തിന്റെ അടിസ്ഥാന ബേസിക് ക്ലാസിക്കൽ ഇതിൽ നിന്ന് വിട്ടു മാറിയിട്ടല്ല ചെയ്യേണ്ടത്. അതൊരിക്കലും നടക്കില്ല. FDA അപ്രൂവൽ കിട്ടിയാൽ എത്ര മെഡിസിൻസ് അല്ലെങ്കിൽ എത്ര പ്ലാന്റ് ഉണ്ട്, ഓരോ പ്ലാന്റും അതിന് പോകണമെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടേതായ ഒരു രീതി ആയുർവേദത്തിന് വേണ്ടി രൂപപ്പെടുത്തണം. അതിന് ആയുർവേദക്കാര് മാത്രമല്ല, മറ്റ് ശാസ്ത്ര ശാഖകളിൽ ഇതിൽ താല്പര്യമുള്ള പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം എടുത്ത് ഒരു പഠനം അല്ലെങ്കിൽ ഒരു മുന്നേറ്റം തന്നെ കുറച്ചു കാലം ഫോക്കസ്ഡ് ആയിട്ട് ഒരു മിഷൻ ആയിട്ട് എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഇവിടെയുള്ള ആയുർവേദ കോളേജസ് എല്ലാവരും കൂടി എടുത്തു കഴിഞ്ഞാല് അതിന്റെ എഫക്റ്റീവ്നെസ് അറിയുമ്പോഴേ ഓട്ടോമാറ്റിക്കലി ഇതിന് വ്യത്യാസം വരും. പിന്നെ എനിക്ക് രാജ്മോഹനോട് പറയാൻ, ദർ ഇസ് എ ബിഗ് കമ്മ്യൂണിക്കേഷൻ
ഗ്യാപ്പ് ബിറ്റ്വീൻ ഈ സയന്റിസ്റ്റും അല്ലെങ്കിൽ ആയുർവേദക്കാരായാലും പോളിസി മേക്കേഴ്സും തമ്മിൽ ഒരു വലിയ ഗ്യാപ്പാണ്. ആ ഗ്യാപ്പ് എങ്ങനെ ഫില്ല് ചെയ്യുന്നുള്ളതാണ് പ്രധാനം. ആ ഗ്യാപ്പ് തന്നെയല്ലേ അത് എല്ലാത്തിന്റെയും പ്രോബ്ലം. അതെ സർ, അതെ സർ, തീർച്ചയായിട്ടും. ആ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ പോളിസി മേക്കേഴ്സിനേക്ക് ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, അതിനുള്ള ഒരു ബേസ് നമ്മൾ ആദ്യം ഉണ്ടാക്കണം. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ മുന്നോട്ട് ഗവേഷണം തുടങ്ങിയാലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അതെ സർ, അതെ സർ, താങ്ക് യു സർ. ഞാൻ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി, അതായത് നമ്മൾ പൊതുവേ നമ്മളൊരു മെഡിസിനൽ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗവേഷണത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് അതിനെ പൊതുവേ 3 ആയിട്ടാണ് നമുക്ക് തിരിക്കാൻ പറ്റുന്നത്. ഒന്ന് സേഫ്റ്റി, ക്വാളിറ്റി, സേഫ്റ്റി ആൻഡ് എഫിക്കസി അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ് നമ്മൾ പറയും. ഒന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഔഷധ സസ്യങ്ങളുടെ ക്വാളിറ്റിയെ കുറിച്ചുള്ള പഠനങ്ങൾ. നമുക്കറിയാം ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഇപ്പോൾ 1600 ആയിക്കൊള്ളട്ടെ 1500 ആയിക്കൊള്ളട്ടെ അവിടെ ഉപയോഗിക്കുന്ന പ്ലാന്റ്സിന്റെ ക്വാളിറ്റിയെ കുറിച്ചുള്ള പഠനം, പിന്നെ ആ ഡ്രഗുകളുടെ സേഫ്റ്റിയെ കുറിച്ചുള്ള പഠനം, പിന്നെ ആ ഡ്രഗ് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റിയും സേഫ്റ്റിയും ഉണ്ടെങ്കിൽ അത് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനങ്ങൾ. നമ്മളുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള എഫക്റ്റീവ്നെസ് കിട്ടുവാൻ ഈ എടുത്തിരിക്കുന്ന പ്ലാൻസ് പര്യാപ്തമാണോ എന്ന് നോക്കുന്ന തരത്തിലുള്ള പഠനങ്ങളും, അങ്ങനെ പലതരത്തിലുള്ള പഠനങ്ങൾ. ഞാൻ ഇത് ഗവേഷണത്തിലേക്ക് കണക്ട് ചെയ്യുന്നത് ഗവേഷണ വിദ്യാർത്ഥികളാണ് ഉള്ളതുകൊണ്ട് അവരുടെ സബ്ജക്റ്റുകൾ കൊണ്ട് സെലക്ട് ചെയ്യുന്നതുകൊണ്ടാണ് സാർ. അപ്പൊ സാറ് ഇവിടെ 1-2 കാര്യങ്ങൾ സാറ് സൂചിപ്പിച്ചു. കാര്യം സാർ ഇവിടെ ഗവേഷണത്തിന് ഈ ഫൈറ്റോ കെമിസ്ട്രിയുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ സാറിന്റെ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഗവേഷണത്തിന് സാർ വളരെ ക്ലിയർ ആയിട്ടൊരു വര വരച്ച് ഇപ്പൊ സാർ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഒന്ന്, ആയുർവേദത്തിന്റെ തനിമ ചോരാതെ ക്ലാസിക്കൽ ഫോർമുലേഷൻസിന് നിന്നുകൊണ്ട് ഇപ്പൊ അമൃതോത്തരം കഷായത്തെ അമൃതോത്തരം കഷായമാക്കി നിർത്തിക്കൊണ്ടുള്ള പഠനങ്ങൾ, അമൃതോത്തരം കഷായത്തിലെ ഇൻഡിവിജ്വൽ ഡ്രഗുകളെ എടുത്തുകൊണ്ടുള്ള പഠനങ്ങൾ, അമൃതോത്തരം കഷായത്തിലെ ഇൻഡിവിജ്വൽ ഡ്രഗുകളുടെ ഫൈറ്റോ കോൺസ്റ്റിറ്റ്യുവൻസ് വെച്ചുകൊണ്ടുള്ള ഡ്രഗ് ഡെവലപ്മെന്റ് പ്രോസസ്. എനിക്ക് തോന്നുന്നു ഇവിടെ ദ്രവ്യഗുണ വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കും, അവർ സിംഗിൾ ഡ്രഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നു. അകതന്ത്രം വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കും, ഒരുപക്ഷെ അവർ ഡ്രഗ് ടോക്സിസിറ്റിയുമായിട്ടുള്ള ബന്ധങ്ങളിൽ പഠനങ്ങളിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓഫ് കോഴ്സ് രസശാസ്ത്ര പരിശീലന വിഭാഗത്തിലുള്ളവരുണ്ടായിരിക്കാം, ഫോർമുലേഷൻസിനെ കുറിച്ച് പഠിക്കാവുന്ന. സാർ, ഇതെല്ലാ തരത്തിലുള്ള പഠനങ്ങളും പോസിബിൾ ആണോ? പലപ്പോഴും ഇവിടെ വിദ്യാർത്ഥികളുടെ സംശയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചർച്ച ഉയർന്നു വരുന്നത് ഈ ഫോർമുലേഷൻസിനെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊരു കാഴ്ചപ്പാടുണ്ട്. അങ്ങനെ ഫോർമുലേഷൻസിനെ ആശ്രയിച്ച് പഠിക്കാനുള്ള സങ്കേതങ്ങൾ ലഭ്യമാണോ സാർ? നമ്മൾ ഈ പറഞ്ഞ ഓരോരോ സംഭവങ്ങൾക്കും വിശദമായ സാധ്യതകളുണ്ടോ? അതിനെക്കുറിച്ച് സാർ ഒന്നും കൂടെ ഒന്ന് വിശദമാക്കിയാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഫോർമുലേഷൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇപ്പൊ പലതരം ഫോർമുലേഷൻസ് ഉണ്ടല്ലോ, കുറെ ഒരു 3-4 എണ്ണം ഉള്ളതുണ്ട്. ഓരോ പ്ലാന്റും വ്യത്യാസമുണ്ട്. അപ്പൊ ഈ പഠിക്കുക എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റി അല്ലേ ഉദ്ദേശിച്ചത്? ക്വാളിറ്റിയെ കുറിച്ച് ഒരു അനാലിസിസ് അല്ലേ സാർ? ക്വാളിറ്റിയും സേഫ്റ്റി എന്തൊക്കെ ഈ ക്വാളിറ്റി കുറിച്ചും പഠിക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ എല്ലാം ആദ്യം നോക്കുന്നത് ആ മോഡേൺ ബയോകെമിക്കൽ വേസിൽ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ഐഡന്റിഫിക്കേഷൻ ഒക്കെയാണ് കുറെ കാര്യങ്ങൾ നടക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഈ ഫൈറ്റോ കെമിക്കൽ വേ വെച്ച് ക്വാളിറ്റി അഷുറൻസ്, അതായത് ശരിയായ പ്ലാന്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആ പ്ലാന്റിലുള്ള വ്യത്യാസം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്നു, ആ ഫോർമുലേഷൻ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ, ഫോർമുലേഷന്റെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാവുന്ന എന്തെങ്കിലും ക്യാരക്ടറിസ്റ്റിക്, ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നു. കാരണം ആയുർവേദത്തിൽ നമ്മളിപ്പോ ഒരു പോളിഹെർബൽ ഫോർമുലേഷൻ എടുത്ത് ഓരോ പ്ലാന്റ്, ഇപ്പൊ അമൃതോത്തരം കഷായം എടുക്കുകയാണെങ്കിൽ കടുക്ക, ഇഞ്ചി, പിന്നെ അമൃത് അല്ലെ, അതാണോ? അപ്പൊ ഈ 3 കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഓരോന്നിലും ഓരോ ഫൈറ്റോ കെമിക്കൽസും നമുക്ക് കണ്ടുപിടിക്കാവുന്ന കുറച്ചുണ്ടാവും, കണ്ടുപിടിക്കാവുന്ന അളവ്. അപ്പൊ നമ്മുടെ ഈ മോഡേൺ സയൻസ് വെച്ചിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സിനും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾക്ക് കാണുന്നത് മാത്രമല്ല അറിവ്, നമുക്ക് കാണാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഓരോ ചെടികളിലും ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. അതെങ്ങനെയാണ് നമ്മൾ പറയാ? എങ്കിലും ഒരു അഡൾട്രേഷൻ ഉണ്ടോ അല്ലെങ്കിൽ ആ ഒരു ഫോർമുലേഷന്റെ ഒരു റേഷ്യോ അത് ഇമ്പോർട്ടന്റ് ആണോ, അത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറ്റും. കാരണം ഈ ഓരോ പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഓരോ പ്ലാന്റിനും അതിന് സ്പീഷീസ് സ്പെസിഫിക് ആയിട്ട് കോമ്പൗണ്ട്സ് ഉണ്ടാകും, മാർക്കേഴ്സ് ഉണ്ടാകും. ആ പ്ലാന്റിൽ മാത്രം കാണുന്ന കുറെ മാർക്കേഴ്സ് ഉണ്ടാകും. ആ മാർക്കർ കോമ്പൗണ്ട് വെച്ച് നമുക്ക് ക്വാളിറ്റി അഷുറൻസിന് ഉപയോഗിക്കാൻ പറ്റും. അതിനുള്ള ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ആകെ ഈ പ്ലാന്റിലുള്ള മാർക്കർ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ വിത്തിൻ 2 weeks വി ക്യാൻ ഡെവലപ്പ് എ പ്രോട്ടോകോൾ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ, ആ ക്വാളിറ്റി കണ്ടെത്താനുള്ളത്. ആകെ പ്രയാസമുള്ള ഒരു പ്രശ്നം ചില കടുക്ക പോലെയുള്ള സാധനങ്ങൾ വരുമ്പോൾ അത്
ഉപയോഗിക്കാനായിട്ട് നമ്മുടെ HPTLC അത്തരം മെത്തേഡ്സ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഏത് മെത്തേഡ് ആയാലും ആ ഒതന്റിക് മോളിക്യൂൾ ഉണ്ടെങ്കിൽ അതിന്റെ ക്വാളിറ്റി നമുക്ക് കണ്ടെത്താം. അതായത് ക്വാളിറ്റി എന്ന് ഞാൻ അത് ഉദ്ദേശിച്ചത് ഈ പ്രത്യേക പ്ലാന്റ് അതിൽ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ നമ്മൾ ക്ലാസിക്കൽ ടെസ്റ്റിൽ പറഞ്ഞ രീതിയിൽ തന്നെയാണോ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ക്ലാസിക്കൽ ടെസ്റ്റിൽ പറഞ്ഞ രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിലുള്ള ഫൈറ്റോ കെമിക്കലിന് ബോയിൽ ചെയ്യുക അല്ലെങ്കിൽ ഓയിലിലുള്ള എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന് മാറ്റങ്ങൾ വരും. ആ മാറ്റം കൂടി നമ്മൾ സ്റ്റഡി ചെയ്ത് പോവുകയാണ്. ആ മാറ്റം ഏത് രൂപത്തിലേക്ക് ആവുന്നു. ഇപ്പൊ ഇഞ്ചി എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചിയിൽ കുറെ അധികം ഫൈറ്റോ കെമിക്കൽസ് ഉണ്ട്, ജിഞ്ചറോൾ ഉണ്ട്, അങ്ങനെ കുറെ ഉണ്ട്. പക്ഷെ ചൂടാക്കുമ്പോ ഇഞ്ചി വർഗം മുഴുവൻ വേറൊരു സാധനമായിട്ട് മാറും. ഞാനത് കെമിസ്ട്രി പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. അതേപോലെ ഇഞ്ചി വർഗത്തിലുള്ള പല സാധനങ്ങളും ഇപ്പൊ നമ്മുടെ ചിറ്റരത്തെ ആയാലും അരത്തെ ആയാലും അത്തരം സാധനങ്ങളെല്ലാം എടുത്ത് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അതിന് മാറ്റം വരും. ആ മാറ്റം വരുന്ന മോളിക്യൂൾ ആണല്ലോ നമുക്ക് ഒരു മോളിക്യൂൾ മാത്രമല്ല, ആ മാറ്റം വന്ന അവസ്ഥയിലുള്ള ആ മിക്സ്ചർ, ആ പോളി ഹെർബൽ ഫോർമുലേഷൻ ആണ് നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പൊ അതിൽ മാറ്റം വന്ന സാധനം കണ്ടെത്താനായിട്ട് നമുക്ക് എളുപ്പത്തിൽ കഴിയും. അതിനൊരു കുറച്ച് കെമിസ്ട്രി ഹെൽപ്പും കൂടി ഉണ്ടായാൽ മതി. കാരണം നിങ്ങളെ പോലെ തന്നെ MD ആയുർവേദ സ്റ്റുഡൻസ് ആണ് എന്റെ കൂടെ. അതൊക്കെ രണ്ടുപേരാണ് ഇതുവരെ ചെയ്തത്. അപ്പൊ അവര് വളരെ എഫക്റ്റീവ് ആയിട്ടാണ് ചെയ്തത്, നന്നായിട്ട് ചെയ്തത്. സാറ് ഒന്നുകൂടി ഒന്ന് പ്രിസൈസ് ആക്കാൻ പറ്റും, കാര്യം ഇവര് ഉള്ളതുകൊണ്ട്. സാർ ഇപ്പൊ സാറിപ്പം അങ്ങനെ ആയുർവേദ വിദ്യാർത്ഥികളുമായി ചേർന്ന് സാർ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ നമ്മള് അമൃതോത്തരം കഷായത്തിന്റെ സാർ ആ വർക്കിനെ കുറിച്ച് ഒന്ന് 2 വാക്ക് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ CSIR-ല് ആ വർക്ക് ചെയ്യാൻ സാറ് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തത്, അവിടെയുള്ള ആ ഒരു ഫെസിലിറ്റീസ്, അതിനെക്കുറിച്ചും കൂടെ അവർക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് സാർ ആയുർവേദ ഫോർമുലേഷനിൽ എന്താണ് ചെയ്തത്? ചിത്രകാസം ഒക്കെയാണ് ഞാൻ അന്ന് ആദ്യം ചെയ്തത്. കാരണം അത് എടുക്കാൻ കാരണം അധികം കമ്പണന്റ് ഇല്ലല്ലോ. അപ്പൊ നോർമലി ഈ സ്റ്റുഡൻസ് MD സ്റ്റുഡൻസിന് ഇതിൽ താല്പര്യം ഉണ്ടെങ്കിൽ നേരത്തെ കോണ്ടാക്ട് ചെയ്യും. ഒരു കൊല്ലം മുമ്പേ തന്നെ കോണ്ടാക്ട് ചെയ്യും. ഇന്ന പ്രോജക്ട് ഇതിൽ ചെയ്താൽ കൊള്ളാന്നുണ്ടെന്ന് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർക്ക് ഏത് ഫോർമുലേഷനിലാണ് ചെയ്യാൻ താല്പര്യം എന്ന് ഞാൻ ചോദിക്കും. അപ്പൊ ആ സമയത്ത് ഞാൻ മിക്കവാറും കുറെ അധികം പ്ലാന്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ പറയും, നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു 100-125 അല്ല അതിൽ കൂടുതൽ ചെടികൾ ചെയ്ത് കഴിഞ്ഞില്ല. അത് ചെയ്ത് കഴിഞ്ഞ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും എന്ന് പറയുക. എന്നിട്ട് അവർക്ക് ഫുൾ ടൈം അത് നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഈ കെമിസ്ട്രി പാർട്ടിന്റെ ഒരു പ്രിലിമിനറി എല്ലാം ഞാൻ ഇവിടെ സ്റ്റുഡൻസും ഞങ്ങളും കൂടി ചേർന്ന് ചെയ്യും. അതിൽ ഇവരും കൂടി വന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പ്രിലിമിനറി എന്തൊക്കെയാണെന്നൊന്ന് കെമിസ്ട്രി പാർട്ടിന്റെ പ്രിലിമിനറി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു അമൃതാണെന്ന് കരുതുക. അമൃതാണെങ്കിൽ അമൃതിയിലുള്ള മാർക്കേഴ്സ് നമുക്ക് വേണമല്ലോ. അല്ലെങ്കിൽ അമൃതിന്റെ ഓതന്റിക് അമൃത് അവര് തന്നെ കളക്ട് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പൊ ഓതന്റിക് ആയിട്ട് ഒരു വൗച്ചർ നമ്പറോട് കൂടി ആണ് അവർ കൊണ്ടുവരുന്നത്. എന്നിട്ട് അതിന്റെ പ്രിസ്ക്രൈബ്ഡ് എക്സ്ട്രാക്ഷൻ മെത്തേഡ്സ് വെച്ചിട്ട് നമ്മൾ അതിന്റെ ആൽക്കലോയിഡ്സ് ആണെങ്കിൽ ആൽക്കലോയിഡ്സ്, അതിൽ മെയിൻ ആയിട്ട് കാണുന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യും. പക്ഷെ ആയുർവേദ ഒരു ക്വാളിറ്റി അഷുറൻസിന് വേണ്ടി അതിലുള്ള ഒരു മാക്സിമം 3-4 മാർക്കർ മാത്രം ഐഡന്റിഫൈ ചെയ്യും ആദ്യം. എന്നിട്ട് എന്താ ചെയ്യുന്ന വെച്ചാല് ഈ ഐഡന്റിഫൈ ചെയ്ത മാർക്കർ അനലൈസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്യണം. അത് HPLC വെച്ചാകാം, അല്ലെങ്കിൽ HPTLC വേറെ ഏതെങ്കിലും അതിന് പറ്റിയ മെത്തേഡ് വെച്ചാകാം. അത് ഏത് ഫോർമുലേഷൻ ആയാലും ആ മെത്തേഡ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഫോർമുലേഷൻ ആക്കി മാറ്റി കഴിഞ്ഞാൽ അതിൽ ആ കമ്പണൻസിന് ഉണ്ടാകുന്ന മാറ്റം ഞങ്ങൾ സ്റ്റഡി ചെയ്യും. എന്ത് മാറ്റാണ് സംഭവം. ഇറ്റ്സ് ഓൺലി എ കെമിക്കൽ ട്രാൻസ്ഫർമേഷൻ, ഓർഗാനിക് മോളിക്യൂൾ ആകും, അല്ലെ ചിലതിനൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല, അത് അതേപോലെ തന്നെ. അപ്പൊ ആ മാറ്റം എന്നിട്ട് ഈ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഫോർമുലേഷൻ നമ്മൾ എടുത്ത് ഈ ഡെവലപ്പ് ചെയ്ത പ്രോട്ടോകോൾ വെച്ച് അനലൈസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഓൺലി എ മാറ്റർ ഓഫ് 5 minutes. യു ഇൻജെക്ട് ഇൻടു HPLC അല്ലെങ്കിൽ HPTLC 5 മിനിറ്റിനുള്ളിൽ ഈ കാര്യങ്ങൾ മനസ്സിലാകാൻ പറ്റും. അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഓക്കെ സാർ. അപ്പം ഇത് വളരെ സിമ്പിൾ ആയിട്ട് CSIR-ൽ ചെയ്യാൻ കഴിയുന്ന CSIR-ന് അതിനുള്ള ബാക്കപ്പ് ഇൻസ്ട്രുമെന്റ്സും ഫെസിലിറ്റീസും എക്സ്പെർട്ടീസും ഉള്ളത് കൊണ്ടാണ്. അതെ CSIR-ന് മാത്രമല്ല കുറെ അധികം ഇൻസ്റ്റിറ്റ്യൂട്ടില് ഈ ഫെസിലിറ്റി ഒക്കെ ഉണ്ട്, ഉപയോഗിക്കാണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ടാപ്പ് ചെയ്ത് ഉപയോഗിക്കാൻ കൂടി നോക്കണം. കാരണം CSIR ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെയല്ല, ഈ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിലെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും സ്റ്റിക്ക് സെന്റർ ഉണ്ട്.
അപ്പൊ അതെല്ലാം ശരിക്കും ഉപയോഗിക്കാൻ പറ്റണം. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഐഡിയ ഉണ്ടായി കഴിഞ്ഞാല് അവർക്കും ചെയ്യാൻ പറ്റുള്ളൂ. വെറുതെ എന്തൊരു കാര്യമായാലും ഒരു പ്ലാന്റ് ആയാലും ഒരു എക്സ്ട്രാക്ട് ആയാലും വെറുതെ ഇൻജെക്ട് ചെയ്താലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. അതിൻ്റെതായ ഒരു മെത്തേഡ് നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത്. അതെ അതെ സാർ. അപ്പൊ എനിക്കൊരു സംശയം ചോദിക്കാനുള്ള, നമ്മളിപ്പോ ഒരു ഡ്രഗിന്റെ ക്രൂഡ് ഫോമില് ആ ഡ്രഗിനെ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിങ്ങിന് വിധേയമാക്കി കഴിഞ്ഞു കഴിഞ്ഞാലും അത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നല്ലൊരു ഫൈറ്റോകെമിക്കൽ പ്രൊഫൈൽ വഴി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. എന്തൊക്കെ ചേഞ്ചസ് അതിന്റെ അകത്ത് മോളിക്കുലർ ലെവലിൽ വന്നു എന്നൊക്കെ നമുക്ക് ഫൈറ്റോകെമിസ്ട്രി വഴി കണ്ടെത്താൻ കഴിയില്ലേ? ഫൈറ്റോകെമിസ്ട്രി അല്ല, അവിടെ ഓർഗാനിക് കെമിസ്ട്രി വരും. അപ്പൊ ഒരു ഓർഗാനിക് മോളിക്യൂൾ ആണല്ല അതിൽ ഉള്ളത്. ഒന്നല്ല, ഞാൻ അവിടെ എപ്പോഴും ഞാൻ പറയണേ മോളിക്കുലർ മെഡിസിൻ ഇതിലേക്ക് ആയുർവേദത്തിനെ ചിന്തിക്കുകയേ ചെയ്യരുത്. ഞാൻ പറയുന്നതെല്ലാം ക്വാളിറ്റി അഷുറൻസിന്റെ കാര്യമാണ്. അപ്പൊ ഇഞ്ചി പോലുള്ള സാധനങ്ങളിലൊക്കെ എന്താ സംഭവിക്കുന്ന നമ്മള് നിങ്ങൾ +2-ലൊക്കെ പഠിച്ചത്, അതായത് ഇപ്പൊ ഹൈഡ്രോക്സി ഗ്രൂപ്പ് അങ്ങനെ ഉള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ഹീറ്റ് ചെയ്യുമ്പോഴെന്താന്ന് വെച്ചാൽ ഹൈഡ്രോക്സി ഗ്രൂപ്പും അടുത്തുള്ള ഒരു പ്രോട്ടോണും കൂടി ചേർന്ന് വെള്ളമായിട്ട് വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോകും. അങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ വരും. പക്ഷെ ആ എലിമിനേറ്റ് ചെയ്ത് കിട്ടുന്ന ആ വരുന്ന മോളിക്യൂൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം മോളിക്യൂൾ അങ്ങനെ ആകുമ്പോഴും മാത്രമേ ആ മോളിക്യൂളിന് നമ്മളെ ബയോളജിക്കൽ എൻസൈംസോ മറ്റു ബയോളജിക്കൽ ടാർഗറ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ രീതിയിലേക്ക് മാറാണ് ചെയ്യുന്നത്. അത് നമുക്ക് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റും. നമ്മൾ അത് സ്റ്റഡി ചെയ്യുന്നതാണ് പല കാര്യങ്ങളിലും. അതുപോലെ തന്നെ നമുക്ക് ഈ പോളിഹെർബൽ കോമ്പിനേഷൻസിന് 1, 2, 3 ഡ്രഗുകൾ ചേർത്ത് നമ്മളൊരു ഹീറ്റ് പ്രോസസ്സ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഒരു കഷായം വെക്കുമ്പോഴോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ഉണ്ടാകുന്ന ചേഞ്ചസ് നമ്മൾക്ക് ഇതേ രീതിയിൽ പഠിക്കാൻ കഴിയുമോ സാർ? എല്ലാം പഠിക്കാൻ പറ്റും. ശരിക്കും പഠിക്കണം. ഞാൻ വളരെ കുറച്ച് മാത്രമേ ഇത് പഠിച്ചിട്ടുള്ളൂ. ഓരോ ഡ്രഗിന്റെയും അതിലെ ഹീറ്റ് പ്രോസസ്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് സ്റ്റഡി ചെയ്യണം. അപ്പൊ നമ്മള് ഞാനൊരു കാര്യം സ്റ്റുഡൻസിനോട് ഞാൻ പറയാറുണ്ട്. പണ്ട് നമ്മൾ വിറക് വെച്ച് മൺകലത്തില അങ്ങനെയൊക്കെ അല്ലേ ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ ആ രീതിയിൽ ഉണ്ടാക്കുമ്പോഴും ഇപ്പോഴും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നും കൂടി നമ്മളൊന്ന് നോക്കണമെന്ന് ഞാൻ പറയാറുണ്ട്. ബിക്കോസ് ഓരോ വിറകിനും കിട്ടുന്ന എനർജിക്ക് വ്യത്യാസമില്ല. ഒരു സോൾവെന്റ് വന്നു കഴിഞ്ഞാൽ വാട്ടർ വന്നു കഴിഞ്ഞാൽ വ്യത്യാസം ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ ഇൻ എഫക്ട് ഐ തിങ്ക് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഒരേ ടെമ്പറേച്ചർ നമ്മൾ കൊടുക്കുമ്പോൾ അതിൽ വ്യത്യാസം ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു സിന്തറ്റിക് ലാബിൽ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അത് തന്നെ ഒരു റിസർച്ച് പ്രോബ്ലം അല്ലേ, നല്ലൊരു പ്രോബ്ലം അല്ലേ. നമുക്ക് ഇപ്പൊ പലരും കുക്കറിൽ വരെ ഉണ്ടാക്കുന്ന സ്ഥിതി ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ തന്നെ പല രീതികൾ പ്രാക്ടീസ് ചെയ്തിട്ട് അതിലുള്ള വ്യത്യാസം സ്റ്റഡി ചെയ്യണമെങ്കിൽ that will be a very good research problem, a method of preparation. അതാണോ രാജ്മോഹൻ ഉദ്ദേശിച്ചത്? ഞാൻ ചിലപ്പോ പറഞ്ഞു കഴിയുമ്പോ വിട്ടുപോകുക, എന്നെ തിരിച്ചു കൊണ്ടുവന്നോളണം. അതെ സർ. കേൾക്കുന്നുണ്ടോ സാർ? കേൾക്കുന്നുണ്ട്. ഇതാണ് അതിനകത്ത് പ്രധാനമായിട്ട് ഈ വിവിധ സങ്കേതങ്ങൾ എനിക്ക് അതിനെ സമപ്പ് ചെയ്ത് പറയാനായിട്ടുള്ളത്. ഇപ്പം നിങ്ങളുടെ, അതായത് ഇപ്പോൾ ഒരു ഗവേഷണം എങ്ങനെ ചെയ്യണം എന്നുള്ളത് തീർച്ചയായിട്ടും എന്ത് തരം ഗവേഷണത്തിലേക്ക് ഒരു വിദ്യാർത്ഥിയെ എൻഗേജ് ചെയ്യണം എന്നുള്ളത് തീർച്ചയായിട്ടും ആ ഒരു വിദ്യാർത്ഥിയുടെയും കൂടെ അല്ലെങ്കിൽ ഗവേഷണാർത്ഥിയുടെയും കൂടെ ഒരു സ്വാതന്ത്ര്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ തന്നെ CSIR പോലെയുള്ള സെന്ററുകൾ, ഇപ്പൊ CSIR ഉണ്ട്, കുറച്ച് നിങ്ങൾ തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിന് ഡ്രഗ് സ്റ്റാൻഡർഡൈസേഷൻ യൂണിറ്റിൽ ചെയ്യാൻ പറ്റും. നിരവധി യൂണിവേഴ്സിറ്റി സെന്റേഴ്സ് കേരളം, നമ്മൾ അതിന്റെ അവസാനം സാറ് തന്നെ അത് ഏതൊക്കെ സ്ഥാപനങ്ങളിലെ അത് തന്നെ ഈ ചർച്ച സാറ് തന്നെ കുറച്ച് കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പം ഒരു ഡ്രഗിന്റെ ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമാണ്. നമ്മൾ എടുക്കുന്ന റോ മെറ്റീരിയലിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്, ഒരു പ്രോസസ്സിനെ നമ്മൾ വാലിഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഷെൽഫ് ലൈഫ് കൂട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില സങ്കേതങ്ങളുണ്ട്, ചില പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് അത് എന്തൊരു തരം ഇന്ററാക്ഷൻസ് ആണ് ഉണ്ടാക്കുന്നത്. പലതരം ഷെൽഫ് ലൈഫ് കൂട്ടാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ഷെൽഫ് ലൈഫ് നീണ്ടു കിട്ടും. അതുപോലെ തന്നെ ഡ്രഗിന്റെ ടോക്സിസിറ്റിയും നമ്മളുടെ ഈ ഇന്ററാക്ഷൻസ്, നമ്മൾ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ അത് ഡ്രഗിന്റെ ടോക്സിക് കമ്പോണൻസിൽ എന്ത് ചേഞ്ചസ് ആണ് വരുന്നത് തുടങ്ങി നിരവധി പോസിബിലിറ്റീസ് നമുക്ക് ഈ മേഖലയിലുണ്ട്. ആ പോസിബിലിറ്റീസ് എല്ലാം തന്നെ നമ്മൾ ഈ ഓർഗാനിക് കെമിസ്ട്രി അല്ലെങ്കിൽ ഫൈറ്റോ കെമിസ്ട്രി അല്ലെങ്കിൽ അങ്ങനെയുള്ള ടൂൾസ് വെച്ച് ചെയ്യാൻ. രാജ്മോഹൻ വരുന്നവരെ ഞാൻ ഒരു കാര്യം പറയാം.
ഈ ക്വാളിറ്റി അഷുറൻസിൽ പറയുമ്പോൾ ഇൻഗ്രീഡിയൻസ് മാറ്റം വന്നു കഴിഞ്ഞാലും കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇപ്പൊ അഡൾട്ടറന്റ് ആയിട്ട് ഇപ്പൊ പ്രധാനമായിട്ടൊരു പ്രശ്നം നമ്മളെ കേരളത്തിൽ ഉള്ള ഒരു പ്രശ്നമാണ് ചിറ്റമൃത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയണം. അതിന് പകരം ഇപ്പൊ പല ഗൂഗിളിലായാലും മറ്റു കാര്യങ്ങളിലും ടൈപ്പ് ചെയ്യുമ്പോൾ കാണുന്നത് ആ മുള്ളമൃത് ടിനോസ്പോറ ക്രിസ്പയാണ് ചിറ്റമൃതിന് പകരം വരുന്നത്. അത് തെറ്റല്ലേ? അത് ആ ടിനോസ്പോറ ക്രിസ്പ എന്ന സാധനം വളരെ ടോക്സിക് ആണ്, ലിവർ അടിച്ചു പോകും, ഹെപ്പറ്റോടോക്സിക് ആയിട്ടുള്ള ഇതാണ്. ചിറ്റമൃതിയിലുള്ള ഒന്നും അതിലില്ല. അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ച് അവബോധം ഉണ്ടാകാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നിങ്ങൾ ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനെ ഒരു ഇൻഗ്രീഡിയന്റ് മാറ്റം വന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ ഉള്ള മെത്തേഡ് ഡെവലപ്പ് ചെയ്യാനും നമുക്ക് വളരെ ഈസിയാണ്. ക്വാളിറ്റി അഷുറൻസിൽ ഒരു ഇൻഗ്രീഡിയന്റ് മാറ്റം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ചിറ്റമൃതിന് പകരം ടിനോസ്പോറ കോഡിഫോളിയാണ് ചിറ്റമൃത്, ടിനോസ്പോറ ക്രിസ്പ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പിന്നെ വേറെ നമ്മള് മരമഞ്ഞൾ ഉപയോഗിക്കുന്നു, കൊസിനിയം ഫെനസ്ട്രാറ്റം വളരെ കുറച്ച് കിട്ടുന്നുള്ളൂ. അപ്പൊ നമ്മള് അതില് ഉപയോഗിക്കുന്നത് ബെർബറിസ് അരിസ്റ്റാറ്റ എന്ന് പറഞ്ഞ വേറൊരു ബുഷി പ്ലാന്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സ്റ്റഡി ചെയ്യാം അതിന്റെ എഫക്റ്റീവ്നെസ്സിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ട്. അല്ലെങ്കിൽ മരമഞ്ഞൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നു, ഇവിടെ കേരള ആയുർവേദ സിസ്റ്റത്തിൽ ചെയ്യുന്നു. ഇനി ബെർബറിസ് അരിസ്റ്റാറ്റ തന്നെയല്ല, ബെർബറിസിന്റെ മറ്റ് സ്പീഷീസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആ വ്യത്യാസത്തിൽ എന്താണ് വ്യത്യാസം വരുന്നത്? ശരിക്കും പിന്നീട് ക്ലിനിക്കലിയും കൂടി നോക്കേണ്ടതാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഉള്ള വ്യത്യാസം എന്താണ്? ആ പ്രൊഫൈലിലുള്ള വ്യത്യാസം എന്താണ്? ആ പ്രൊഫൈലിൽ ഉണ്ടാകുന്ന വ്യത്യാസം തീർച്ചയായും അതിന്റെ ക്ലിനിക്കൽ എഫക്റ്റീവ്നെസ്സിനെ ബാധിക്കുന്നുണ്ടാവും. അതേപോലെ സഹചരാതി സ്ട്രോബിലാന്തസ്, സീലിയാറ്റസോ ഹൈനിയാനസോ ഉപയോഗിക്കേണ്ടടുത്ത് ബാർബേറിയ സ്പീഷീസ് ഉപയോഗിക്കാന്ന് ടെസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ മാറ്റി ഉപയോഗിക്കുമ്പോൾ എന്ത് വ്യത്യാസമാണ് അവിടെ സംഭവിച്ചത്? എങ്ങനെയാണ് സംഭവിച്ചത്? നമുക്ക് എങ്ങനെ അത് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റും? ആ ഡോക്യുമെന്റേഷൻ കൃത്യമായ രീതിയിൽ പോകണം. അമൃത് ഈസ് എ വെരി ക്ലിയർ എക്സാമ്പിൾ. അമൃതിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു ഇതാണ്. കാരണം ചില കലണ്ടറുകളിൽ വരെ ടിനോസ്പോറ കോഡിഫോളിയ എന്ന് ഓതന്റിക് ആയിട്ട് വരുന്ന പല കാര്യങ്ങളിലും ടിനോസ്പോറ കോഡിഫോളിയയുടെ പിക്ചർ കൊടുത്തിരിക്കുന്നത് സ്റ്റെമ്മിലും ഉള്ള മുള്ളമൃതാണ്. അപ്പൊ രാജ്മോഹൻ സൂചിപ്പിച്ച പോലെ നമ്മുടെ ആയുർവേദ മേഖല അല്ലെങ്കിൽ ഈ ട്രഡീഷണൽ മേഖല നേരിടുന്ന അല്ലെങ്കിൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം റോ ഡ്രഗ്സിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. ആ നോളജ് ഇറോഷൻ ഈസ് ഹാപ്പനിങ്. റോ ഡ്രഗ്സ് ഒക്കെ പലതും കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ആ റോ ഡ്രഗ്സിനെ കുറിച്ചുള്ള അറിവില്ലായ്മയുടെ റേറ്റ്, ദാറ്റ് നോളജ് ഇറോഷൻ ഈസ് ഹാപ്പനിങ് വെരി ഫാസ്റ്റ് കമ്പയർഡ് ടു റിസോഴ്സ് ഇറോഷൻ. ആ നോളജ് ഇറോഷൻ റെഡിയാക്കേണ്ടത് നമ്മുടെ ആയുർവേദത്തിന്റെ മാത്രമല്ല മൊത്തത്തില് സയന്റിഫിക് കമ്മ്യൂണിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ സാർ, താങ്ക് യു സാർ, താങ്ക് യു. ഇടയ്ക്ക് പക്ഷെ സാറ് എനിക്ക് തോന്നുന്നു ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ സാർ ഇവിടെ പറഞ്ഞു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പൊ നമ്മൾ ആയുർവേദ മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണ് സാർ ഇവിടെ അഡ്രസ് ചെയ്തത്. ഒന്ന് അഡൾട്രേഷൻ, ഒരുപാട് അഡൾട്രേറ്റഡ് ആയിട്ടുള്ള ഡ്രഗുകൾ വരുന്നു. എനിക്ക് തോന്നുന്നു ഈ അഡൾട്രേഷനെ കുറിച്ചൊക്കെയുള്ള നല്ല പഠനങ്ങൾ നമുക്ക് CSIR പോലുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഡൾട്രേഷനെ പോലെ തന്നെ ഈക്വൽ ഇമ്പോർട്ടന്റ് ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ സസ്റ്റൈനബിൾ യൂസ് മെഡിസിനൽ പ്ലാന്റ്സിന് ഉണ്ടാണെങ്കിൽ നമ്മുടെ ചില മെഡിസിനൽ പ്ലാന്റ്സിന്റെ അവൈലബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചില മെഡിസിനൽ പ്ലാന്റ്സ് വളരെ കോസ്റ്റ്ലി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കോസ്റ്റ്ലി ആയിട്ടുള്ളതും ലഭ്യമല്ലാത്ത ആയിരിക്കുന്ന ഔഷധങ്ങളെ കുറിച്ച് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ആ സബ്സ്റ്റിറ്റ്യൂഷൻസിനെ നമുക്ക് ആ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഡ്രഗുകളുമായി ചേർത്തുള്ള പഠനങ്ങൾ നമുക്ക് പോസിബിൾ അല്ലേ സാർ? അത് നമുക്ക് ചെയ്യാൻ കഴിയില്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു ഓതന്റിക് പ്ലാന്റിന്റെ മെറ്റീരിയൽ ഉപയോഗിച്ചുണ്ടാകുന്ന പ്രൊഫൈല് നമ്മൾ സ്റ്റഡി ചെയ്യണം. ശരിക്കും പ്രൊഫൈല് ഞാൻ പറയുന്നത് ഒരു ക്വാളിറ്റി പ്രൊഫൈല്. അതിലെന്താണ് വ്യത്യാസം? അതില് ഇപ്പൊ ഒരു പ്ലാന്റിന്റെ വേരെടുക്കുന്ന അല്ലെങ്കിൽ വേറെ തൊലി എടുക്കുന്നതിന് പകരം ഇല എടുത്താല് ആ കോമ്പൗണ്ട് ഉണ്ടാകും. ഈ പറഞ്ഞ ക്വാണ്ടിറ്റി തന്നെ ഉണ്ടോ എന്ന് കൂടി ഉറപ്പുവരുത്തണം. അതിനുള്ള സ്റ്റഡി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഒരു തൊലി, ഒരു മരത്തിന്റെ തൊലി അല്ലെങ്കിൽ വേറെ പ്ലാന്റിന്റെ തൊലി എടുത്ത് ചെയ്യുമ്പോൾ 100 ഗ്രാം എടുത്ത് ചെയ്യുന്നത്
ഇല എടുത്ത് ചെയ്യുന്നത് 100 ഗ്രാമില് ആ എഫക്റ്റീവ് കോൺസെൻട്രേഷൻ ഓഫ് എന്താണോ വേണ്ടത്, ആ ഫൈറ്റോ കെമിക്കൽസ് അല്ലെങ്കിൽ ആക്റ്റീവ് കമ്പണന്റ് കോൺസെൻട്രേഷൻ വരണമെന്നില്ല. അപ്പൊ എത്ര 100 ഗ്രാം തൊലി എടുത്തതിന് 100 ഗ്രാം ഇല തന്നെ എടുത്താലും ശരിയാകില്ല. കാരണം ഇലയിലുള്ള കോൺസെൻട്രേഷൻ മാറും, ഫ്രൂട്ടിലുള്ള കോൺസെൻട്രേഷൻ മാറും. പിന്നെ അതെല്ലാം സീസണലും ആണ്. ഏത് സീസണിൽ എപ്പോൾ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്, എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്, ആ ജോഗ്രാഫിക്കൽ ലൊക്കേഷൻ അത് കൃത്യമായിട്ട് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, നമ്മുടെ പ്ലാന്റ് കളക്ട് ചെയ്യുന്നത് ക്ലാസിക്കൽ ടെസ്റ്റിൽ പറയുന്ന രീതിയിൽ ഇന്ന കാലാവസ്ഥയിൽ ഇന്ന സ്ഥലത്ത് വളരുന്ന അതിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഞാൻ അതിനെ കുറിച്ച് കുറെ പ്ലാന്റിൽ സ്റ്റഡി ചെയ്തതാണ്. ആ ജോഗ്രാഫിക്കൽ വേരിയേഷൻ അല്ലെങ്കിൽ ആ സോയിലിന്റെ വ്യത്യാസം അനുസരിച്ച് മാത്രം ആ ഫൈറ്റോ കെമിക്കൽ കോമ്പിനേഷൻ ടോട്ടലി ഡിഫറെന്റ് ആവും. ഇപ്പൊ ഞാൻ അതിനൊരു ഉദാഹരണം തന്നെ പറയാം. അമൃത് തന്നെ സാധാരണ നമ്മൾ അമൃത് വെറുതെ വളർന്ന് പോകുന്ന ഒരു സാധനമാണ്. അപ്പൊ ഈ അമൃതോത്തരം കഷായത്തിന് വേണ്ടി ഞാൻ അമൃത് ആയുർവേദ കോളേജിൽ വളർത്തി എടുത്ത അമൃതാണ് എടുത്തത്. അതിൽ എനിക്ക് ആൽക്കലോയിഡിന്റെ കണ്ടന്റ് വളരെ വളരെ കുറവായിരുന്നു, ഡിറ്റക്റ്റബിൾ ലിമിറ്റിനേക്കാളും കുറവായിരുന്നു. അതേസമയം അതില് സ്റ്റിറോയിഡൽ കണ്ടന്റ് ആണല്ലോ നമ്മുടെ അതിന്റെ പനി കുറയ്ക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന ഒരു പല സ്റ്റിറോയിഡ്സ് ഉണ്ട്, മാക്സിസ്റ്റിറോൺ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, ക്ലാസിക്കലിൽ പറയുന്ന ആ കാര്യങ്ങള് അപ്പാണ്ട് അവഗണിച്ചുകൊണ്ട് ആയുർവേദ ഗവേഷണം ചെയ്യാൻ പോകരുത് എന്നൊരു അഭ്യർത്ഥനയുണ്ട്. അതെ അതെ, താങ്ക് യു സോ മച്ച് സാർ. എനിക്ക് തോന്നുന്നത് നമ്മളുടെ കൂടെ ആദരണീയനായ മദൻ തങ്കവേലു സാറുണ്ട്. സാറിന് മലയാളം നന്നായി അറിയാം. കേംബ്രിഡ്ജിൽ നിന്നുള്ള മദൻ തങ്കവേലു സാറുണ്ട്. ഹീസ് എ മോളിക്കുലർ ബയോളജിസ്റ്റ്. സാറിന്റെ കുറച്ച് കമന്റ്സ് ചാറ്റ് ബോക്സിൽ എല്ലാവർക്കുമായിട്ട് എഴുതുന്നുണ്ട്. സാർ, താങ്ക് യു ഫോർ ഷെയറിംഗ് സച്ച് ആൻ ഇൻഫർമേഷൻ. സാർ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് മേക്ക് എ ഫ്യൂ കമന്റ്സ് റിഗാർഡിംഗ് ദിസ് ഡിസ്കഷൻ. സാർ, പ്ലീസ്. രാജ്മോഹൻ, നമസ്കാരം. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് us, sir. I'm happy to. ഞാൻ എൻ്റെ മലയാളം കുറച്ച് റസ്റ്റിയാണ്, അപ്പോ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ശരിയായിരിക്കും. So thanks to Radhakrishna ji for taking us into some very important points. I liked one comment that you made about pratyaksham and apratyaksha. I think Ayurveda people understand Pratyaksh. We are in the world of Pratyaksh. There is also the domain of Apratyaksh. Apratyaksh is Bahutam. Pratyaksham is Alpam, Apratyaksham is Bahutam. And they are taught this, and they must start to visualize in their mind about this Apratyaksh. What is the influence? അപ്പോൾ ഞാൻ ഒരു റെഫറൻസ് ഞാൻ ഇതിൽ അയച്ചത് എന്ന് വെച്ചാൽ ഈ നമ്മുടെ ടീനോസ്പോറ കോഡിഫോളിയയുടെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ in the old texts, they say Giloy or Guduchi grown on neem trees has extra benefits. The neem Giloy and Varenor Kadium. So Tinospora is grown on the top of neem trees and it provides a different benefit. Adinde oru study is Haryana Professor Dabar cheyda our reference njan ayichittundu. Appo that is a very important. Sir പറഞ്ഞ കാര്യം correct ആണ്. നമ്മൾ different പല പല seasons harvest ചെയ്താൽ you will see change in the profiles of different chemicals, and this is a very special example. Giloy grown on neem trees has a different profile, chemical profile, and that explains a little bit of how they can have different therapeutic effects. So respect the texts. We don't know how they arrived at that understanding, but that understanding is very deep. That is one point. രണ്ടാമത്തെ കാര്യം ഈ നമ്മുടെ ഈ സ്റ്റാൻഡർഡൈസേഷൻ്റെ കാര്യം സാർ. If you go to standardizing formulations, നമ്മുടെ ഈ polyherbal formulations in there, what is the reason why we combine so many herbs? We have very complex formulations. And there are many reasons. So they understand herbs based on the Rasapanchak aspects. The Dravya Guna thinking is a very deep thinking that connects with they understand based on Rasapanchaka. And Rasapanchaka aspects, particularly the Rasa aspect, within Rasa Guna Viri Vibhag Prabhav, the Rasa aspect also connects to deeper principles of Panjabhut and
management of Tridosh. Now, this is an area where they have mastery, which is superior to understanding of biochemistry and physiology. They have managed to integrate everything together with Tridosha concept and how they can use the principle of rasa to manage doshas. They can use taste to manage physiology. So our question, when we examine that one question, you will see the elegance of simple understanding of pharmacology. I give you one example in connection with Tinospora cordifolia also, which is the bitter principle, and the Katu and the Tikta rasa, two very important principles, and how it can affect physiology mediated by receptors. There are receptors, bitter receptors are now everywhere in the body. One additional dimension that we get when we look at molecular genetics is bitter receptors, not a human genome, we'll get the complete collection of bitter receptors, the number of genes that are there. We can then put specificity of those genes to different tissues of the body. Or we can say this gene is expressed in the stomach lining, this is expressed in the endothelium of the lung, etc., etc. Our specificity usage, we can see a little more understanding, clearer understanding of how to accept their principles. They have dhatu-specific rasayanas. I give you one example. They say it will target specific tissues, it will strengthen specific tissues. And you can suddenly connect that logic if you look at the expression of different genes in different tissues. Bitter receptor expressed in the liver is different from bitter receptor in the lung. And their understanding suddenly makes sense. So if we ask them, what is your dhatu specific rasayana for mamsa dhatu? They will give you a formulation. Namalapa chemistry principles, you will see one side of the story. But if you use the molecular genetic side, you see the other side of the story and you will see how the two come together. Our training in places like Rajiv Gandhi Center, there are good institutes. Together with CSIR and Government Ayurveda College, Rajmohan can help us to bring that connection together. Our dialogue in our sure, sir. Yes, sir. That's exactly what we are trying. ഇതില് പറഞ്ഞ സാറിന് മലയാളം മനസ്സിലാവും. ടിനോസ്പെറ കോർഡിഫോളിയയുടെ കാര്യം പറഞ്ഞല്ലോ, പ്ലാന്റ് ട്രിഗർ മോഡുലേഷൻ ഇൻ ഇറ്റ്സ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. ദാറ്റ് ഈസ് വെരി ട്രൂ. ഞാനിപ്പോ പല പ്ലാന്റ് പഠിച്ചാലും ഒരു സെയിം ഒരു പ്ലാന്റ് ഡെലിനിയ ഇൻഡിക്ക, which is used in mouth ulcer. I collected it from Assam and it is available in Kerala also. But the main compound is there in both. But Assamile mala peyyunnundu oru pratyeka fungus plant infect cheyyunnundu. So that plant is having a very important molecule called pamaromycin in that one, and that is so effective for against oral cancer. And that has been used by folklore healers and many people to cure oral ulcers. They call it as oral ulcers. പിന്നെ സാറ് പറഞ്ഞല്ലോ ആംബുലോസിസ് ഇൻഡിക്ക, ചെമ്പാരവള്ളി അല്ലേ സാർ ഉദ്ദേശിച്ചത്? ആംബുലോസിസ് ഇൻഡിക്ക, ചെമ്പാരവള്ളി, എ ഇൻഡിക്ക showed highest number of so ambulosis indica is there in Kerala also, especially in northern Kerala. They use it for many purpose. So that is having രണ്ട് ടൈപ്പ് പ്ലാന്റുകളാണ് സാർ. ഒന്ന് മുന്തിരി വർഗവും ഒന്ന് ഇതാണെങ്കിൽ മെനിസ്പെർമേഷ്യ പ്ലാന്റ് ആണ്. അപ്പൊ അങ്ങനെ ഇതൊരു പുതിയ അറിവാണ് എനിക്ക്. എന്തായാലും അത് നോക്കാം. കാരണം ആംബുലൻസ് ഇൻഡിക്കുള്ള സ്ഥലത്ത് തന്നെ ടിനോസ്പെറ കോർഡിഫോളിയം വളരുന്നത് എനിക്കറിയാം വലിയ കൊല്ലങ്ങളായിട്ട്. I want to put one more interesting thing here, sir. Tinospora cordifolia, it is a dioecious plant. It has a male plant and a female plant. Okay. That is also described in the text. When they take Guruchi Sattva, there is a specificity that is given in the text, and we should respect that.
Yeah, that's true. Sensitivity must be there. Then last one point I want to make, Rajmohan, is our basma preparations. Comment I want to say. Ivarde herbo-mineral preparations, they start with some very fascinating formulations, and one is basma. And basmas go through a very serious process of shodhana and marana, and they have special procedures for doing this. And how the potency increases. The potency increases. Their understanding is the potency increases as you go repeat these steps of purification. How does this work? This is a very big problem, because we are entering the controversial area, which is that of herbominerals. It's a very controversial area, as you well know, but it is a very powerful and a very effective set of formulations that Rajmohan and his team know very well. Our side, we have to put a little bit of that science and understanding of the fine structure of particularly surface atoms of materials. They use abrak basma, which is one of their favorite basma. And they have different puttas of abrak basma. And abrak basma, when they increase the number of rounds of treatment, the puttas, they go to gajaputta basma. And gajaputta basma is a complicated process. You have to do it X number of times to get to that, maybe 2 years of preparation to get gajaputta basma. There is a conflict here. People say, oh, this is all nonsense. It doesn't work. But they see the effect. When they use gajaputta basma, they see the effect. And we must bring that area also into this. You have the power, you have the technology there, but just opening up that discussion a little bit so that. Yes, sir. Thank you so much. Thank you so much, sir. Thank you, Rajmohan. Thank you. Yes, sir. Sir, please be with us. Okay, sir. So, sir, വളരെ കൃത്യമായിട്ട് നമ്മൾ ഈ ഡിസ്കഷൻ പ്ലാറ്റ്ഫോം നമ്മളിവിടെ കൊണ്ടുവരാനുള്ള കാരണം തന്നെ ആയുർവേദത്തിന്റെ ഈ ഒരു ഏരിയ ഉണ്ട്. കാര്യം ഇപ്പം ആയുർവേദത്തിൽ ഭസ്മങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ഹെർബോമിനറൽ ഫോർമുലേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. വി നോ ദാറ്റ് അത് കുറച്ചും കൂടി ഒരു മെറ്റീരിയൽ സയൻസസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് കുറെ കൂടെ നന്നായിട്ട് വിലയിരുത്താൻ കഴിയുന്നതാണ്. സോ അതിൻ്റെതായ ഒരു ലാംഗ്വേജ് ഉണ്ട്, ഒരു ടിപ്പിക്കൽ ലാംഗ്വേജ് ഉണ്ട്. ആ ലാംഗ്വേജ് മനസ്സിലാകുന്ന സയന്റിസ്റ്റുകൾ വേണം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത്. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഡിഫറെന്റ് മേഖലയിലുള്ള സയന്റിസ്റ്റുകളുമായിട്ട് ആയുർവേദവുമായിട്ട് വളരെ ചേർന്ന്, ഇപ്പൊ മദൻ സാറിനെ വർഷങ്ങളായി എനിക്കറിയാവുന്നതാണ്. മദൻ സാർ എനിക്കൊരു മോളിക്കുലർ ബയോളജിയുടെ ഒരു ഇൻസൈറ്റ്, ആ ലെവലിൽ ചിന്തിക്കണമെന്നുള്ള ഇൻസൈറ്റ് എനിക്കറിയാം. സാറുമായിട്ട് 2006-07 കാലഘട്ടങ്ങളിൽ ബാംഗ്ലൂരിലെ ഉള്ള ഒരു ഡിസ്കഷനിൽ നിന്നാണ് എനിക്ക് സാറിന്റെ ആ ഒരു ഇൻസൈറ്റ് എനിക്ക് സാറ് തരുന്നത്. അതുപോലെ തന്നെ രാധാകൃഷ്ണൻ സാറ്, നമ്മൾ ഇവരുമായിട്ടൊക്കെയുള്ള ഇന്ററാക്ഷൻസ് ആണ് നമ്മൾ കുട്ടികൾ വളരെ കാര്യമായിട്ട് നമ്മളുടെ ഗവേഷണത്തിലും പഠനത്തിലും കൊണ്ടുവരേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എനിക്കൊന്ന് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ചർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മുരളി സാറിനെയും കൂടെ ഒന്ന് സാറിന്റെ കമന്റ്സും കൂടെ കേട്ടാൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം നമ്മളുടെ മേഖലയിൽ നിന്ന് വളരെ ലെജൻഡറി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് സാർ. സാറിന്റെ കമന്റ്സും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ചും രാധാകൃഷ്ണൻ സാറിനും മദൻ തങ്കവേലു സാറിനും. ഇവിടെ നല്ല കൗതുകകരമായ രീതിയിൽ തന്നെയാണ് ചർച്ച മുമ്പോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ രാധാകൃഷ്ണൻ സാറ് സൂചിപ്പിക്കേണ്ടായി നമ്മുടെ സിദ്ധാന്തങ്ങളുടെ ഒരു ദാർഢ്യം അല്ലെങ്കിൽ ഒരു ഭദ്രത, സിദ്ധാന്ത ഭദ്രമാണ് ആയുർവേദം എന്നുള്ള കാര്യം അദ്ദേഹം സൂചിപ്പിക്കേണ്ടായി. ആ വഴിയിൽ കൂടെ അതിനെ എങ്ങനെ കുറെ കൂടി പ്രയോഗത്തിന്റെ തലത്തേക്ക് എത്തിക്കാം എന്ന രീതിയിൽ അതിനുവേണ്ടി വേണം ഈ നവീന സാങ്കേതിക വിദ്യകളെ ഉപയോഗിക്കേണ്ടത് എന്നും സാറ് സൂചിപ്പിക്കേണ്ടായി. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ പലപ്പോഴും ഈ രസഗുണ വീര്യ വിഭാഗങ്ങളെ പറ്റിയുള്ള ഒരു ചിന്തയും കൂടി അവിടെ തീർച്ചയായിട്ടും വരുന്നുണ്ട്. നമ്മുടെ ശാസ്ത്രത്തില് ത്രിദോഷ സിദ്ധാന്തമുണ്ട്. അതിനെ ആസ്പദമാക്കിയാണ് നമ്മൾ ശരീരത്തെ പറ്റി, ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ പറ്റി ചിന്തിക്കുന്നത്. പക്ഷെ അതിന് അനുപൂരകമായി നമ്മൾ ഫിസിയോളജിയും മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ രോഗനിർണയത്തിനാണെങ്കിലും ദോഷങ്ങളുടെ വൈഷമ്യമാണ് രോഗം എന്നുള്ളത് കൊണ്ട് ദോഷവൈഷമ്യത്തെ കേന്ദ്രീകരിച്ച് തന്നെയാണ് നമ്മൾ രോഗങ്ങളെ അളക്കുകയും വിലയിരുത്തുകയും എല്ലാം ചെയ്യുന്നത്. അതിന് അനുപൂരകമായ രീതിയിൽ നമ്മൾ ലബോറട്ടറി ടെക്നിക്സ് എല്ലാം ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ദ്രവ്യത്തെ നമ്മൾ അളക്കുന്നത് ഈ ദ്രവ്യഗുണ സിദ്ധാന്തം വെച്ചാണ്. രസം,
ഗുണം, വീര്യം, വിഭാഗം, പ്രഭാവം പോലെയുള്ള കാര്യങ്ങളെ ആസ്പദമാക്കിയത്. അതിന് അനുപൂരകമായ രീതിയിൽ എങ്ങനെ ഈ നവീന ശാസ്ത്രത്തെ കൊണ്ടുവരാം, രസത്തെ കൃത്യമായിട്ട് വ്യവച്ഛേദിച്ചറിയാൻ, ഗുണത്തെ അറിയാൻ, വിഭാഗത്തെ അറിയാൻ, പ്രഭാവത്തെയും വീര്യത്തെയും എല്ലാം തിരിച്ചറിയാൻ, അല്ലെങ്കിൽ അങ്ങനെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടാവും നിഘണ്ടുക്കൾ, ദ്രവ്യഗുണ നിഘണ്ടുക്കളിൽ ഇന്ന ദ്രവ്യം ഇന്ന രസപഞ്ചകത്തോട് കൂടിയതാണ് എന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടാവും. അതിന് അനുപൂരകമായി അല്ലെങ്കിൽ അതിനെ വാലിഡേറ്റ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഓർഗാനിക് കെമിസ്ട്രിയും ഫൈറ്റോ കെമിസ്ട്രിയും ബയോ കെമിസ്ട്രിയും ഒക്കെ കൊണ്ടുവരുവാൻ സാധിക്കുക എന്ന രീതിയിലുള്ള ഒരു ചിന്തയും കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ശാസ്ത്രം കേൾക്കുന്ന കുറെ ആരോപണങ്ങൾക്കൊക്കെ അത് ഒരു ഉത്തരമാകാനും സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള കുറച്ച് ചിന്തകൾ കൂടി സാറ് അവതരിപ്പിച്ചാൽ അത് നന്നാകും എന്നാണ് എൻ്റെ ഒരു ചെറിയ ധാരണ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. വളരെ കൃത്യമായ അല്ല പറയൂ സാർ. സാർ അത് പറയാൻ ഉദ്ദേശിച്ചത്, എനിക്ക് അങ്ങോട്ട് എല്ലാവരോടും എല്ലാ ആയുർവേദ ആൾക്കാരോടും ചോദിക്കാനുള്ളത്, ക്ലാസിക്കൽ കോമ്പിനേഷൻസ് എങ്ങനെയാണ് ആ കോമ്പിനേഷൻ? ഇപ്പൊ നായോപായം കഷായം എടുത്തു കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഒന്ന് ഒരു പർട്ടിക്കുലർ പ്രിസ്ക്രിപ്ഷന് 3:2:1 വേറെ ഒന്നൊരു 10:2:1 ആണ്. ബല, ജീരക, ഇഞ്ചി. എങ്ങനെയാണ് അത്? എന്താണ് അതിന്റെ പ്രാധാന്യം? അത് എത്ര കണ്ട് കാര്യങ്ങൾ സ്റ്റഡി നടന്നിട്ടുണ്ട്? കാരണം ബിക്കോസ് റീസെന്റ് ഐ ഹാഡ് എ ഫൈറ്റ് വിത്ത് സം ഓഫ് ദി റിവ്യൂവേഴ്സ്, അതുകൊണ്ടും കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ സ്റ്റഡി ചെയ്തപ്പോഴും ഈ ക്ലാസിക്കൽ, നമുക്കറിയാം ഓരോ പ്ലാന്റിലും അതിന്റെ ഫൈറ്റോ കെമിക്കൽസും നമുക്ക് കാണാവുന്നതും കാണാത്തതും ആയിട്ടുള്ള ഫൈറ്റോ കെമിക്കൽസും ഉണ്ട്. ഒരു 3:2:1 കോമ്പിനേഷനിൽ ഒരു ക്ലാസിക്കൽ കോമ്പിനേഷൻ നായോപായം കഷായത്തിന് വെച്ചിരിക്കുകയാണ്. ആ കോമ്പിനേഷനിലെ ആ റേഷ്യോ മാറിയാൽ എന്ത് സംഭവിക്കും? അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ രാജ്മോഹൻ? അതിനെ കുറിച്ചാണ് എനിക്ക്. അതെ 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 സാർ, അത് തീർച്ചയായിട്ടും ആ ഒരു കോമ്പിനേഷൻ പറയണമെങ്കിൽ, ആ കോമ്പിനേഷനിൽ തന്നെ പറയണമെങ്കിൽ അതിന്റെ പിറകിൽ ഒരു ഒബ്സർവേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കുമല്ലോ സാർ തീർച്ചയായിട്ടും പറയുന്നത്. പക്ഷെ അതിനെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള സാറ് പറയുന്ന പെർസ്പെക്റ്റീവിലുള്ള പഠനങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. അപ്പൊ ഞാൻ എന്റെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ പറയാം. ഒരുപാട് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത അനുഭവങ്ങൾ. ഇപ്പൊ അമൃതോത്തരം കഷായത്തിന്റെ ഒരു 1:2:1 ആണ്. എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ക്ലാസിക്കൽ കോമ്പിനേഷൻ. അതിന് തന്നെ നമ്മളിപ്പോ അമൃത് കൂട്ടുക, അല്ലെങ്കിൽ ഇഞ്ചി കൂട്ടുക, അല്ലെങ്കിൽ വേറെ കടുക്ക കൂട്ടുക. അപ്പൊ നമ്മൾ എന്താണ് നോർമലി ഉദ്ദേശിക്കുക? ഏതെങ്കിലും ഒരു കമ്പണന്റിന്റെ ക്വാണ്ടിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ there will be a proportional increase in the phytochemicals from that increased component, അല്ലെ? അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്? അതെ 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 അതെ. പക്ഷെ അങ്ങനെയല്ല. എനിക്ക് അത്ഭുതമായിരുന്നു ഇത് എങ്ങനെ സംഭവിക്കുന്നത്. അത് നായോപായം കഷായത്തിലും ഞാൻ നോക്കി. അപ്പൊ നമ്മള് വിചാരിക്കുന്ന രീതിയിൽ, അതായത് ഓരോ ഫൈറ്റോ കെമിക്കലും ഓരോ പ്ലാന്റിൽ നിന്നുള്ള ഫൈറ്റോ കെമിക്കലിന്റെ പ്രസൻസ് ആ ഫോർമുലേഷൻസിൽ ഉണ്ടാകണം. ആ ഫൈറ്റോ കെമിക്കലിന് മാറ്റം സംഭവിച്ച എന്തോ ഉണ്ടാകണം. പക്ഷെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ ആ ക്ലാസിക്കൽ കോമ്പിനേഷനിൽ മാത്രമേ എഫക്റ്റീവ് കോൺസെൻട്രേഷൻ ഓഫ് ഫൈറ്റോ കെമിക്കൽസ് മാക്സിമം എമൗണ്ട് ഉള്ളൂ, ക്വാണ്ടിറ്റി. സോ ആ എഫക്റ്റീവ് കോൺസെൻട്രേഷൻ ഓഫ് ആ ഓരോ പ്ലാന്റിൽ നിന്നുള്ള ഫൈറ്റോ കെമിക്കൽസിന്റെ എമൗണ്ട് അല്ലെങ്കിൽ അതിന്റെ പ്രൊപ്പോർഷൻ മാക്സിമം നിൽക്കുന്ന ആ റേഷ്യോയിൽ മാത്രമേ ഉള്ളൂ. അതല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരെണ്ണം കൂട്ടിക്കഴിഞ്ഞ് ഒരെണ്ണം എന്നാ അമൃത് കുറച്ച് കഴിയാം, എന്നാ പനി കുറയുമല്ലോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് കൂടുതലുണ്ട് എന്നാ കൂട്ടിയാന്ന് വെച്ചാല് ആ സെയിം മെഡിസിൻ ഒരിക്കലും ആകില്ല. കാരണം കൂട്ടിക്കൊടുത്തുകൊണ്ട് അവിടെ ഫൈറ്റോ കെമിക്കൽ കോൺസെൻട്രേഷനിൽ പ്രൊപ്പോർഷണൽ ഇൻക്രീസ് ഉണ്ടാകുന്നേ ഇല്ല. സോ എനിക്കൊരു ശരിക്കും പഴയ നമ്മുടെ പൂർവികര് ചെയ്തു വെച്ചില്ല വലിയൊരു നമസ്കാരം. കാരണം അത്തരം കാര്യങ്ങളിൽ എന്തുകൊണ്ട് നമുക്ക് നോക്കിക്കൂടാ? അപ്പൊ എന്നോട് ഒരു റിവ്യൂവർ ചോദിച്ചത് പ്രൊപ്പോർഷണൽ ഇൻക്രീസ് ഉണ്ടാകണം, വാട്ട് ഈസ് ദ, ഞാൻ പറഞ്ഞു പ്രൊപ്പോർഷണൽ ഇൻക്രീസ് ഉണ്ടാകുന്നില്ല. ഒരുപാട് സ്റ്റഡി നടത്തി, ഞാൻ റിപ്പീറ്റ് ചെയ്തു, തെറ്റാണെന്ന് കരുതി വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തു. പ്രൊപ്പോർഷണൽ ഇൻക്രീസ് ഉണ്ടാകുന്നില്ല. ആ ക്ലാസിക്കൽ കോമ്പിനേഷനിൽ മാത്രമേ
എഫക്റ്റീവ് കോൺസെൻട്രേഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. വളരെ കൃത്യമായ ഒരു ഫൈൻഡിങ് ആണ്. അദ്ദേഹത്തിന്റെ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ലബോറട്ടറീസിൽ നിന്ന് തന്നെയുള്ള ഒരു പഠനമാണ്. എനിക്ക് തോന്നുന്നു അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നു നമ്മുടെ വിദ്യാർത്ഥികൾ കുറച്ച് നേരമായിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് കുറെ അധികം സംശയങ്ങൾ അവരുടെ വിഷയങ്ങളെ കുറിച്ചും അവരുടെ മനസ്സിലൂടെ വരുന്ന ചിന്തകളെ കുറിച്ചും ഉണ്ടായിരിക്കും. പ്ലീസ് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാവുന്നതാണ്, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അടുത്ത ഒരു സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒരു ക്വിക്കായിട്ട് നിങ്ങളുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സ്റ്റുഡൻസ് പ്ലീസ്, നിങ്ങൾക്ക് ഈ ഒരു അവസരം നന്നായി മുതലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മദൻ സാർ ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ രാധാകൃഷ്ണൻ സാറും ഉണ്ട്. പ്ലീസ്. ഇവിടെ മെസ്സേജ് ബോക്സിലും കുറച്ച് ഇത് വന്നിട്ടുണ്ട്. സനിൽ സാർ ചോദിച്ചിരിക്കുന്നു, അതിവിടയത്തിന് പകരം മുത്തങ്ങയും കസ്തൂരിക്ക് പകരം അത്തരം സ്റ്റഡി നടന്നിട്ടുണ്ടോ എന്ന് അറിയില്ല സാർ, അത് ചെക്ക് ചെയ്തല്ല അറിയുള്ളൂ. ടോട്ടലി ഡിഫറെന്റ് മെറ്റീരിയൽസ് ആണ്. അതെ, എന്റെ ശ്രദ്ധയിൽ അത്തരത്തിലുള്ള ഒരു സ്റ്റഡി നടന്നിട്ടില്ല. അത് തീർച്ചയായിട്ടും ഒന്ന് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റഡി ആണെന്ന് തോന്നുന്നു അല്ലേ സാർ? അതെ, അത് ചെയ്യാവുന്നതാണ്, എളുപ്പത്തിൽ ചെയ്യാം. താഴെ വേറൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് സർ, വെദർ ദ ഗ്രീൻ സിന്തസൈസ്ഡ് നാനോ പാർട്ടിക്കിൾസ് ആൻഡ് ആയുർവേദിക് പസ്മാസ് ക്യാൻ ബി കമ്പയർഡ്. ഈ ഗ്രീൻ സിന്തസൈസ്ഡ് നാനോ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതായത് പ്ലാന്റ് കത്തിച്ചിട്ട് കിട്ടുന്ന നാനോ പാർട്ടിക്കിൾ ആണോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്നതാണ്? Sir, I'm Dr. Shara Mohan, first year PG scholar. I asked the question. Yeah, please. You may explain what actually you have meant, please. Sir, ഞാൻ റിസർച്ച് ടോപ്പിക്സിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ട ഒരു ടോപ്പിക്കാണ് ഗ്രീൻ സിന്തസൈസ്ഡ് നാനോ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഞാൻ സിൽവർ നാനോ പാർട്ടിക്കിൾസ് ആണ് നോക്കിയത്. അതിൽ കണ്ടത് നമ്മൾ ഇങ്ങനെ ലീഫ് എക്സ്ട്രാക്ട് എടുക്കുന്നു, ലൈക്ക് അലോവേര എക്സെട്ര. എന്നിട്ട് അത് നമ്മളൊരു സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ വെച്ചിട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് സിൽവർ നാനോ പാർട്ടിക്കിൾസ് എടുക്കുന്നു. ജസ്റ്റ് ബിഗിനർ, അപ്പൊ എനിക്ക് ഇത്രയൊക്കെ മനസ്സിലായിട്ടുള്ളൂ. അപ്പൊ അത് നമ്മുടെ ആയുർവേദിക് പ്രിപ്പറേഷൻ ആയിട്ടുള്ള ഭസ്മാസ് വെച്ചിട്ട് രജത ഭസ്മമായിട്ട് അത് കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. നാനോ പാർട്ടിക്കിൾ സ്റ്റഡി ഒരുപാട് നടക്കുന്നുണ്ട് പല യൂണിവേഴ്സിറ്റീസിൽ പലരും, കാരണം വളരെ എളുപ്പത്തിൽ പബ്ലിക്കേഷൻ കിട്ടാവുന്ന ഒരു സാധനമാണ്. പക്ഷെ ഇറ്റ് ഈസ് നോട്ട് വിത്ത് എ ഫോക്കസ് ടുവേർഡ്സ് ഭസ്മ ഓർ എനിത്തിങ്. ബിക്കോസ് ഓരോ പ്ലാന്റ് എടുക്കുമ്പോഴും ആ പ്ലാന്റിലുള്ള ഫൈറ്റോ കമ്പണൻസ് വ്യത്യാസമുണ്ട്. ആ കമ്പണൻസിനുള്ള വ്യത്യാസം അനുസരിച്ച് ഫോം ചെയ്യുന്ന നാനോ പാർട്ടിക്കിൾസിന്റെ സൈസിൽ വ്യത്യാസം വരും. So they go for some time analysis and then but in most of these publications I cannot understand what was the hypothesis and what is its output for a translation. Okay. അതെ, എനിക്ക് അതിനകത്ത് ഉള്ള ഒരു ചെറിയൊരു കമന്റ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിൽ നിന്ന് ഗ്രീൻ സിന്തസൈസ് ചെയ്തെടുക്കുന്ന നാനോ പാർട്ടിക്കിൾസിനെ നമ്മൾ രജത ഭസ്മവുമായി കമ്പയർ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല എന്നാണ് എനിക്ക് പറയാൻ കഴിയുക. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ ഭസ്മങ്ങളുടെ മുമ്പില് കുറച്ചും കൂടെ വളരെ കാര്യമായിട്ട് ഒരു പ്രൊസീജിയറിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അതിനകത്ത് കുറെ അധികം ഹെർബൽ ഡ്രഗ്സുമായി ചേർത്ത് ഇതിന്റെ പ്രോസസ്സിംഗ് ഉണ്ട്, ശോധനമുണ്ട്, മാരണമുണ്ട്, ചില ഡ്രഗുകളിൽ അമൃതീകരണം വരുന്നുണ്ട്. അങ്ങനെ കുറെ അധികം പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് ആയുർവേദത്തിലെ ഭസ്മങ്ങളുടെ പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ അവിടെ ചില ക്ലോസ് ഇന്ററാക്ഷൻസ്, ഫൈറ്റോ മോളിക്യൂൾസുമായിട്ടുള്ള കുറച്ച് ക്ലോസ് ഇന്ററാക്ഷൻസും ചില ഹീറ്റ് പ്രോസസ്സിങ്ങും ചില ഹീറ്റ് ഗ്രേഡിയൻസിലൂടെ ഇതിനെ കടത്തി വിടുന്നതും ഒക്കെ വളരെ സിഗ്നിഫിക്കന്റ് ആൻഡ് ഇമ്പോർട്ടൻസ് ആണ്. മറ്റേതൊരു കെമിക്കൽ സിന്തസൈസിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത്. രണ്ടും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാർത്തിക് ഹാൻഡ് റൈസ് ചെയ്തിട്ടുള്ളവരെ സംസാരിക്കാൻ അനുവദിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അവരോട് ക്വസ്റ്റ്യൻ നേരിട്ട് ചോദിച്ചോളാൻ പറയും. ഇതാണ് എനിക്ക് ആ വിഷയത്തെ കുറിച്ച് എന്റേതായ അഭിപ്രായമായിട്ട് പറയാം. Okay sir, thank you. Okay. ഗാലക്സി M31 ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. ഹലോ, വളരെ താല്പര്യമുള്ള വിഷയമാണ് ആയുർവേദത്തിലെ ഈ ചർച്ച. അതെ സാർ. അപ്പോ ഈ ഔഷധങ്ങളുടെ രസബീജ വിഭാഗ പ്രഭാവങ്ങളും
നമ്മുടെ ദോഷം കാലദേശം, ദൂഷ്യം ദേശം, എല്ലാം കാലം, അനലം, പ്രകൃതിയും വയ, ഇതൊക്കെ ടാലി ചെയ്ത ആ സാമർഥ്യങ്ങള്, ഐ മീൻ ദ ടെക്സ്റ്റ് ബുക്ക് അതോറിറ്റിക്കലി പറഞ്ഞു വെച്ച കാര്യങ്ങള് അതിലേക്ക് എത്താൻ മാത്രം നമ്മളെ മോഡേൺ സയന്റിഫിക് റിസർച്ച് ഓർഗൻസ്, ഐ മീൻ ടൂൾസ്, ഹാവ് എനി ഫെസിലിറ്റീസ് available at present? That is my main question. So how much it is valuable, dependable? That much training given according to the herbs used in Ayurveda. അതായത് എൻ്റെ ഒരു ചോദ്യമാണ്. കാരണം പലരും ക്രിട്ടിസൈസ് ചെയ്യുന്ന ആയുർവേദത്തിന് ലിവർ ഫങ്ഷനെ പോകുന്നു. പിന്നെ ചില ഈ ഇതില്ലേ കുന്തിരിക്കം പോലെ സല്ലഗി എന്ന് പറഞ്ഞ ഡ്രഗ്സ്, ഞാനൊരു 50 കൊല്ലമായി പ്രാക്ടീസ് ചെയ്യുന്നു. പക്ഷെ ആ കുന്തിരിക്കം ഓറലായിട്ട് ഇന്റേണലായിട്ട് കൊടുക്കുന്ന ഒരു ഫോർമുലി ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ ഒട്ടുമിക്ക അതിലും മുട്ടവേദനക്കും പല കേസിലും ധാരാളം ഒരു പാറ്റേൺ ടൈപ്പായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് മരുന്ന്. അപ്പൊ അതിനെ ഒരു ക്രിറ്റിസിസം കണ്ടു, ആയുർവേദ മരുന്ന് ലിവർ ഡാമേജ് ചെയ്യുന്നു. ആയുർവേദ മരുന്ന് എത്ര നല്ല മരുന്നായാലും ലിവർ ഡാമേജ് ചെയ്യും. പക്ഷെ ഈ പർട്ടിക്കുലർ ഡ്രഗ് ആയുർവേദ ടെക്സ്റ്റ് ബുക്കിൽ എവിടെയും മെൻഷൻ ചെയ്തതായിട്ട് എൻ്റെ അനുഭവത്തിൽ വന്നിട്ടില്ല. കഷായത്തിലോ ഗുളികയിലോ ലേഹ്യത്തിലോ നെയ്യിലോ. സാർ ഇവർക്ക് ആർക്കെങ്കിലും അറിയെങ്കിലും ഇരിക്കുന്ന രാജ്മോഹനോ സാർമാർക്കോ ആർക്കെങ്കിലും അറിയെങ്കിൽ അതൊന്നും മെൻഷൻ ചെയ്താൽ തിരക്കില്ല. കുന്തിരിക്കം, സല്ലങ്കി, അതുപോലെ ഇതിന്റെ സാറ് പറഞ്ഞതുപോലെ ഇന്റേണൽ അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് അത് എന്റെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചില അറിവുകളെ ഇപ്പം ശല്ലക്കിയുടെ പിന്നെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന കമ്പോണൻസിനെ എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ ഒരു ബയോളജിക്കൽ സിസ്റ്റത്തിൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ളതായിട്ടോ അല്ലെങ്കിൽ അതിന്റെ ടോക്സിസിറ്റിയോ അല്ലെങ്കിൽ ഹ്യൂമൻ ലെവലിൽ അത് പഠിച്ചതായിട്ടോ ഉള്ള അറിവുകൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല വളരെ കാര്യക്ഷമമായിട്ട്. പക്ഷെ നമ്മളിവിടെ എന്താ ചെയ്യുക? ശല്ലകി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത് ആയതുകൊണ്ട് അതിന്റെ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് അത് ഇന്റേണലി ഉപയോഗിക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് പലപ്പോഴും ഇത് ആഡ് ചെയ്യുന്നത്. സാർ നേരത്തെ പറഞ്ഞതുപോലെ രാധാകൃഷ്ണൻ സാർ പറഞ്ഞത് ഇവിടെ വളരെ ജെന്യുവൻ ആണ്. കാര്യം ഈ ഡ്രഗുകളുടെ കോമ്പിനേഷനും അതുപോലെ തന്നെ ഇതിന്റെ പ്രോസസ്സിംഗ് ടെക്നിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇത് ഡെഫിനറ്റ്ലി ഒരു ആയുർവേദ കോമ്പിനേഷന്റെ സേഫ്റ്റിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഇങ്ങനെയുള്ള ചില ഫോർമുലേഷൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു കോംപ്രമൈസ് അവിടെ പെടുന്നുണ്ടാകാം എന്ന് തന്നെയാണ് എന്റെയും വ്യക്തിപരമായ അഭിപ്രായം. രാധാകൃഷ്ണൻ സാർ അല്ലെങ്കിൽ മദൻ സാറിന് അതിനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. സാറ് പറഞ്ഞ കുന്തിരിക്കം എന്ന് പറയുന്നത് ബോസ്വെല്ലിയ സെറാറ്റ അല്ലേ? അതെ അതെ സാറേ, ബോസ്വെല്ലിയ സെറാറ്റയില് ഉള്ള പ്രധാന ആ കുന്തിരിക്കത്തിലുള്ള സാധനം ബോസ്വെല്ലിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു വൈറ്റോ മോളിക്യൂൾ ആണ്. ആ മോളിക്യൂള് മോഡേൺ മെഡിസിനില് പല രീതിയിലും മോഡിഫൈ ചെയ്തിട്ട് ഉപയോഗിക്കുന്നുണ്ട് ബോസ്വെല്ലിക് ആസിഡ്. അത് പല ഡ്രഗിന്റെയും സ്റ്റാർട്ടിങ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു, ഞങ്ങള് കെമിസ്ട്രിക്കാർ പറയും ഒരു സിന്തോൺ ആണ്. അതിൽ നിന്നാണ് പലതും ഉണ്ടാക്കുന്നത്. അത് തന്നെ ഉപയോഗിക്കുന്നുണ്ട് ബോസ്വെല്ലിക് ആസിഡ്. കാരണം ഷല്ലകി ഉപയോഗിക്കുന്നുണ്ട്. ബുഫിക് എന്ന് പറഞ്ഞ ഒരു മോഡേൺ മെഡിക്കൽ ഫാർമസ്യൂട്ടിക്കൽസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ ആയുർവേദത്തിൽ എക്സ്റ്റേണൽ ആപ്ലിക്കേഷന് ജോയിന്റ്സ് പെയിൻ എക്സ്റ്റേണൽ ആപ്ലിക്കേഷനിലുള്ള കോമ്പിനേഷനിൽ എണ്ണയിലൊക്കെ ചേർക്കുന്നതല്ലാതെ ഇന്റേണൽ പറഞ്ഞിട്ടില്ല. സോ ഐ ആം വെരി സീരിയസ്ലി ഡൗട്ട് അബൌട്ട് ദ ഇന്റേണൽ യൂസ്. അത് പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും സാറേ, എക്സ്ട്രാക്ഷനോ എന്തെങ്കിലും മോഡിഫിക്കേഷനിൽ. Yes sir, the process that which how far it is demonstrated in the liver or kidney or other minute organs, അങ്ങനെ ഒരു റിസർച്ച് നടന്നില്ല. അത് ക്ലാസിക്കൽ അല്ലെങ്കിൽ അവർക്ക് ഇത് അപ്രൂവൽ കിട്ടണമെങ്കിൽ it has to go through all this is a different affair. So it may be put on research. That is my one request. കോമ്പിനേഷൻസിൽ ഒരുപാട് ആയുർവേദ ഡ്രഗ്സ് ഓറലായിട്ട് കൊടുത്തിട്ട് ഈ മാതിരി അബ്യൂസ് കേൾക്കുന്നുണ്ട്. ആയുർവേദത്തിനെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരുപാട് ഇഷ്യൂ വരുന്നത് ഈ കോമ്പിനേഷനിലുള്ള സ്റ്റിക്നെസ് അവോയ്ഡ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ അതിനൊക്കെയാണ് ഈ റിസർച്ച് സെന്ററിൽ എന്തെങ്കിലും ചെയ്യാൻ. പിന്നെ സല്ലകിയെ കുറിച്ചിട്ട് നമ്മുടെ നാട്ടുവൈദ്യത്തില് ഈ നീറസത്ത് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ഒരു ചാരായത്തിലും അരിഷ്ടത്തിലൊക്കെ ചേർത്തിട്ട് അത് നമ്മുടെ ഈ സല്ലകി തന്നെയാണ്. അപ്പം ഈ ഗുസ്തിക്കൊക്കെ പോയി പരിക്കേക്കുക, ഉരക്ഷതമുണ്ടാകുക, ഈ സമയങ്ങളിലൊക്കെ
മീറസത്ത് ചാരായത്തിൽ ചേർത്തും അരിഷ്ടത്തിൽ ചേർത്തും കഴിക്കുന്ന ഒരു സമ്പ്രദായം കേരളത്തിലുണ്ടായിരുന്നു. അതിന്റെ ഒരു അനാൽജസിക് പ്രോപ്പർട്ടി ആയിരിക്കാം ഇതിലേക്ക് ലീഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ക്ലാസിക്കൽ ടെക്സ്റ്റിൽ പറയുന്നില്ല എങ്കിൽ പോലും അതൊരു നാട്ടുവൈദ്യത്തിൽ നിന്ന് ആയുർവേദത്തിലേക്ക് കയറുമെന്നാണ്. പ്രശ്നം അവിടെയാണ്. നമ്മളിപ്പോ ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഊരമരുന്നിനെതിരെ കേരളത്തിലൊരു ഡിപ്പാർട്ട്മെന്റ് ഒരു മെസ്സേജ് ഇട്ടപ്പോ ലീഗലി അതിനെ ഫൈറ്റ് ചെയ്യാൻ നമ്മൾ നോക്കിയപ്പോ ഊരമരുന്നിനെ കുറിച്ച് നമ്മുടെ ക്ലാസിക്കൽ ടെക്സ്റ്റിൽ എവിടെയെങ്കിലും റെഫറൻസ് ഉണ്ട്? ആ ഒരു കോമ്പിനേഷൻ ഇല്ല. അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ സിസ്റ്റത്തിലേക്ക് എടുക്കുക, മുറിവെണ്ണ നമ്മുടെ സിസ്റ്റത്തിലേക്ക് എടുത്ത ഒരു പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയറിലേക്ക് വരണം സല്ലി. അപ്പൊ ഈ പറഞ്ഞ അതിന്റെ റിസ്ക് മുഴുവൻ പഠിച്ചിട്ട് വേണം വരാൻ. റിസർച്ചിന്റെ പോയിന്റിൽ അത് വേണ്ടി വരുന്നു. താങ്ക് യു ഡോക്ടർ. സാർ അവിടെ അതിൽ വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് സാർ. ഈ ഫോക്ലോർ ട്രഡീഷനിലുള്ള ഡ്രഗ്സിനെ നമ്മൾ പഠിക്കുമ്പോഴും ഇതിന്റെയൊക്കെ ഈ ഒരു ടോക്സിസിറ്റി ആസ്പെക്ട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ സാർ. ഇപ്പൊ നമ്മളിപ്പോ ഒരു ബേസിക്കലി ഒരു ഡ്രഗ്സിന്റെ ടോക്സിസിറ്റി സംബന്ധമായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് സാർ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതിന്റെ എന്തൊക്കെ തരത്തിലുള്ള പഠനങ്ങളാണ് നമ്മൾ ഈ ടോക്സിസിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യാൻ കഴിയുക എന്താണെന്ന് സാർ അതൊന്ന് വിശദീകരിക്കാമോ? കാര്യത്തെ കുറിച്ച് എനിക്ക് കാര്യമായിട്ട് അവബോധമില്ല, കാരണം ഞാൻ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കാരണം ടോക്സിറ്റി, സൈറ്റോടോക്സിറ്റി ആണെങ്കിലും നമുക്ക് സാധാരണ ലാബിൽ ചെയ്യുന്നതാണ്. സൈറ്റോടോക്സിറ്റി ഇൻവിട്രോ നമുക്ക് സൗകര്യമുണ്ട്. ആനിമൽ സ്റ്റഡീസ് ഞങ്ങള് തൊട്ടടുത്ത് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉള്ളതുകൊണ്ട് അവരെയാണ് ഡിപെൻഡ് ചെയ്യുന്നത്. കാരണം ആനിമൽ ഫെസിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ വിത്തിൻ ലെസ് ദാൻ 3 kilometers വി ഹാവ് RGCB, then RCC. ഇപ്പൊ നല്ലൊരു ഫെസിലിറ്റി ഐസർ വേണ്ടതിലുണ്ട്, കേരള യൂണിവേഴ്സിറ്റിയിലുണ്ട്. നമ്മൾ പുതിയതായിട്ട് ചെയ്യാതെ അവരുടെ ഫെസിലിറ്റി ഉപയോഗിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ടോക്സിറ്റി. പിന്നീട് ചില ടോക്സിറ്റി സ്റ്റഡീസിന് വേണ്ടി ഞങ്ങള് ഡിപെൻഡ് ഓൺ CDRI. ബിക്കോസ് CDRI പിന്നെ IITR ഉണ്ടല്ലോ, സ്പെസിഫിക് വെൻ വി ആർ ഇൻ ദ അഡ്വാൻസ്ഡ് സ്റ്റേജ്. അതിനു മുമ്പെല്ലാം ഞങ്ങൾ ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. ഇൻവിട്രോ വി ഹാവ് ഓൾ ഫെസിലിറ്റീസ്. ഈവൻ ഓർഗാനിക് കെമിസ്ട്രി ഞങ്ങളുടെ ഡിവിഷനിൽ തന്നെ, ഡിവിഷൻ ഇന്റർ ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പൊ വി ഹാവ് ഫോർ എക്സാമ്പിൾ എന്റെ ലാബ് എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി മാത്രമല്ല, ഐ ഹാവ് ബയോളജി സ്റ്റുഡൻസ് അലോങ് വിത്ത് കെമിസ്ട്രി PhD സ്റ്റുഡൻസ് ഓൾസോ. അപ്പൊ ആയുർവേദ സ്റ്റുഡൻസും ഉണ്ട്. ആയുർവേദ സ്റ്റുഡൻസും ഫാർമസി എല്ലാം. എനിക്കൊന്ന് ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു ഡോക്ടർ ശ്രീലക്ഷ്മി കൈ ഉയർത്തിയിട്ടുണ്ട്. ശ്രീലക്ഷ്മി, പ്ലീസ് അൺമ്യൂട്ട് യുവർ സെൽഫ് ആൻഡ് ടോക്ക്. Hello, good evening, sir. Good evening. Please, you may ask. സാർ, ഞാനൊരു ബിഗിനറാണ്. അപ്പോൾ എനിക്കിത് കേട്ടപ്പോൾ തോന്നിയൊരു ഡൗട്ടാണ്. നമ്മളിപ്പോൾ സാറ് പറഞ്ഞു അമൃതോത്തരം കഷായത്തിലൊക്കെ ആണെങ്കിൽ ഒരു കോമ്പിനേഷൻ പറയുന്നുണ്ട്. ആ ഒരു കോമ്പിനേഷനിൽ നമ്മൾ മരുന്ന് പ്രിപ്പയർ ചെയ്യണം. അതിലാണ് ഫൈറ്റോ കെമിക്കൽ കോൺസ്റ്റുവൻസ് കൂടുതലുള്ളത്. അപ്പോൾ അത് ചേഞ്ച് ചെയ്താൽ ഫൈറ്റോ കോൺസ്റ്റുവൻസിന്റെ പ്രത്യക്ഷത്തിൽ കൂടുതൽ അത് ആ കോമ്പിനേഷൻ. സാർ, അപ്പോൾ നമ്മൾ ഷഡംഗ കഷായത്തിലൊക്കെ നമ്മൾ അംശാംശ വികല്പങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഓരോ കണ്ടീഷനിൽ ഓരോ മരുന്നുകളും കൂട്ടി കൊടുക്കാൻ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഫൈറ്റോ കെമിക്കൽ കോൺസ്റ്റുവൻസിന് ചേഞ്ച് വരുന്നത് കൊണ്ടായിരിക്കില്ലേ ഇങ്ങനെ ഒരു അംശാംശ വികല്പന അവിടെ പറയുന്നത്? സാറേ, ഇത് നമ്മളെ സഹസ്രയോഗം എന്ന് പറയുന്ന ഒരു പുസ്തകം ആരംഭിക്കുമ്പോൾ ആ സഹസ്രയോഗത്തിനകത്ത് ഒരു വളരെ നല്ലൊരു ഒബ്സർവേഷൻ അവർ നടത്തിയിട്ടുണ്ട്. കാര്യം ഒരു ഷഡംഗം എന്ന് പറയുന്നത് അറിയാലോ സാർ, വളരെ വൈഡായിട്ട് നമ്മളിപ്പം ഈ കോവിഡ് പ്രതിരോധത്തിനുൾപ്പെടെ ജ്വര കണ്ടീഷൻസിനകത്ത് ജ്വര ചികിത്സയിലൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു വളരെ വിശേഷപ്പെട്ട ഒരു യോഗമാണ് ഷഡംഗം എന്ന് പറയുന്നത്. 6 മരുന്നുകളുടെ ഒരു ചേരുവയാണ്. അപ്പൊ ആ സഹസ്രയോഗത്തിൽ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഇതിനകത്ത് ഓരോ കണ്ടീഷൻസ് അനുസരിച്ചിട്ട് അതിനകത്തുള്ള ഒരു ഡ്രഗ് മാറ്റി റീപ്ലേസ് ചെയ്തുകൊണ്ട് അത് ആ കണ്ടീഷൻസിന് വേണ്ടി ഉപയോഗിക്കാം എന്നൊരു ഫ്രീഡം ഈ ഷഡംഗത്തിന്റെ കാര്യത്തിൽ അനുവദിച്ചിട്ടുണ്ട്. അപ്പോ പലപ്പോഴും വ്യാഖ്യാനിക്കുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മറ്റു ഫോർമുലേഷൻസിന് യുക്തമായ കോമ്പിനേഷൻസിലേക്ക് നമുക്ക് മാറ്റാം എന്നുള്ള ഒരു മെസ്സേജ് അല്ലേ ആ തരുന്നത് എന്ന് അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ ആ സഹസ്രയോഗം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സഹസ്രയോഗത്തിൽ പറഞ്ഞിരിക്കുന്ന ഡിഫറെന്റ് മരുന്നുകളുടെ പല കോമ്പിനേഷൻസും ചേർത്തിട്ടാണ് അവിടെ യോഗങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇതിനെക്കുറിച്ചാണ് ഈ ഡോക്ടർ ശ്രീലക്ഷ്മി ചോദിച്ചിരിക്കുന്നത്. അപ്പം നേരത്തെ പറഞ്ഞതുമായിട്ടുള്ള ഒരു ഡൗട്ട് ആയിരിക്കാമോ സാർ, പ്ലീസ്? അല്ല, പുതിയ ഡോസേജ് ഫോംസും അല്ലെങ്കിൽ പുതിയ ഒരു ഫോർമുലേഷൻ അല്ല, കോമ്പിനേഷൻ ഡെവലപ്പ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഇവൻ എനിക്ക് തോന്നുന്നത് ഷഡംഗം മാത്രമല്ല, നയോപായത്തിലും ഉണ്ടല്ലോ അതേ 3:2:1 ജ്വരത്തിനും അങ്ങനെയാണ് ഞാൻ വായിച്ച എന്റെ അറിവാണ്. വേറെ ഒന്ന് 10:2:1 ആണ്.
10:2 ഇമ്മ്യൂണിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ടോ മറ്റോ കൊടുക്കുന്നത്, അങ്ങനെയുണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നത് അത് തന്നെ ഒരു ഗവേഷണമാണ് എന്നാണ് എനിക്ക് ഡോക്ടർ ശ്രീലക്ഷ്മിയോട് പറയാനുള്ളത്. അങ്ങനെ ഡ്രഗ് കോമ്പിനേഷൻസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് തന്നെ നമുക്ക് നല്ലൊരു പഠനത്തിനുള്ളൊരു വഴി തെളിക്കുന്നു എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ആ ഫൈറ്റോ കെമിക്കൽ എക്സ്പ്രസ് ചെയ്യുന്നതുകൊണ്ട് അതൊരു ഏറ്റവും നല്ല മെഡിസിൻ ഒരു ക്ലാസിക്കൽ കോമ്പിനേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പൊ ഇതിനൊക്കെ ഉപരി ഒരു സിനർജിസ്റ്റിക് ആക്ഷനാണ് നമ്മുടെ മരുന്ന്. ആ സിനർജിയാണ് നമുക്ക് ശരിക്കും സ്റ്റഡി ചെയ്യേണ്ടത്. ഇതിൽ എങ്ങനെയാണ് ഈ സിനർജി എഫക്ട് ചെയ്യുന്നത്, അത് നമുക്ക് ഇൻവിട്രോ വഴി തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇൻഡിവിജ്വൽ പ്ലാന്റ് എടുത്തും ആ പ്ലാന്റിലുള്ള കോമ്പിനേഷൻസിന് മാറ്റം വരുത്തി ആ സിനർജിസ്റ്റിക് എഫക്ട് എങ്ങനെയാണ് മാറ്റം വരുന്നത്, ക്ലിനിക്കലി ചെയ്യാം അല്ലെങ്കിൽ ഇൻവിട്രോ ചെയ്യാം. അതിന്റെ പ്രത്യേക ബയോളജിക്കൽ മോഡൽസ് നമുക്ക് ഉണ്ടെങ്കിൽ, ഡയബറ്റീസോ വേറെ ഏത് ഡിസീസിനാണെങ്കിലും ആ കോമ്പിനേഷൻ മാറിക്കഴിഞ്ഞാൽ ആ സിനർജിസ്റ്റിക് എഫക്റ്റിന് വ്യത്യാസം വരുന്നുണ്ട്. ദാറ്റ് ഈസ് ടു ബി ഇൻവെസ്റ്റിഗേറ്റഡ്. അങ്ങനെ സിനർജിസം മാറുമ്പോ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു കാര്യം കൂടി ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. കാര്യം നമ്മൾ ഇവിടെ പറഞ്ഞപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി അല്ലെങ്കിൽ ഫൈറ്റോ കെമിസ്ട്രി പെർസ്പെക്റ്റീവ് വെച്ചതിന് ശേഷം ചില ഫൈറ്റോ കോൺസ്റ്റിറ്റ്യുവൻസിന്റെ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്ന മാറ്റം, അഥവാ ചില മാർക്കർ കോമ്പൗണ്ടിൽ ഉണ്ടാകുന്ന കോൺസെൻട്രേഷനിൽ ഉണ്ടാകുന്ന മാറ്റം ആകരുത് അതിന്റെ ബയോളജിക്കൽ ആക്ടിവിറ്റിയുടെ പ്രഡിക്ഷൻ, അല്ലേ സർ? ബയോളജിക്കൽ ആക്ടിവിറ്റി കൃത്യമായി നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അത് ബയോളജിക്കൽ സിസ്റ്റംസിൽ തന്നെ നമ്മൾ അത് പഠിക്കേണ്ടി വരും. അതിന് പല മോഡൽസ് ഉണ്ട്, നിങ്ങൾക്കറിയാം. ഇൻവിട്രോ മോഡൽസ് അവൈലബിൾ ആണ്, ഇൻവിട്രോ സിസ്റ്റംസ് അവൈലബിൾ ആണ്, പലതരത്തിലുള്ള സെൽ ലൈൻസിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ സങ്കേതങ്ങളാണ്, ഇത് നിങ്ങൾ സെലക്ട് ചെയ്യണോ വേണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. മാത്രമല്ല അനിമൽ മോഡൽസ് ഉണ്ട്, പലതരത്തിലുള്ള അനിമൽ മോഡൽസ് ഉണ്ട്. ചില പിന്നെ നോക്കൌട്ട് മൈസ് തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള അനിമൽ മോഡൽസ് നമുക്ക് പഠിക്കാൻ പറ്റും. ഐസൊലേറ്റഡ് ടിഷ്യൂ സ്റ്റഡീസ് അവൈലബിൾ ആണ്, അത് നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പൊ മദൻ സാറിനെ പോലെ സെല്ലിന്റെ ഉള്ളിൽ മോളിക്യൂൾസിലേക്ക് വളരെ ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ജീനോം അനാലിസിസ് ലെവലിലുള്ള സ്റ്റഡീസ് നമുക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞതിന് ശേഷം ഹ്യൂമൻസിൽ തന്നെ നമുക്ക് phase 1, phase 2, phase 3 തുടങ്ങിയിട്ടുള്ള ഡിഫറെന്റ് ചെയ്യാൻ പറ്റും. ഇത് തന്നെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് പോകുമ്പോൾ വളരെ ലാർജർ കമ്മ്യൂണിറ്റിയിൽ ഇത് എങ്ങനെയാണ് ബെനിഫിഷ്യൽ ആകുന്നത് എന്നുള്ള കമ്മ്യൂണിറ്റി ട്രയൽ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസ് ചെയ്യാൻ പറ്റും. അത് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് ഏതാണ് സ്യൂട്ടബിൾ, എന്താണ് ചെയ്യേണ്ടത്, എന്ത് മെത്തേഡാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ ഫീസിബിലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക ശേഷി, അതുപോലെ തന്നെ നിങ്ങളുടെ ടൈമിന്റെ അവൈലബിലിറ്റി, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, നിങ്ങളുടെ റിസർച്ച് ക്വസ്റ്റ്യൻ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ്. ഡെഫിനറ്റ്ലി ദ കോമ്പിനേഷൻസ് ദാറ്റ് ആർ മെൻഷൻഡ് ഇൻ ആയുർവേദിക് സയൻസസ് ആർ വർത്ത് റിസർച്ചിങ് എന്നുള്ള കാര്യത്തിൽ നമ്മളുടെ ബഹുമാന്യനായ രാധാകൃഷ്ണൻ സാറോ അതുപോലെ തന്നെ മദൻ സാർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പ്രോബ്ലി മദൻ സാറിന്റെ മോളിക്കുലർ ആസ്പെക്ട്സുമായി ബന്ധപ്പെട്ട് നമുക്ക് മദൻ സാറിനെ ഒരു ദിവസത്തെ ഇതുപോലൊരു ചർച്ചയ്ക്ക് സാർ ഇവിടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സാറിനെ തന്നെ നമുക്ക് വിളിക്കാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. രാജ്മോഹൻ, ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. ഈ ഫൈറ്റോ കെമിക്കൽ കോമ്പിനേഷൻ കൂടുതലുള്ളത് മാത്രമല്ലേ നമ്മൾ മിക്കവാറും കാണുന്നുള്ളൂ. ഇപ്പൊ 10 കിലോഗ്രാം ഒരു പ്ലാന്റ് എടുത്ത് എക്സ്ട്രാക്ട് ചെയ്താൽ ഒരു 0.5 മില്ലിഗ്രാം കിട്ടുന്ന ഒരു കോമ്പൗണ്ട് അതിലുണ്ട്. അതായിരിക്കാം ഏറ്റവും ആക്റ്റീവായിട്ട് സെല്ലുലാർ ഇൻടേക്കിന് സഹായിക്കുന്നത്. ഈ മെയിൻ ഫൈറ്റോ കെമിക്കൽ മാർക്കർ അല്ലെങ്കിൽ മോളിക്യൂളിന് സെല്ലുലാർ ഇൻടേക്കിന് സഹായിക്കുന്നത് ആ മൈനർ എമൗണ്ട് ആയിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട്, ഇൻസ്ട്രുമെന്റ്സിന് ലിമിറ്റേഷൻസ് ഉണ്ട്, നമ്മൾ ലാബറട്ടറി ചെയ്യുമ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ ഒരു ഫോർമുലേഷൻ ആസ് എ ടോട്ടൽ ഒരു പോളിഹെർബൽ എക്സ്ട്രാക്ട് അല്ലെങ്കിൽ അതിന് കിട്ടുന്ന എഫക്റ്റീവ്നെസ് കിട്ടില്ല. ഒരു എക്സാമ്പിൾ പറയാം. ഒരു ആന്റിവൈറൽ വി ഹാവ് കൊളാബറേഷൻ വിത്ത് കെയ്ലുവൻ ബിൽജ്. അപ്പൊ അവരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യായിരുന്നു. They found that a particular plant, പ്ലാന്റിന്റെ ഒരു കോമ്പിനേഷൻ എടുത്ത് ആന്റിവൈറൽ ആക്ടിവിറ്റി വളരെ നല്ല ആക്ടിവിറ്റി ആയിരുന്നു, എല്ലാം വളരെ സൂപ്പർ. Then next thing is to go for the molecules. അവര് മോളിക്യൂൾസ് ഒക്കെ പോയി ചെയ്തു, ഒരു ആക്ടിവിറ്റി ഇല്ല. പിന്നീട് അവര് ചെയ്തതെന്ന് വെച്ചാൽ ഇതിന്റെ ഈ പ്ലാന്റിന്റെ തന്നെ ഒരുപാട് എമൗണ്ട്, ഒരു 10-50 കിലോഗ്രാം ഡ്രൈ വെയിറ്റ് എടുത്ത് അതിന് ഇന്നൊരു മോളിക്യൂൾ ഉണ്ടെന്നും, ആക്ച്വലി ദാറ്റ് വാസ് ഹെൽപ്പിംഗ് ദാറ്റ് പർട്ടിക്കുലർ ബയോമോളിക്യൂൾ വിച്ച് ഇസ് ആക്ടിങ് ടു ഗെറ്റ് ഇൻ ടു സെല്ലുലാർ ഇൻടേക്ക്. അപ്പൊ ആ സെല്ലുലാർ ഇൻടേക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെല്ലുലാർ ഇൻടേക്കിന് സഹായിക്കുന്ന ആ വളരെ മൈന്യൂട്ട് എമൗണ്ട് ഉള്ള മോളിക്യൂൾ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്.
റീസെന്റ് വേറൊരു കാര്യം പറയാം. ഞാൻ ഈ മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ആന്റിബയോട്ടിക്കിന്റെ ഡെവലപ്മെന്റ് ആയിട്ട് ഫോക്ലോറായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ ചെയ്തിരുന്നു. അപ്പൊ ഒരു നമ്മളിവിടെ കാണുന്ന ഒരു നോർമൽ ഒരു പ്ലാന്റ് ഫോക്ലോറിൽ അത് MDR സ്റ്റാഫ് ഓറിയസിന് ഉപയോഗിക്കാമെന്ന് അവരുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് എനിക്ക് തോന്നി. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും ഉപയോഗിക്കാം എന്നുള്ള ഒരു തോന്നലിലാണ് ഞാൻ പോയത്. പോസിറ്റീവിൽ വർക്ക് ചെയ്തു, നെഗറ്റീവില് വർക്ക് ചെയ്യുന്നില്ല. So then what we did is we mixed it with another thing which can make a hole in that gram negative one, and that is in a very minor amount. And we tried using the synergistic combinations described in folklore or traditional medicine. About there are a lot of things to work on actually. Lot of things, but we have to come together. We cannot work as in compartments and publishing papers. We had to work together as a team. Then we can do wonders. Okay. Madan sir കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ what's your comment on this, sir, regarding these various combinations of Ayurvedic drugs and how it affects the concentration, the dose response and the concentration of various formulations for various drugs and its effectiveness on biological systems. What's your call on this, sir? Sir, mute ആണ് sir. അതെ കേൾക്കാമോ? Yes sir, please. രാജ്മോഹൻ, രാധാകൃഷ്ണൻ സാർ പറഞ്ഞ കാര്യം is very important. എന്ന് വെച്ചാൽ നമ്മുടെ ബയോളജിക്കൽ സിസ്റ്റംസ് നോക്കുമ്പോൾ we get number one non-linear response. Yes sir. Yeah. ഇത് നമ്മുടെ ഫിസിക്സുകാർക്കും കെമിസ്ട്രിക്കാർക്കും ആ ഒരു ഇതില് they don't understand how messages can be amplified. നമ്മൾ ചെറിയൊരു കെമിക്കൽ കൊടുത്താൽ മതി, it will improve the entire efficiency of the nervous system, and then it will affect the next tissue and so on. So you can amplify an effect. അപ്പോൾ സാറ് പറഞ്ഞ കാര്യം ഈ ചെറിയ ലെവലിലുള്ള ഈ കെമിക്കൽസ് അത് it is understood in your language. നിങ്ങളുടെ ഭാഷയിൽ, നിങ്ങളുടെ ആയുർവേദത്തിന്റെ ഭാഷയിൽ നിങ്ങൾ ഈ ഒരു ദ്രവ്യം എടുത്തിട്ട് അതിന്റെ ഇഫക്റ്റ് നോക്കുമ്പോൾ you assign it using a different grammar. നിങ്ങളുടെ ഗ്രാമർ you are looking at it through Rasaguna Virya Vibhag Prabhav, and then you are saying I want to use guna based chikitsa principles to change the dosha. It is a complicated leap. You are jumping over many principles that we have not understood in biology today. Yes sir. Arrive at your treatment approach. We have to go step by step, one step after another. But you have started with Panjabhut Siddhant, Tridosh Siddhant, and you have made a framework that holds many principles together that physiology, biochemistry has still to understand. And the important thing of non-linearity in biological systems. So, take a simple intervention, or a simple kriya like Udvartana. This is somebody here in the audience who is preparing an MD thesis on Udvartana. Now, Udvartana seems a meaningless procedure that you are applying something on the skin. And you understand the skin at 7 levels. Your Ayurvedic understanding of Twak is very sophisticated understanding. Now, if we look at Udvartana through analytical chemistry, it does not make sense. But if you look at Udvartana through the neurological basis of the layers of the skin, then you can see how you can change the entire physiology of the body using a simple procedure, which seems we can't explain it using analytical chemistry. And idu madri pala karyangal you should never move away from. You must be anchored in your principles. Don't move away from Panjabhut Siddhant. Don't move away from Tridosh Siddhant. Don't move away from Saptadhatu principles. Don't move away from the rich concepts of Agni and all those principles. You have all that. But see how you can borrow the technology and those approaches from other areas.
So for me, when I look at genomics, I'm looking at Agni, but I'm looking at Agni from the perspective of mitochondrial activity. Okay. It is a very small way of describing Agni. And you have Agni Deepana, Ampachan. So don't move away from those principles. Yeah. And let us borrow the techniques from modern biology. Let us borrow the techniques from molecular biology. ഒരു എക്സാമ്പിൾ തരാം. ഇത് ഈ രക്തധാതുവിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ നിങ്ങളുടെ കയ്യില് രസധാതു is there, രക്തധാതു, the next one up in that organization of the human body. അപ്പൊ നമ്മള് രക്തധാതുവിൽ പോയാല് modern biology prism വെച്ച് നോക്കിയാല് you will see so many cell types. Understand? Yes, sir. Yes, sir. Yes, please. So how are you going to unpack rasadhatu impact of a dravya? Which when you are looking from modern biology side and you see all these cells, T cells and B cells and neutrophils and dendritic cells and so many cell types are there. Unpack here. So I'm not moving away from dhatu idea. I am still saying dhatu, rasadhatu is impacted, then it comes to raktadhatu. So how many nimisha between rasadhatu to raktadhatu is the transformation? It is specified how many nimisha between rasadhatu to raktadhatu. It is specified if you take a dravya, it takes so many nimisha for it to transform to come into rasadhatu. So design an experiment respecting those principles. Yeah. Those principles must come into our experiment. We are saying we are giving orally one dravya. If we take a blood sample right now, then we see one effect. But if you take a blood sample after 500 nimisha, that is when the metabolized dravya has gone into rasadhatu. From rasadhatu, it is impacting raktadhatu. So that is one package. So that you can understand rasadhatu a little more clearly. And you can understand raktadhatu a little more clearly. But we are using modern principles. So that kind of clarity. Now, another example I always give is Shahajakrimi. You have a rich concept, Shahajakrimi. It is described very clearly how you can modulate Shahajakrimi. And that, don't move away from the concept of Shahajakrimi because it is based on a deep and holistic understanding of the human body. Don't move away from that. But understand what is the strength and limitations of HPLC, what is the strength and limitations of genomics, what is the strength and limitations of any of the modern techniques, NMR, spectra analysis. That you are sitting on a body of knowledge that is constructed on very deep principles. Understanding goes back to avyakt. I keep repeating this, unmanifest. You understand avyakt to vyakt, and then you get the Panchamahabhutas, and you build from that to the next, to the next, to the next. It's a very deep understanding. It goes beyond chemistry, it goes beyond many principles of physics. So you have to hold on to those principles. Don't move away from that. But learn the 21st century tools. HPLC ഈ സിംഗിൾ സെൽസ് എടുത്താല് ബ്ലഡിന്റെ ആ അണ്ടർസ്റ്റാൻഡിങ് വരണം നിങ്ങൾക്ക്. എന്ന് വെച്ചാൽ ബ്ലഡിന്റെ അകത്ത് ഇതുമാതിരിയുള്ള പല പല സെല്ലുകളുണ്ട്. അതിൽ ന്യൂട്രോഫിൽസ് എടുത്താൽ ന്യൂട്രോഫിൽസ് ആർ ദ ഷോർട്ടസ്റ്റ് ലിവിങ് ബ്ലഡ് സെൽ. Every 5 days it is recycled. Then we say, okay, now I can understand how the body works. I can look at neutrophil samples, only neutrophil from raktadhatu, from this tissue, across 5 days in a sophisticated treatment, Panchakarma treatment, for instance. I can look at these things. I can look at the change in neutrophils. Now, in a neutrophil, there are many assays you can do. So people in the Interdisciplinary Research Center will be able to help you with isolating neutrophils, looking at the movement of neutrophils,
Those are all studies they will be able to do. And your interventions respect your principles. So then we see this interdisciplinary discussion and interdisciplinary interaction. So it's a very exciting time. But we are expecting, Ningal side in the Ayurveda, we expect a very deep understanding of your samhitas, of your textbooks, of your commentaries. Rajmohan പറഞ്ഞ കാര്യം നമ്മൾ സഹസ്രയോഗം ഉണ്ട് കേരളത്തിൽ. അതിപ്പോ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ അവർക്ക് ഒരു മനസ്സിലാകത്തില്ല ഇതെന്താണ് സഹസ്രയോഗം എന്ന്. അവർക്ക് അറിഞ്ഞൂടാ എന്തൊക്കെയുണ്ട് ഇതിൻ്റെ അകത്ത്. They don't understand. അതുമാതിരി നമ്മൾ മഹാരാഷ്ട്രയിലൊക്കെ പോകുമ്പോൾ അവിടെ ഇവരുടെ ഈ രസ ഔഷധികളുണ്ട്, സ്പെഷ്യൽ പ്രിപ്പറേഷൻ. അവിടെ മാമ ഗോഖലെ എന്ന് പറഞ്ഞ ഒരു രസവൈദ്യം ഉണ്ടായിരുന്നു. He was the first director of the Institute for Postgraduate Studies in Jamnagar. Mama Gokhale used to make what he calls sukshma aushadhis, He takes kajali and he puts different herbal juices into kajali, and he then says this will target different issues. So that is an insight that comes from the very deep understanding of rasa aushadhis and the preparation of sulfur and mercury purified in a certain way. And then he does something. I have seen rasa aushadhis being used in animals, and it gives you an effect. And what are those principles? How is it acting? That we need to understand. So there are the need for the community is number one, Rajmohan. Don't move away from your shastra. Vyavahar is a different thing. Don't get involved in Vyavahar. That is a completely corrupted area. Vyavaharam is completely. നമ്മളിപ്പോ ഞാൻ പറഞ്ഞ കാര്യം ഈ നീം ഗിലോ എന്ന് പറഞ്ഞ കാര്യം നമ്മളിപ്പോ if we look at some of the big manufacturers, for them neem giloy is mixing the juice of neem and giloy. That is not neem giloy. Neem giloy കടയിൽ പോയാല് neem giloy വേണമെന്ന് പറഞ്ഞാൽ അവരൊരു ബോട്ടിൽ തരും. അതിനകത്ത് എന്ത് നോക്കിയാല് little bit of neem juice, little bit of, or they claim could be anything, but that is not neem giloy. Neem giloy is giloy that is grown on the top of neem, and we can have a new marker for it. If somebody says neem giloy, we can put a marker and we can test it and we say this is the difference. Radhakrishnan sir, ഈ പറഞ്ഞ കാര്യം നമ്മള് ഈ electron spin resonance ഒക്കെ ചെയ്തിട്ട് you can measure that last, the spin on one group. അത് മാതിരിയുള്ള specificity ഉണ്ട് നമുക്കിപ്പോ വേണമെങ്കിൽ. So we can go down to very, very high levels of testing. നമ്മൾ തേനിന്റെ ക്വാളിറ്റി ഒക്കെ നോക്കുമ്പോൾ, തേനോ എണ്ണയുടെ ക്വാളിറ്റി ഒക്കെ നോക്കുമ്പോൾ, we can put high quality ESR spectra to distinguish anything. Yes. So we can look at the last atom in linolenic acid and we can say this is the spin on this one. We can have that kind of technology. Sir, that is a very good suggestion. Actually, we are doing ramen, SCRS ramen also for the same. നമ്മുടെ കുട്ടികളെ പിടിച്ച് ലാബിൽ കൊണ്ടുവന്ന് their job is to understand techniques, technology without forgetting their principles. അവരുടെ തത്വവും ശാസ്ത്രവും മറക്കാതെ നമ്മുടെ സൈഡിൽ നിന്ന് എന്താ കൊടുക്കാൻ പറ്റുന്നത്. അതെ എക്സാക്ട്ലി സർ, താങ്ക് യു സോ മച്ച് സാർ. എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രാവശ്യം സാർ ആ ഒരു പോയിന്റ് തന്നെയാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ബിക്കോസ് വി നെവർ ലീവ് യുവർ പ്രിൻസിപ്പിൾസ്. സാർ അതുപോലെ വളരെ 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 ജെന്യൂൻ ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് സാർ ഇവിടെ പറഞ്ഞത്, ദി റെസ്പോൺസ് ഇൻ എ ബയോളജിക്കൽ സിസ്റ്റം ഈസ് മോസ്റ്റ് ഓഫ് ദി ടൈം ഇറ്റ്സ് നോൺ ലീനിയർ. അത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ സ്മോളർ കോൺസെൻട്രേഷനിലാണ് പലപ്പോഴും പല ഡ്രഗുകളും വളരെ കാര്യമായിട്ട് ഹെർബൽ ഡ്രഗ്സ് പലപ്പോഴും നല്ല ആക്ടിവിറ്റി കാണിക്കാറുള്ളത്. ഹയർ കോൺസെൻട്രേഷൻ ഡോസ് റെസ്പോൺസ് കിട്ടുന്നതിന് പകരം നേരെ റിച്ചാർഡ് ചെയ്യുകയാണ് പതിവ്. സാർ, എനിക്ക് രാധാകൃഷ്ണൻ സാറിനോട് മദൻ സാർ പറഞ്ഞത് വെച്ചുകൊണ്ടൊരു എനിക്ക് ഒന്ന് ഒരു ക്വിക്കായിട്ട് നമ്മളിവിടുത്തെ യങ് ഗവേഷണത്തിലേക്ക് വരാൻ പോകുന്ന ചെറുപ്പക്കാരാണ് ഇവിടെ ഇരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും. അവർക്ക് വേണ്ടിയിട്ട് സാർ എന്തൊക്കെ ടെക്നോളജീസ് ആണ് നമുക്ക് CCRS ഉൾപ്പെടെയുള്ള സെന്റേഴ്സിൽ ഇന്ന് അവൈലബിൾ ആയിരിക്കുന്നത്? ഏതൊക്കെ സെന്റേഴ്സ് ആണ് നല്ല നല്ല സെന്റേഴ്സ് നമുക്ക് ഇവരെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അവർക്ക് ഗവേഷണത്തിനായിട്ട് സമീപിക്കാൻ കഴിയുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയൊരു നക്ഷൽ സാറിനൊന്ന് പറയാൻ പറ്റിയാൽ നന്നായിരിക്കും എനിക്ക് തോന്നുന്നു. രാധാകൃഷ്ണൻ സാർ പ്ലീസ്, എന്തൊക്കെ ടെക്നോളജീസ് എന്തൊക്കെ സാധനങ്ങൾ? പറഞ്ഞ
കാര്യങ്ങള് മിക്കവാറും എല്ലാ CSIR ലാബിലുള്ളതാണ്. മദൻ സാർ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ CSIR-NIIST വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ടെക്നോളജീസും ഇൻസ്ട്രുമെന്റ്സും എല്ലാം മിക്കവാറും എല്ലാ ലാബിലുണ്ട്. NMR, HPLC, ESR, XPS അങ്ങനെയുള്ള ഇപ്പൊ ബസ്മ സ്റ്റഡീസിന് ആണെങ്കിൽ SPS മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇതിന് മാത്രമായിട്ട് എന്നുള്ള രീതിയിൽ ഒരു ലാഭവും ഇല്ല. They will do the analysis. Okay, if you give a sample, they will do the analysis. But we need an analytical person who is passionate about doing it. It is not just you give an sample and get the analysis done. How the analysis is done? It should be done for our purpose, to meet our purpose. അത്തരം ലാബുകൾ വളരെ കുറവാണ്. ശരിക്കും നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഫെസിലിറ്റി ഉള്ള ഓരോ ലാബിനെയും സമീപിച്ച് വിത്തിൻ കേരള തന്നെ ഒരുപാട് ഫെസിലിറ്റി ഉള്ള ലാബുകളുണ്ട്. പേഴ്സണലായിട്ട് ഞാൻ പറയാം. കാരണം അപ്പൊ അത്തരം ലാബുകളില് അവരെ ഇതിനെ കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടി വരും. എന്നാലും മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ ഞാനിപ്പോ ഈ ഫൈറ്റോ കെമിസ്ട്രി ചെയ്തത് എനിക്കൊരു എക്സ്പീരിയൻസ് അതിലില്ലായിരുന്നു. പക്ഷെ ജസ്റ്റ് ബിക്കോസ് അന്നത്തെ ഡയറക്ടർ എന്നെ പ്രഷറൈസ് ചെയ്തു, യു ഹാവ് ടു ഡു ഇറ്റ്. ബട്ട് വെൻ ഐ സ്റ്റാർട്ട്, I don't want to do just like any other traditional thing, going and collecting something and isolating something and publishing something. So what I did was I started interacting. I remember coming to Ayurveda college to interact with professors or there in many places. Only very few people were responding, and at last I went to MS Swaminathan Foundation, where I met many people along and Dr. Swaminathan sir, and that discussion actually took me to a next level. Then I was staying with the folklore healers, traditional healers, many Ayurveda people to understand what it is. That is how I got into it, and that is how we also met to that moment. So like that. So that type of interaction, communication should be there when we take up any research in biochemistry. So there are many labs. All labs are capable of doing whether it is in CSIR or in other institutes in Kerala. They are all capable of doing it. But the thing is that they had to be educated, or they had to sensitize on this what you are looking for, and they had to be given training. That's all. That's the only thing. Almost all labs are having this facility. Thank you so much, sir. Thank you so much. എനിക്ക് തോന്നുന്നത് കുറച്ചധികം സംശയങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട്. പ്ലീസ് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം, ചോദ്യം ചോദിക്കാം. പ്ലീസ് ഗോ അഹെഡ്. ഇവിടെ കുറെ ജനറൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിന് ജനറൽ ആയിട്ട് മറുപടി പറയാമല്ലോ അല്ലേ? അതെ, പറയാം സാർ. അതിലൊന്ന് ഹണി ഹീറ്റ് ചെയ്യുന്ന കാര്യം ചോദിച്ചിട്ടുണ്ട്. So it kills all enzymes and microbes in that honey. Am I right, Madan sir? Sir, is this the question about the Jwara Chikitsa one? Is Adano sir? No. It says what happens when honey is heated. Honey is heated. Okay. So this is I also put another question, another comment here. I put one note about this electroparamagnetic resonance of free radicals in extra virgin oil. The reason why I put that, Rajmohan, is because നമ്മുടെ ആയുർവേദത്തില് പുരാണ ഘൃതം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. Yes, sir. Purana Gridam is a very therapeutically beneficial thing. So the same thing with this honey. So I'm just pointing to one technology, one technique that can be used for dissecting both those problems. So what makes honey, the textbook says honey should never be heated. So what is the reason for this? And what are it is never explained in great detail. And are there investigations that have been done to show the reason why honey should not be? There could be so many reasons. Now, where do we start unpacking this suggestion? What techniques can we use? And what can so we can start with some simple bioassay to understand why. So first, before that, look through to see
if there are any clues in the Samhitas and the commentaries. So Samhita മാത്രമല്ല നമ്മുടെ major text മാത്രമല്ല, പക്ഷെ commentary ഇത് വല്ലോ clue ഉണ്ടോ. So that is also a big research problem, because we have 5,000 or 3,000 years of commentaries to look through. This is a big task, but people in the Samhita divisions of the different colleges will have some idea of where to start looking for this. Having done that, we have systematic techniques that we can use. In vitro cell culture techniques, or model organisms which we can use, to see if we can see a biological effect. Model organisms may not be vertebrates, could be invertebrates we can use to understand these things. But our important thing is whether, according to Panchabhut Siddhant, Tridosh Siddhant, and any of those, your principles of Dravyaguna Shastra, can we get a handle on the problem initially? So that is the first step. And that is what you need to teach the people in the modern labs. That you must say, this is honey. For us, honey is considered this quality. It is good for this dhatu, or it has these qualities. Most modern biology or modern science people or modern chemistry people will not understand your language. So you have to teach them patiently. This is how we look at the body. Every dravya has these properties to it. And this is how, in our understanding, we appreciate the dravya. So that is one. You must also spend a little time to understand the flow of the techniques in the other side, the mind thinking, physical techniques, chemical techniques, what is solvent extraction, what happens when you use certain kind of solvents, or when you do analytical procedures. You must understand a little bit so that you can have a dialogue with them. And that is important. So you will find a space where both sides are comfortable and you can discuss things. So here is an example. The example I have given you, that of electron paramagnetic resonance. If you ask these people in the chemistry lab, they know exactly what this procedure is and how to do it. You can bring your honey sample, heated sample, unheated sample, and say, can you test this for me and see if there is some parameter here that has changed. Or Purana Gridham, you say, longer the Gridham, more therapeutic, beneficial it is. Can be used for wound healing, etc., etc. But what is the mechanism? We don't know. So can we take it to these people? We take a sample, we take it to them. Or quality assurance of simple telltale. Somebody says, I've given you some telltale. How do you know what is inside here? Are there any other parameters there that you, the fingerprint is clear. If you take telltale, then this will have this fingerprint on it. NMR fingerprint, HPLC, TLC, whatever it is fingerprint, or even ESR, EPR fingerprint. But use those techniques, but don't drift away from your principles, because your principles are very, very clear. Your principles are very clear. When they say there is a difference between thylum and gridham, it is pretty clear. What is the difference between thylum and what is the difference between thylum and gridham? They won't understand. For them, it is all fatty acids. But your principle tells you something more about the two, the effect of the two. So give them that knowledge. So it's a big task, to bring the two sides together, to give them that knowledge and to have a dialogue going and develop a new perspective on the problem. And this is wonderful for young students. I think some of your students are extremely able to, they have the skills, they have the patience, and they have the understanding of both sciences to bring this together. So this is my feeling about where, adding to what Radhakrishnan sir says, how to make this marriage happen. This marriage is important because we are missing an opportunity. We are missing this opportunity to take this to the world. Chronic disease, you have so many amazing opportunities, so many amazing things that can be taken to the world. But for some reason, they'll ask somewhere, so they'll ask, did you standardize this? And then we are foxed because we don't know what
standardization procedure was. We must be able to address that. We must be able to find a way. And with simple, I don't think this is a complicated dialogue, and it will not take long time. It's a very easy dialogue to happen because you have it already in Kerala. This is the beauty of Kerala. It's a state that is so rich with resources. Kochi poyale avade QSAT, Kottayathu poyale MG University is already on the top 200 universities within Asia. And if you come to further along, if you go to Kannur, you have new university there. If you come all the way to Trivandrum, you have very old institutions like the CSIR labs. Rajiv Gandhi Center is there. You have Sri Chitra Center with huge resources. So push our students into those spaces. Yes. Thank you. Welcome. Thank you so much, sir. Thank you so much, sir. I hope I have addressed your question. ഓഫ് കോഴ്സ്. എനിക്ക് തോന്നുന്നു തേൻ ചൂടാക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ നമ്മൾ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു അതിനകത്തുള്ള മേജർ ആയിട്ടുള്ള എൻസൈംസ് ഏകദേശം 43ഓളം ആന്റി ഓക്സിഡൻസ്, ഐഡന്റിഫൈഡ് ആന്റി ഓക്സിഡൻസ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് തന്നെയാണ് പഠനങ്ങൾ പറഞ്ഞിട്ടുള്ളത്. സാർ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചാറ്റ് ബോക്സിലുള്ളതിനൂടെ രാധാകൃഷ്ണൻ സാർ അഡ്രസ് ചെയ്യാൻ നന്നായിരിക്കും തോന്നുന്നു. Nanoparticle impact on gut microbiome. Nanoparticle impact, I have no idea. But in Ayurveda, it is a way of life. Your food, everything is important to keep the microbiome intact, for health. So it is not just nanoparticulate impact gut microbiome. I have no idea. New insights into the effects of food nanoparticles on intestinal flora. I think the insights from Ayurveda regarding the microbiota, gut microbiota, is so good actually, and it is now coming in the modern science also, saying gut microbiota is so important, and it is already explained years ago in Ayurveda. That is to be understood. I think that is one of the main thing all Ayurveda students or Ayurveda practitioners should understand. I was reading a recent book on, maybe I have it actually here. This book all of you should read as a doctor. She's a doctor and who did go through so many problems because of the microbiota imbalance, and she researched on it, and this is a book you should read, all students. So by such a good book, and that will give you an insight on what you are on. Ayurveda has said all those things thousands of years ago. So I think does it explain, Rajmohan? Yeah, well, sir, because that was a very generic question. Okay. And then 10:1:1, that is all. Resa formulations that you have to answer. Sheila has a question. Sheila. Yeah, I think Sheila madam, please join the discussion. What's your perspective regarding all these things, and what all you suggest to talk about the research areas for these students from your experience, because you are also guiding so many students while you were at Aushadhi. So Sheila ma'am, please unmute and talk. Hello, good evening. Good evening ma'am. Respected Madan sir, Radhakrishnan sir and Rajmohan. ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. എന്നിരുന്നാലും ഇതിന്റെ ജിസ്റ്റ് ഒക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് സാധാരണ പറയുന്ന കാര്യങ്ങളിലേക്കൊന്നും വളരെ വ്യത്യസ്തമായിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെ കാണാനായിട്ട് മദൻ സാർ നൽകിയ ആ മെസ്സേജ് എല്ലാവരും ഉൾക്കൊള്ളണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പം സാർ പറയണ്ടായി, ഇപ്പൊ ഞാനിത് നെറ്റ്വർക്ക് ഫാർമക്കോളജിയാണ് സംശയം ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ത്രിഫലയെ കുറിച്ച് നെറ്റ്വർക്ക് ഫാർമക്കോളജിയിൽ ഒരു സ്റ്റഡി കണ്ടു. മാത്രമല്ല ഈ പ്രോബയോട്ടിക്സിലൊക്കെ നമുക്ക് നല്ലോണം സ്റ്റഡി നടത്താൻ പറ്റിയതാണ്. കഴിഞ്ഞ ദിവസം കോട്ടിക്കലിലെ ഒരു പ്രസന്റേഷനില് ഈ മറ്റേ മുഗ്ഗവും ശാഖങ്ങളും എല്ലാം തക്രം ചേർത്ത് കഴിക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് തക്രം ചേർക്കാൻ പറയുന്നത് എന്നാണ് ചോദ്യം.
അപ്പം ആ ക്വസ്റ്റ്യന് ആൻസർ ആയിട്ട് അവര് ചെയ്തത് ഇൻഫോജസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ആണ്. ഇൻഫോജസ്റ്റ് ഇൻവിട്രോ ഡൈജഷൻ അറ്റ് ഓറൽ ഗാസ്ട്രിക് ആൻഡ് ഇൻഡസ്ട്രിയൽ ഡൈജഷനെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുകൊണ്ട് ഈ മോര് ചേരുമ്പോൾ സിങ്കിന്റെ അസിമിലേഷൻ ഈ പർട്ടിക്കുലർ ശാഖങ്ങളിൽ സെലക്ട് ചെയ്ത ശാഖകൾ എന്ന് പറയുന്നത് പംകിൻ ലീവ്സ്, ആഷ്ഗാർഡ് ലീവ്സ് ആൻഡ് ഡ്രംസ്റ്റിക് ലീവ്സ്, അതായത് മത്തയില, കുമ്പളത്തില ആൻഡ് മുരിങ്ങയില. ഇത് മോര് ചേർത്ത് കഴിക്കുമ്പോൾ അതിലെ സിങ്കിന്റെ അംശം അതിന്റെ ബയോഅവൈലബിലിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മോര്. അനുപാനത്തിൽ നടത്തിയ ഒരു വർക്കാണ്. അപ്പൊ ഇതുപോലെ ഓരോ സെഗ്മെന്റിൽ ഇപ്പൊ ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് വൈദ്യരത്നത്തിലാണ്. അപ്പൊ ഈ ഫാർമസ്യൂട്ടിക്കൽ സയൻസസിൽ ഇഷ്ടം പോലെ നമ്മളുടെ ഈ ആക്ടിവിറ്റി മീൻസ് പ്രോഡക്റ്റിന്റെ ഫോർമേഷൻസിന്റെ ഇഫക്റ്റീവ്നെസ്സിന് പഠിക്കാനും പ്രോസസ് റിസർച്ചിലേക്ക് കുറച്ചുകൂടി ഇൻവോൾവ്മെന്റ് വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് നമ്മളിപ്പം ഇപ്പൊ നേരത്തെ സാർ പറയണ്ടായി, രാധാകൃഷ്ണൻ സാർ പറയേണ്ട ഫൈറ്റോ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയണ്ടായി. ഇപ്പൊ ഡോക്ടർ പത്മകുമാർ പറയണ്ടായി ഈ ചാരായത്തിൽ മീറ ചേർത്തുണ്ടാക്കുന്ന അനാൽജസിക് പ്രോപ്പർട്ടി. അപ്പൊ എന്തുകൊണ്ട് ആൽക്കഹോളിക് എക്സ്ട്രാക്റ്റീവ് ഓഫ് സല്ലഗയിൽ നമുക്ക് വർക്ക് ചെയ്തുകൂടാ? അത്തരത്തില് ഇങ്ങനെ നമുക്ക് ഫോക്കിൽ പറയുന്ന കാര്യങ്ങളെ നമുക്ക് പൊതുവെ നമ്മുടെ സിസ്റ്റത്തിന്റെ സെറ്റായിട്ട് വേണമെങ്കിൽ പറയുമോ എന്നൊക്കെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ പൊതുവെ നല്ലൊരു പ്രോഗ്രാമായിട്ട് എനിക്ക് തോന്നിയത് ഇപ്പം ഇങ്ങനെ സാർ പറഞ്ഞപ്പോ ഇലക്ട്രോൺ പാരാമാഗ്നറ്റിക് റെസൊണൻസ് NMR എല്ലാം വരുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിന്റെ കുറെ കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. എന്നിരുന്നാലും നമുക്ക് കൂടുതലും സിസ്റ്റത്തിൽ നിന്ന് മാറാതെ തന്നെ എത്രമാത്രം സിഗ്നിഫിക്കന്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള സാധ്യതകൾ ഏറെ ഉള്ളൊരു ഏരിയയാണ് നമ്മുടേത്. എന്തായാലും നന്നായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നെറ്റ്വർക്ക് ഫാർമക്കോളജിയെ കുറിച്ച് ഒരു അവയർനെസ് കിട്ടിയാൽ വലിയ ഉപകാരമായിരിക്കും. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. Thank you, ma'am. Thank you. Radhakrishnan sir and Madan sir, if both of you can comment on that network pharmacology and how we can combine Ayurveda with network pharmacology. Please, sir. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, എനിക്കറിയില്ല സത്യം പറഞ്ഞു. Madan sir. ഓർഗാനിക് കെമിസ്ട്രി വേണമെങ്കിൽ ചോദിച്ചോളൂ. Madan sir. Namaskaram. Thank you for this lovely, thank you for this important question. Network pharmacology is a study of how the complex biochemical pathways are affected by a simple intervention. And then we have so many metabolomic approach to understand so many chemical balances within the serum sample എടുത്താൽ ഒരു ഔഷധി കൊടുത്തിട്ട് serum sample എടുത്താൽ അതിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് വരുന്നത് and how we can back integrate this into biochemical pathways and we can study. അതുമാതിരി നമ്മുടെ gut microbiome change ചെയ്യുമ്പോൾ what effect will it have on the gut, on the microbial products that come into the serum, and you can understand all this. So Sheilaji, the question is very exciting, and there's a lot of work going on looking at metabolic profiling. There are new mass spec techniques where you can do thousands of chemicals. I think they might even have something here, two-dimensional mass spec work that's going on. They might even have that tools here in Trivandrum or elsewhere in CSIR labs. Very thousands of molecules can be analyzed in any one sample. So the technology is there, and I think Ayurveda has the mastery in terms of challenging the system. So challenging both the biological system and also challenging any adequacies or inadequacies in the analytical side. So because you are using very complex formulations, there is a logic why you use Dashamul in Dashamula, or there is a reason why you use Triphala, the three phalls in Triphala, or there is a logic for using the three Katus in Trikatu. And it has to be approached from that systems pharmacology approach that you are asking. And I feel there is a need for that technology, and also a need for more training in that space. And our students, if they are permitted and given a space to go into that, it will be wonderful. So your comment is well taken. It is a big opportunity.
and Ayurvedic formulations are some of the best ways to start to test the system, test both how the human body behaves, how it changes in response to a treatment. And the logic of systems pharmacology is okay, but I still feel Ayurvedic tattvas and your Shastra has a much more wider perspective to contain this knowledge. So don't move away from that. You know, I will give you a simple example, which is connected with the time dimension also. If you look at Aushadhi Seva Kala, so this is a very important area in Ayurveda, you know, and this is a very deep area of how we might approach the systems pharmacology thinking and challenge it with Aushadhi Kala Seva. So what time do you administer a drug, a formulation or a drug, a simple formulation like Triphala? If it is given before food, it has one effect. It is given with food, it has another effect. If it is given after the food, it has another effect. Now, here is a problem that the body of knowledge that is already there in Ayurveda, you can bring it out and inform the chemist, inform the analytical chemist, inform the modern labs that this is how we administer. This is how we do our treatments. Tell us, what changes do you see in the Rasadhatu here? So you will have to teach them something which is your principle, and then question how they will add value to your logic. You know? Don't let them push you into in their direction, which is comfortable for them. So don't let them. That is a natural. മനസ്സിലായോ sir? നിങ്ങൾ നമ്മുടെ chemistry side നിന്ന് വരുമ്പോൾ they will say, this is more comfortable for us. This is how we want to view the world. You know? No. That's true. Yes, but you have to insist that this is how we do it. ഞങ്ങൾക്ക് 30 ഔഷധയിൽ ഉണ്ടാക്കിയ ഒരു കഷായം. How will you test? How will you analyze this? You know, we have to keep this the 30 herbs here, but you have to tell us what is it that you can do. We don't want you to tell us, keep away 29 herbs and start with one. No, that doesn't work. We want to keep all of them, and there is a logic behind it. Or we are using a certain oil for massage. How will that present itself? So that oil, when it goes in the skin, it touches the tissue, the lymphatic system, even before it sees the liver. It touches the lymphatic system, it touches the tissue where the problem is, and it can change the action of tissue-resident immune cells, the tissue-resident whatever, without compromising the control of the liver. The liver might detoxify something and then put it back in the bloodstream, and you might not get the real effect. So when you apply an oil directly on the skin, it has a completely different meaning to taking it orally. That specificity has to be understood using the best of modern techniques. Thank you so much, sir. Thank you so much, sir. Thank you, sir. എനിക്കിപ്പോ മനസ്സിലായി network pharmacology. Actually, we are doing because along with the neurology department and all, we are doing it, but that term I couldn't understand. So we were even analyzing the fluids, CNS and all those things through NMR and all. Okay. So but they came to us and then they taught us what they want. Then it was easy for us to understand, and we do the same with the CRS imaging and all those things. So we take an image of before and after, and we are able to predict. We can do that actually. Thank you, sir. Thank you. എനിക്ക് തോന്നുന്നു നമ്മൾ ചർച്ച ചെയ്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. സോ ദാറ്റ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 8:15 ഐ തിങ്ക്. സോ നമുക്ക് നിർത്താനുള്ള സമയമായി എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് കുറച്ചധികം ക്വറീസ് ഉണ്ടാവും. ഡെഫിനറ്റ്ലി പ്ലീസ് പോസ്റ്റ് യുവർ ക്വറീസ് ടു കാർത്തിക്. ഡോക്ടർ കാർത്തിക് ഈസ് അവൈലബിൾ ആൻഡ് യു ഓൾ മൈറ്റ് ഹാവ് ഹിസ് നമ്പർ. എൻ്റെ നമ്പറും കുട്ടികൾക്കുണ്ടായിരിക്കും.
please post your queries. We'll be in touch with Madan sir as well as Radhakrishnan sir, and we will definitely get back to you with answers. So നിർത്തുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നത് മുരളി sir, your quick comments on the session, please. ഇവിടെ വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ്, എല്ലാവരെയും കുറച്ചുകൂടിയും ഉത്തേജിപ്പിക്കുന്ന, ഈ ഗവേഷണത്തിലേക്ക് കുറെ കൂടി ധാരണകൾ നൽകുന്ന രീതിയിലുള്ള സന്ദേശങ്ങളാണ് നമ്മളുടെ മുമ്പിലുള്ള രണ്ട് ശാസ്ത്രജ്ഞന്മാരും നൽകിയത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയണം എന്ന് വിചാരിച്ചത്, അത് കൂട്ടിച്ചേർക്കലാണ്. രാധാകൃഷ്ണൻ സാറ് പറഞ്ഞു ഈ ഔഷധ ദ്രവ്യങ്ങളിലുള്ള ഒരു അനുപാതം, പ്രപ്പോർഷനെ പറ്റി. അതിന്റെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങളും കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ ഈ നയോപായം കൂടുതൽ എടുത്തുകൊണ്ടുള്ള, നയോപായത്തിലെ കുറുന്തോട്ടി കൂടുതൽ എടുത്തുകൊണ്ടുള്ള ഒരു നിർമ്മാണ രീതി, അത് കൂടുതലും ഗർഭിണി ചികിത്സയിലാണ് അത് കൂടുതലും പറഞ്ഞിട്ടുള്ളത്. സഹസ്രയോഗത്തിന്റെ ചില എഡിഷൻസിൽ ഗർഭിണികൾക്കുണ്ടാകുന്ന ശ്വാസങ്ങളിലാണ് അത്. അതുപോലെ തന്നെ ഈ ഗുൽഗുലു തിക്തകം ഗുൽഗുലു തിക്തകം ഘൃതത്തിന്റെ കാര്യത്തിലും ഈ സംശുദ്ധ ഗുൽഗുലു ഫലൈരപി പഞ്ചസംഖ്യൈ എന്നിങ്ങനെ 5 ഫലം ഗുൽഗുലു ആണ് ഒരു കൂട്ട് ഗുൽഗുലു തിക്തകം വേണ്ടി എടുക്കേണ്ടത് എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അതും ചില ഗവേഷണങ്ങളിലൊക്കെ എനിക്ക് അതിന്റെ റെഫറൻസ് ഒന്നും തരാൻ അറിയില്ല. അതും ചില ഗവേഷണങ്ങളിലൊക്കെ അത്രയും ഘൃതത്തിൽ അത്രയും അളവ് ഗുൽഗുലു ആണ് ഇങ്ങനെ ലയിച്ചു ചേരുക എന്ന രീതിയിൽ ചില ഗവേഷണങ്ങൾ നടന്നിട്ടുള്ളതായിട്ടും അറിയാം. അതുപോലെ തന്നെ ഈ കൽപ്പനകളുടെ പ്രത്യേകത, ഇപ്പൊ ഇവിടെ ബൃഹത്യാദിയിൽ അങ്ങനെ ഒരു പഠനം നടന്നിട്ടുണ്ട്. ബൃഹത്യാദി തോയമായിട്ടാണ് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്, കഷായമായിട്ടല്ല. പക്ഷെ കഷായമായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അതിലും തോയപാക രീതിയിലുള്ള നിർമ്മിച്ച് ഉപയോഗിക്കുമ്പോഴാണ് അത് കൂടുതൽ ഫലം കണ്ടിട്ടുള്ളത് എന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ആയിട്ട് എനിക്കറിയാം. അതിൻ്റെ ഒന്നും റെഫറൻസ് ഒന്നും ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാറില്ല എന്നുള്ളതുകൊണ്ട്. അതുപോലെ തന്നെ കൽക്കത്തിന്റെ അല്ലെങ്കിൽ മറ്റേ കൽപ്പനയുടെ വ്യത്യാസം, കരുവേപ്പിലയുടെ കാര്യത്തിൽ അത് കൽക്കമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ ഫലവത്ത് ആയിട്ടുള്ളത് എന്നൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ നമ്മുടെ ശാസ്ത്രത്തിലുള്ളതിനെ കുറച്ചുകൂടിയും ശാസ്ത്രീയമായി തെളിയിക്കുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങളാണ്. ഇനി എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് അതിലും ആലോചിക്കാവുന്നതാണ്. തിരുത്തേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും ആലോചിക്കേണ്ടതാണ്. അതുപോലെ ഈ ഗ്രാഹ്യാംശങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോൾ, ഗ്രാഹ്യാംശങ്ങൾ ചിന്തിക്കുമ്പോൾ എൻ്റെ അച്ഛൻ പറയാറുണ്ട്, ഈ മറ്റേ വേരില്ലെങ്കിലും, അതായത് ഒരു ചെടിയുടെ വേരെടുക്കുക എന്ന് പറയുമ്പോൾ അത് ആ ചെടിയെ നശിപ്പിക്കുന്നതിന് തുല്യമായ ഒരു കാര്യം തന്നെയാണ്. അപ്പൊ വേര് ഒഴിവാക്കിയിട്ടുള്ള വല്ല കാര്യങ്ങളും സാധിക്കുമോ? ഇപ്പൊ അതിന് എൻ്റെ അച്ഛൻ ചിലപ്പോ അതിന് ചില ഉദാഹരണങ്ങളൊക്കെ പറയാറുണ്ട്. സമൂല ശാഖസ്യ സഹാചരസ്യ എന്ന് സഹരാദി തൈലം ഉണ്ടാക്കുമ്പോൾ മുഴുവൻ ഭാഗവും ഉപയോഗിക്കണം എന്നുള്ള നിർദ്ദേശമുണ്ട്. അതുപോലെ തന്നെ വൃഷഘൃതം ഉണ്ടാക്കുമ്പോൾ ആടലോടകം സമൂലമസ്തകം ക്ഷുണ്ണം വൃഷമഷ്ടഗുണിംഭസി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഭാഗവും എടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തിനും തന്നെ ആ ഗുണമുണ്ട്. പ്രത്യേകിച്ച് ഒരു ഗ്രാഹ്യാംശത്തിൽ അതിന്റെ അളവ് കുറച്ച് കൂടി നിൽക്കുന്നു എന്നേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഗ്രാഹ്യാംശങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ, വേര് എടുക്കുന്നത് ഒഴിവാക്കാൻ വല്ല സാധ്യതയുണ്ടോ എന്ന രീതിയിലുള്ള പഠനങ്ങൾ ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഈ വേര് എടുക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ പൂത്ത് അതിന്റെ വിത്ത് താഴെ വീണതിന് ശേഷം വേര് ശേഖരിക്കുകയാണെങ്കിൽ അത്രയും ആ ചെടിക്ക് അത്രയും നാശം വരില്ല. അപ്പോൾ ഈ രീതിയിലൊക്കെയുള്ള ചിന്തകളും കൂടി നമ്മുടെ ഗവേഷണത്തിൽ വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഈ രണ്ട് ശാസ്ത്രജ്ഞന്മാരും അവരുടെ വിലയേറിയ സമയമാണ് നമുക്ക് വേണ്ടി ചെലവഴിച്ചത്. നമ്മളെ പോലെയുള്ള ബാലന്മാർക്ക്, വിഷയത്തിൽ ചിന്തിക്കുന്ന ബാലന്മാർക്ക്, ആയുർവേദത്തിൽ എപ്പോഴും ഏത് ശാസ്ത്രത്തിലാണെങ്കിലും ചിന്തിച്ചു തുടങ്ങുന്നവരെ ബാലന്മാർ എന്നാണല്ലോ പറയാറ്. ബാലാനാം സുഖബോധായ ക്രിയതയെ തർക്കസംഗ്രഹം എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പൊ അതേപോലെ നമ്മളെ പോലെയുള്ള ഈ ബാലന്മാർക്ക് ഇത്രയധികം അറിവ് കുറഞ്ഞ സമയം കൊണ്ട് അവര് നമുക്ക് തന്നു. തീർച്ചയായിട്ടും ഇവർ വീണ്ടും നമ്മളുടെ മുമ്പിൽ സംവദിക്കാനായി എത്തിച്ചേരും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാൻ വാക്കുകൾ ഇവിടെ നിർത്തി വിരമിക്കുന്നത്. Thank you so much, sir. Thank you so much. Madan sir, for your quick comments. Thank you. No, Rajmohan, for me, this is a complete surprise. I want to thank Prasad ji for sharing this invitation.
And he said, I said, I will join. Although he said it will be in Malayalam, I said I can struggle with Malayalam, but I will learn much more. സാറ് വളരെ നന്നായി മലയാളം പറയുന്നു. ഞാൻ മുമ്പും സാറിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നാട്ടിൽ വന്ന് ഇനി ഒരു 3-4 മാസം നിന്നാലേ കുറച്ചുകൂടെ ഒരു ഈസി ആയിട്ട് വരും ഫ്ലോ. But I can learn. So for me, it was learning both Ayurveda and analytical organic chemistry and Malayalam at the same time. So multiple effect here. I hope, Rajmohanji, I hope you will hold many more of these events, because I can see one comment coming through. I think these informal discussions will bring out many more new directions for us. And to have somebody like Radhakrishnan sir with us, who has a feeling for this and has a deep commitment to it, I think it will enable a formation of a very nice platform. And Murliji is here, and together with people from Kottagal, and we can all come together into a very strong platform that will be unique, not only in India, but for the whole world. So I feel excited. I'll be always be with you, Rajmohanji, and whenever you have an event, please do share so that I can be with you people. Thank you. Thank you, sir. Thank you so much. I also want to thank Sheila ji. Sheila is, I call Sheila as one of my teachers, because I learned so much from Sheila, and now very happy that she is in where she is at the research center there. And I hope we can all come together into a common dialogue here. Thank you. Definitely, sir. Definitely. Thank you so much, sir. Thank you for being with us. Radhakrishnan sir, for your comments, please. വളരെ സന്തോഷം. ഞാൻ മുരളി സാർ പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ ആഡ് ചെയ്യാൻ മറന്നുപോയി. നമ്മുടെ ചിറ്റരത്ത, അരത്ത അങ്ങനെയുള്ള 2 സാധനമൊക്കെ ഉപയോഗിക്കുന്നില്ല, കിട്ടാനില്ല എന്ന് പറയണ്ടായിരുന്നല്ലോ. വേറെ എന്തോ ഗുളിച്ച് സംതിങ് ഫ്രം നോർത്ത് ഇന്ത്യ ഇസ് ബീങ് യൂസ്. സോ അതൊക്കെ ടെസ്റ്റിൽ പറഞ്ഞിട്ടുള്ളതാണ് സാറേ. അതൊന്ന് ഒരു കാര്യം. പിന്നെ വേറൊരു കാര്യം ഞാൻ അതിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സാബുസാറും കൂടി ചേർന്നാണ്. ഇപ്പൊ ചിറ്റരത്ത് എടുക്കുകയാണെങ്കിൽ ചെറിയ വിത്തുകളാണ്, വളരെ കുറച്ചേ കിട്ടുള്ളൂ. അരത്ത് ആകുമ്പോൾ കുറച്ചുകൂടി ഉണ്ട്, പക്ഷെ ഈ രണ്ടും റെയറാണ്. അങ്ങനെയാണെങ്കിൽ നല്ല കൂടുതൽ വിത്ത് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ കുറച്ച് എമൗണ്ടിൽ കിട്ടുന്നത് ഉണ്ടായിക്കൂടെ എന്നുള്ള ഒരു ചിന്തയില് സാബു സാറിന്റെ ഹെൽപ്പോട് കൂടി ഞങ്ങള് ചിറ്റരത്തയുടെ, അരത്തയുടെയും പിന്നെ അതുപോലെ ആ ഫാമിലി വരുന്ന മറ്റ് സ്പീഷീസ് ആയിട്ട് ഹൈബ്രിഡ് ഉണ്ടാക്കി നോക്കി ചിറ്റരത്തയായിട്ട് യോജിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉള്ള റിസൾട്ട്സ് ഒക്കെ വരുന്നുണ്ട്. അതായത് നമുക്ക് പെട്ടെന്ന് അത് ഹൈബ്രിഡ് നല്ല ഈൽഡിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അത്തരം കാര്യങ്ങളും കൂടി നോക്കാൻ പറ്റുമോ ആയുർവേദത്തില്? സർ, അത് വളരെ അത്യാവശ്യമുള്ള കാര്യമല്ലേ സർ? അത് കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ സസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ ഓഫ് മെഡിസിനൽ പ്ലാന്റ്സ് ആൻഡ് ആൾട്ടർനേറ്റ് സോഴ്സസ് എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് സം അതർ ആൾട്ടർനേറ്റ് സോഴ്സസ് ഓഫ് പ്ലാന്റ് മെറ്റീരിയൽ. അത് വളരെ വളരെ റെലവെന്റ് ആയിട്ടുള്ള സ്റ്റഡീസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഐ തിങ്ക് ദാറ്റ് ഈസ് വെരി വെരി നെസസറി സർ. നമ്മൾ അതിന്റെ കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട്സ് പറഞ്ഞു. സോ വളരെ സന്തോഷം. നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു. വെറുതെ ഒരു ലെക്ചർ അല്ല, ശരിക്കും നല്ലൊരു ഡിസ്കഷൻ. മദൻ സാറിന്റെ കയ്യിൽ നിന്ന് കുറെ അറിയാൻ പറ്റി. കുറെ ടെർമിനോളജികളുണ്ടല്ലോ, അതൊന്നും എനിക്കറിയില്ല. അപ്പൊ പല ടെർമിനോളജി ഐ മേ ബി ഡൂയിങ് ഇറ്റ്, ബട്ട് I am actually an organic chemist, but my love for botany, actually I was planning to do a graduation and post-graduation in botany, but the teacher said you will not get job. So that is how I took chemistry. But my interest in botany and other subjects is helping me to do a better phytochemistry or organic chemistry now. And the most important thing is the communication with everybody. We have to sit together. And not only among researchers, with the policy makers also. They should also be part of these discussions and certain points. Then only we can take it forward. So thank you so much. Thank you so much for giving me an opportunity. Thank you, sir. Thank you. അപ്പോൾ എനിക്ക് തോന്നുന്നത് വളരെ മനോഹരമായ ഒരു വൈകുന്നേരമാണ് ഇവിടെ ചെലവഴിക്കാൻ കഴിഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. വളരെ വളരെ വേൾഡ് റിനൗണ്ട് ആയിട്ടുള്ള, വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള 2 സയന്റിസ്റ്റുകൾ ആയുർവേദത്തെക്കുറിച്ചും ആയുർവേദത്തിന്റെ ഗവേഷണത്തെക്കുറിച്ചും ആയുർവേദത്തിന്റെ തത്വങ്ങളെ കുറിച്ചും
ആ തത്വങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ ഗവേഷണം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഒക്കെ, ആ നമ്മളുടെ തത്വങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ ഗവേഷണം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഒക്കെ അവരിവിടെ പറയണ്ടായി. അത് മാത്രമല്ല, നമ്മളെ റീഇൻഫോഴ്സ് ചെയ്യുന്ന തരത്തിൽ, നമ്മളുടെ ചിന്തകളെ റീഇൻഫോഴ്സ് ചെയ്യാൻ നമ്മൾക്ക് എന്തൊക്കെ തരത്തിലുള്ള സഹായങ്ങളാണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതിനെ കുറിച്ച് വളരെ ഓപ്പൺ ആയിട്ടാണ് തന്നത്. ഇപ്പൊ മദൻ സാർ എന്ന് പറയുന്നത്, മദൻ സാറ് ഇങ്ങോട്ട് വന്ന് സാറ് നമ്മളുടെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വളരെ വിലയേറിയ സമയത്തിന്റെ വളരെ നല്ലൊരു സമയം ചെലവഴിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും രാധാകൃഷ്ണൻ സാറും അങ്ങനെയുള്ള ആണ്. നമ്മളോടുള്ള സ്നേഹമാണ് സാറിനെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. എനിക്ക് വളരെ നന്നായി അറിയാം. എനിക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, there are lot of opportunities are available. നമ്മൾ ഒരു തുറന്ന മനസ്സോടുകൂടി സഹകരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നമ്മൾക്ക് എന്താണ് വേണ്ടത്, നമ്മളുടെ പ്രിൻസിപ്പിൾസിൽ ഉറച്ചു നിന്നുകൊണ്ട്, നമ്മളുടെ ശാസ്ത്രീയതയിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾക്ക് എന്താണ് എന്ന് കൃത്യമായി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട്. ആയുർവേദത്തിന്റെ സ്റ്റാൻഡർഡൈസേഷൻ ആണെങ്കിലും, ആയുർവേദ ഡ്രഗുകളുടെ സേഫ്റ്റി, എഫിക്കസി ആണെങ്കിലും, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾക്ക് ഒരുപാട് മോഡേൺ പാരാമീറ്റേഴ്സ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും. ആ യൂട്ടിലൈസേഷൻ നമുക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ തക്കവണ്ണമുള്ള സ്ഥാപനങ്ങളും എല്ലാം നമുക്ക് ഇവിടെ ലഭ്യമാണ്. അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അല്ലാണ്ട് ഈ സാറ് രാധാകൃഷ്ണൻ സാർ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചില പ്രത്യേക കോണിൽ നിന്ന് വരുന്ന ഡിസ്കഷൻസിന് ഒരു നീജർക്ക് റിയാക്ഷൻ മാതിരി മറുപടി പറയുന്നത് പോലെ ആകരുത് ആയുർവേദത്തിന്റെ ഗവേഷണം. അതൊരു സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് സംഭവിക്കേണ്ടതാണ്. നമ്മളുടെ പ്രിൻസിപ്പിൾസിൽ ഉറച്ചു നിന്ന് സംഭവിക്കേണ്ടതാണ്. വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജസ് ആണ് ഈ ചർച്ചയിൽ നിന്ന് നമുക്ക് കിട്ടിയത്. എനിക്ക് തോന്നുന്നത് സബ്ജക്റ്റുകൾ വിതരണം ചെയ്യുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് പറ്റുന്നതല്ല. എന്തൊക്കെ വഴികളിലൂടെ സഞ്ചരിക്കാം എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായ ഒരു പിക്ചർ ഈ ഡിസ്കഷനിൽ നിന്ന് ഇവിടെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും എനിക്കില്ല. അപ്പം എനിക്ക് എല്ലാ വിദ്യാർത്ഥികളോടും പറയാനുള്ളത്, നല്ല തുറന്ന മനസ്സോടുകൂടി നല്ലപോലെ വായിക്കുക, നല്ലതുപോലെ ചിന്തിക്കുക, നല്ല അറിവുള്ള ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക. അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ സയൻസിനെ മുന്നോട്ട് കൊണ്ടുപോവുക വളരെ നന്നായിട്ട്. താങ്ക് യു സോ മച്ച്. തിരുവനന്തപുരം ഫൗണ്ടേഷന് പ്രത്യേകമായി നന്ദി പറയുന്നു. ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോം, വളരെ ഫ്രീ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ഇവിടെ ഒരുക്കി തന്നിരിക്കുന്നതിന്. എനിക്ക് തോന്നുന്നത് രാധാകൃഷ്ണൻ സാറിനോടും മദൻ സാറിനോടും മുരളി സാറിനോടും ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരോടും എന്റെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ഓവർ ടു കാർത്തിക് ഫോർ കൺക്ലൂഡിംഗ് ദി സെഷൻ. താങ്ക് യു സോ മച്ച്. Passion drive us. If passion is driving, nothing can stop us. Nobody can stop us. കേൾക്കാമോ? കേൾക്കാം കാർത്തിക്, പ്ലീസ്. ഏതായാലും വളരെ പ്രൊയാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു. അതിലേക്ക് ഇൻപുട്ടുകൾ നൽകിയ രാധാകൃഷ്ണൻ സാർ, മദൻ സാർ, രാജ്മോഹൻ സാർ, ഷീല മാഡം, മുരളി സാർ, പ്രസാദ് സാർ, എല്ലാവർക്കും നന്ദി. അതുപോലെ ചർച്ച സജീവമാക്കിയ ഓരോരുത്തർക്ക്, ഇതില് ഉത്തരം നൽകാൻ കഴിയാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അവയെല്ലാം ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത സെഷനുകളിൽ അത് തീർച്ചയായും അഡ്രസ് ചെയ്യപ്പെടും. ഇല്ലെങ്കിൽ എക്സ്പെർട്സുമായിട്ട് ഈ സംശയങ്ങൾ ചർച്ച ചെയ്യുകയും അതിനുള്ള ഉത്തരങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി അയക്കുകയും ചെയ്യും. പിന്നെ ഇന്ന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ടേക്ക് ഹോം മെസ്സേജ് ഈ ചർച്ചയുടെ സംഗ്രഹത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോ ഒന്ന് സാർ സൂചിപ്പിച്ചത്, സാർ മാത്രമല്ല മദൻ സാറും സൂചിപ്പിച്ചത്, ആയുർവേദം എന്ന് പറയുന്നതിലെ നോൺ ലീനിയാരിറ്റി, അതായത് അവയവങ്ങളുടെ ഒരു സമുദായം എന്നതിലുപരി ആ പോളിഹെർബൽ ഫോർമുലേഷന് സ്വതന്ത്രമായ ഒരു എക്സിസ്റ്റൻസ്, അതിന്റെ പ്രോപ്പർട്ടീസ് അതുണ്ട്. അതായത് സം ഓഫ് ഇൻഗ്രീഡിയൻസ് ഇസ് നോട്ട് ഈക്വൽ ടു ദ ടോട്ടൽ എന്നുള്ള ഒരു സന്ദർഭം. അതുപോലെ റിസർച്ച് ഏരിയാസ് ചിലത് സൂചിപ്പിച്ച കൂട്ടത്തില് രാധാകൃഷ്ണൻ സാർ പറഞ്ഞു, ഒരേ കൽപ്പന തന്നെ നിർമ്മിക്കുന്നതിലെ നിർമ്മാണ പ്രക്രിയയുടെ ഒരു പ്രഭാവം എന്താണ് എന്ന് നോക്കാനുള്ള ഒരു അറ്റംപ്റ്റ് ഉണ്ടാവണം എന്നുള്ളത്. അതുപോലെ എവിടെയൊക്കെയാണ് യൂണിവേഴ്സിറ്റി സെന്റേഴ്സിലെ ഫെസിലിറ്റീസ് ഉള്ളത് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അതുപോലെ റോ ഡ്രഗുകളെ കുറിച്ച് നിലവിലുള്ള അറിവില്ലായ്മ, പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട്സ്, അഡൾട്ടറൻസ്, ജിയോഗ്രഫിക്കൽ വേരിയേഷൻസ്, പിന്നെ മദൻ സാർ സൂചിപ്പിച്ച നീം ഗിലോയ് എന്ന് പറയുന്നത് പോലത്തെ സമാനമായ പ്രതിഭാസങ്ങൾ. മദൻ സാർ സൂചിപ്പിച്ച വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ബിഫോർ എനി അറ്റംപ്റ്റ് ടു ഹാവ് എ ഡയലോഗ് ബിറ്റ്വീൻ അനദർ ഡൊമൈൻ, വി ഹാവ് ടു an intrinsic research on our texts, on our commentaries, so that importance of that intrinsic literature review. And കഴിഞ്ഞിട്ട് നമ്മൾ ഇംപ്രവൈസേഷൻ ചെയ്യും, അതിലുണ്ടായിരിക്കുന്ന കോഷൻ, അത് സാറ് റേഷ്യോസിന്റെ കാര്യത്തിലൂടെ സൂചിപ്പിച്ചിരുന്നു. പിന്നെ ഷീല മേഡം വന്നിട്ട് നെറ്റ്വർക്ക് ഫാർമക്കോളജി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റും കൂടെ നമുക്ക് വേണ്ടി ചർച്ചയ്ക്ക് തുറന്നിട്ടു. അതുപോലെ
സാറ് ഗട്ട് എന്ന് പറയുന്ന ആഗ്വിലിയ ഇൻഡേഴ്സിന്റെ പുസ്തകം ഇവിടെ നമുക്ക് മുന്നിൽ ഒരു ഉദാഹരണം എന്ന രീതിയിൽ കാണിച്ചിരുന്നു. ശരിക്കും അത് എല്ലാ ആയുർവേദക്കാരനും വായിച്ചിരിക്കേണ്ടതാണ്. നമ്മൾ ഇന്ന് വിട്ടുപോകുന്ന നമ്മളുടെ കോഷ്ടസങ്കല്പത്തെ ഒക്കെ പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. അത് എല്ലാവരും വായിക്കണം എന്ന് വ്യക്തിപരമായി കൂടെ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ആയുർവേദാസ് മാസ്റ്ററി ഇൻ ചലഞ്ചിങ് ദ സിസ്റ്റം, അതും മദൻ സാർ സൂചിപ്പിച്ചിരുന്നു. അതുപോലെ ഇന്ന് നമ്മളുടെ പ്രാക്ടീസിലും റിസർച്ചിലും വളരെ സ്കെയർസ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യപ്പെടുന്നതാണ് ഈ ഔഷധ സേവന കാലം എന്ന് പറയുന്നത്. അപ്പോ അതും ഒരു ബിഗിനർ എന്ന രീതിയിൽ പോലും നമുക്ക് റിസർച്ചിന് വളരെയധികം പോസിബിലിറ്റീസ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പോ അതിലേക്കും വെളിച്ചം വീശിയതിന് ഒരുപാട് നന്ദി. പിന്നെ ഗ്രാഹ്യാംശം, മുരളി സാർ സൂചിപ്പിച്ച ഗ്രാഹ്യാംശങ്ങളിൽ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താമോ, അത് ഒരു സസ്റ്റൈനബിലിറ്റിയുടെ ഇഷ്യൂ ആണ്. അപ്പോ അതും സമൂഹത്തിലേക്ക് വളരെയധികം കോൺട്രിബ്യൂഷൻസ് നൽകാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് റിസർച്ച് ഏരിയാസ് എന്ന് പറഞ്ഞ് പ്രാസംഗികമായി പ്രതിപാദിക്കപ്പെട്ടത്. ഇതല്ലാതെ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തു പോയി. ആയുർവേദത്തിലെ സിദ്ധാന്തങ്ങളുടെ സ്ഥിരത, അത് കാലാകാലങ്ങളായിട്ട് ഉപയോഗിച്ചു വരുന്ന അതിന്റെ പ്രയോഗങ്ങളിലുള്ള അല്ലറ ചില്ലറ മാറ്റങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ആയുർവേദ ഹാസ് ബീൻ കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് പ്രിൻസിപ്പിൾസ് എന്ന് തുടങ്ങിയ വളരെ വിലയേറിയ ആശയങ്ങൾ ഇവിടെ പങ്കുവയ്ക്കപ്പെട്ടു. ചർച്ച സജീവമാക്കിയ ഓരോരുത്തർക്കും നന്ദി. പ്രത്യേകിച്ച് ഡോക്ടർ കെ വി രാധാകൃഷ്ണൻ സർ, അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം നമുക്ക് നൽകിയതിന് ഫൗണ്ടേഷന്റെ പേരിലും വ്യക്തിപരമായ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ ചർച്ച നയിച്ച രാജ്മോഹൻ സർ, അദ്ദേഹത്തിനും നന്ദി അറിയിക്കുകയാണ്. മദൻ തങ്കവേലു സർ, സാറിന്റെ ശരിക്കും ഗൈഡിങ് ആയിട്ടുള്ള ഒരുപാട് പോയിന്റ്സ് ഉണ്ടായിരുന്നു. സാർ ഷെയർ ചെയ്ത ആർട്ടിക്കിൾസ്, സാറ് മുന്നോട്ട് വെച്ച പോയിന്റുകൾ, ഇതിനെല്ലാവരും സാറിനോട് നന്ദി അറിയിക്കുകയാണ്. ഷീല മേഡം വന്നിട്ട് ശരിക്കും വലിയൊരു പോയിന്റ് ആണ് മുന്നോട്ട് വെച്ചിട്ട് പോയത്. മേഡത്തിന് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ ഒരുക്കി തന്നതിന് ഫൗണ്ടേഷനോട് നന്ദി. അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന വിദ്യാർത്ഥികൾ, വൈദ്യന്മാർ, ഗവേഷകർ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇനിയൊരു ദിവസം കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഗുഡ് നൈറ്റ്.